ഹായ്, ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. എന്നിട്ട് ഈ പാർട്ട് കാണുക. അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ ബാക്കി തുടർന്ന് കേൾക്കാം. വെൽക്കം മൈ ഫ്രണ്ട്. അവരുടെ പ്രകടനം കണ്ട മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്തോ അത്ഭുതം കണക്കിയെ നോക്കി നിന്നു. അപ്പോഴേക്കും അവരിൽ ഒരാൾ ചാടി എഴുന്നേറ്റ് അർജുനെ ഉറക്കെ വിളിച്ചു. അയാളുടെ ആ സ്വരത്തിൽ നിറഞ്ഞ ഭയം തിരിച്ചറിഞ്ഞ അർജുൻ അയാളെ വേഗം തന്നെ വെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താണ് അനൂപേ? തൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഹാർബർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ അനൂപിനെ നോക്കി അർജുൻ ചോദിച്ചു. സാർ, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഹാർബറിൽ ഒരു ബോട്ട് പൊട്ടിത്തെറിച്ചു. 2 പേർക്ക് ചെറിയ പരിക്കുണ്ട്. മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഫയർഫോഴ്സും മറ്റും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അനൂപ്, എങ്കിൽ താൻ അങ്ങോട്ടേക്ക് പോയിക്കോ, ഞാൻ പിന്നാലെ എത്തിയേക്കാം, അർജുൻ അനൂപിനോടായി പറഞ്ഞു. സാർ ഇപ്പോൾ അങ്ങോട്ട് പോണോ? അനൂപ് ചെറിയൊരു ഭയത്തോടെയാണ് അർജുനെ നോക്കി പറഞ്ഞത്. ഇതെന്താ സംഭവമെന്ന മട്ടിൽ അത് കേട്ടതും അർജുനും ഇത്രയും പരസ്പരം നോക്കി. എന്താണ് അനൂപേ, താൻ നിന്ന് താളം ചവിട്ടുന്നോ? നിന്ന് കുണുങ്ങാണ്ട് കാര്യം പറയടോ. സാർ, ഹാർബർ മരക്കാരുടെ കോട്ടയാ, അവിടേക്ക് പോലീസ് കയറി ചെന്ന. അപ്പോൾ താനല്ലേ അവിടുത്തെ സ്റ്റേഷൻ ഓഫീസർ? തനിക്ക് മുകളിൽ വേറെ ആളുണ്ടോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, അർജുൻ അവനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ സാർ, അത് നിന്ന് നാടകം കളിക്കാണ്ട് പറയടോ. അതോ എൻ്റെ വായിലിരിക്കുന്നത് കേട്ടാലേ തൃപ്തിയാവുന്നുണ്ടോ? സാർ, ഹാർബർ ഭരിക്കുന്നത് മരക്കാരാണ്. അവിടെ പോലീസും കോടതിയുമെല്ലാം അക്ബർ അലി മരക്കാരെന്ന മരക്കാർ സാഹിബാണ്. അതിപ്പോൾ പോലീസ് ചെന്നാലും ശരി, മന്ത്രി ചെന്നാലും ശരി, മരക്കാർ കുലങ്ങില്ല. കൊള്ളാലോ അനൂപ്, നിന്റെ മരക്കാർ സാഹിബ്. എന്തായാലും അനൂപ് സാർ ഇത്ര കഷ്ടപ്പെട്ട് പോഴ്ത്തിയതല്ലേ, അതുകൊണ്ട് തലമൂത്തവരെ അവർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് കാണണ്ടേ? അതല്ലേ അതിൻ്റെ ശരി അനൂപ് സാറേ, അർജുൻ അനൂപിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സാർ, അത് താൻ പേടിക്കേണ്ടടോ അനൂപേ. തനിക്ക് പേടി തോന്നാതിരിക്കാൻ മിത്ര മേഡവും നമ്മോടൊപ്പം വരും അല്ലേ മിത്ര? അർജുൻ അവളെ നോക്കി ചോദിച്ചു. പിന്നല്ലാതെ, വന്നു കയറി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം വേറെ കിട്ടാനുണ്ടോ അല്ലേ അർജുൻ സാബ്? അവൾ പറഞ്ഞത് കേട്ട് പൊട്ടി വന്ന ചിരി അർജുൻ കടിച്ചു പിടിച്ചു. അപ്പോൾ എങ്ങനെയാ, നമുക്ക് പോയാലോ സാറേ? അർജുൻ അവനെ വിളിച്ചു. അർജുനും ഇത്രയും പറയുന്നത് കേട്ടിട്ട് ഇന്നത്തോടെ തൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്നും അയാൾക്ക് മനസ്സിലായി. ഇങ്ങനെ നിന്നാൽ മതിയോ? പോകണ്ട സാറേ, അർജുൻ ഒന്നുകൂടെ ചോദിച്ചതും അനൂപ് സമ്മതമെന്ന് തലയാട്ടി. കാറിലേക്ക് ഇരുന്ന് വാതോരാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉഷയോടാണ് അവൾ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പിന്നിലും ഗൗരി ശേഖരനൊപ്പം മുന്നിലുമായാണ് കാറിലിരിക്കുന്നത്. അപ്പോ, നീ കോമ്പറ്റീഷന് പോയിട്ട് സമ്മാനമൊന്നും കിട്ടിയില്ലേ? ഉഷയുടെ വാക്കുകൾ കേട്ട് അപ്പു അവരെ നോക്കി. എൻ്റെ വല്യമ്മയെ, കപ്പൊക്കെ വലിയ ആൾക്കാർക്കുള്ളതല്ലേ, ഞാൻ കുഞ്ഞാണെന്നും പറഞ്ഞ് അവർ മത്സരത്തിനൊന്നും അപ്പുവിനെ കൂട്ടിയില്ല. അയ്യേ, പിന്നെ എൻ്റെ കുഞ്ഞെന്താ ഇത്രയും ദിവസം അവിടെ പോയി നിന്നേ? നിനക്ക് ഇങ്ങ് പോരാൻ മേലായിരുന്നോ? ഗൗരി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? മത്സരിക്കാനില്ലെങ്കിൽ ഇവളെയും കൊണ്ട് പോകണമായിരുന്നോ? എൻ്റെ ഏട്ടത്തി വിചാരിക്കും പോലെയല്ല. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നവർക്ക് പ്രായപരിധിയുണ്ട്. അപ്പൂവിനേക്കാളും വലിയ കുട്ടികളാണ് മത്സരിക്കുന്നത്. ഇവളെപ്പോലെ ചെറിയ കുട്ടികൾക്ക് പരിശീലന ക്യാമ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഗൗരിയുടെ വാക്കുകൾ കേട്ട് ഉഷ അപ്പൂവിനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ഇവൾ കൊച്ചുകുട്ടിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടല്ലേ? അവൾ വലുതായിട്ട് പോരെ നിന്റെ അഭ്യാസം പഠിപ്പിക്കലും മറ്റും? ഏട്ടത്തി, ഗൗരി അപ്പൂവിനെ വളർത്തുന്നത് മറ്റൊരു ഗൗരിയാക്കാനല്ല, അവളുടെ അച്ഛനെ പോലെ ആകാനാ. ഗൗരിക്ക് പറ്റിയ തെറ്റുകൾ അവൾക്ക് പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ ഗൗരിയുടെ തെറ്റുകളെല്ലാം അറിയിച്ചുകൊണ്ട് തന്നെ അവളെ വളർത്തുന്നത്. ഗൗരിയുടെ വാക്കുകൾ ഒരേ സമയം ശേഖരിലും ഉഷയിലും തീമഴ പെയ്യിപ്പിച്ചു. അവളുടെ തെറ്റുകൾ തങ്ങളുടെ വാക്കുകളാണെന്നോർക്കെ ഉഷയുടെ കണ്ണിൽ നിന്നും അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ ഊറിയിറങ്ങി. ആരും കാണാതിരിക്കാൻ അവൾ അത് മായ്ച്ചപ്പോഴേക്കും ഗൗരി അത് കണ്ടിരുന്നു. അത് കണ്ടതും ഗൗരി പെട്ടെന്ന് തന്നെ തല വെട്ടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. വല്യമ്മ വിഷമിക്കണ്ടാട്ടോ, അടുത്ത കൊല്ലം അപ്പു മത്സരിച്ച് ട്രോഫി കൊണ്ടൊന്നും വല്യമ്മയ്ക്ക് തരൂലേ? അപ്പു കുറച്ചുകൂടെ ഉഷയോട് ചേർന്നതും ഉഷ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ മുത്തി. അതെ, കാണാൻ അപ്പു ഗൗരിയുടെ തനി പകർപ്പാണെങ്കിലും അവളുടെ സ്വഭാവവും കണ്ണുകളും അവളുടെ അച്ഛൻ്റേതാണ്. പലതും ചിന്തിച്ചുകൊണ്ട് ഉഷ അവളെ തലോടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയമെല്ലാം ശേഖരന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രമായിരുന്നു. ഇവൾ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടോ? കുതിച്ചു വാഞ്ഞെത്തിയ ഇന്നോവയിൽ നിന്നും അർജുനും ഇത്രയും പുറത്തിറങ്ങി. ചുറ്റും പലയിടങ്ങളിലായി ആളുകൾ കൂടി നിൽപ്പുണ്ട്. അവിടേക്കെത്തിയ അർജുനെ അവർ അത്ഭുതം കണക്കിയെ നോക്കി നിന്നു. സാർ, സംഭവസ്ഥലം കുറച്ച് അങ്ങോട്ട് മാറിയാണ്. കാറിൽ നിന്നിറങ്ങിയ അർജുനെ കണ്ട് അങ്ങോട്ടേക്ക് എത്തിയ അനൂപ് പറഞ്ഞു. അത് കേട്ട് അവർ ഇരുവരും അനൂപിന്റെ ഒപ്പം നടന്നു. അല്ല അനൂപേ, നിന്റെ സാഹിബ് എവിടെ? പോലീസ് ഇവിടെ കാല് കുത്തിയ കാല് കാണില്ലാന്നോ, കാലിലെ നഖം വെട്ടിത്തരുമെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എവിടെ? ആളെ കാണുന്നില്ലല്ലോ. വരുന്നത് അർജുനാണെന്ന് അനൂപിന്റെ സാഹിബിനെ മനസ്സിലായി കാണും. മിത്ര പറഞ്ഞത് കേട്ട് അർജുൻ ഉറക്കെ ചിരിച്ചു. അതിനിടയ്ക്ക് എനിക്കിട്ട് നീ താങ്ങുന്നോ? അർജുൻ അവളെ ഒന്ന് നോക്കി കണ്ണുരുട്ടി കാട്ടി. അപ്പോഴേക്കും ബോട്ട് പൊട്ടിത്തെറിച്ച സ്ഥലത്തെത്തിയിരുന്നു. ഡോ അനൂപേ, ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇത് സാറ് കരുതുന്ന പോലെയൊന്നുമല്ല. ബോട്ടിന്റെ ഡീസൽ ടാങ്കിന് ലീക്കേജ് ഉണ്ടായി പൊട്ടിത്തെറിച്ചതാകാനാണ് സാധ്യത. ഫയർഫോഴ്സും അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. ബോട്ടൊരു ജോസഫിന്റെ പേരിലുള്ളതാ. ആള് ചെറിയൊരു മുതലാളിയാണ്. ഇതേപോലെ കുറെ ബോട്ട് അങ്ങേരുടെ പേരിലുണ്ട്. അയാളുടെ കയ്യിൽ നിന്നും ഒരു 4 പേർ ചേർന്ന് ലീസിനെടുത്തതാണ്. ജോസഫിന്റെ ആൾക്കാരാണ് ഈ 4. അവന്മാർ അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇച്ചിരി തല തിരിഞ്ഞവന്മാരാ.
അവർ പറയുന്നത് മീനിറക്കിയിട്ട് ചായ കുടിക്കാൻ പോയപ്പോഴാണ് സംഭവമെന്നും അവർക്കൊന്നും അറിയില്ലെന്നുമാണ്. ഇനി ഇൻഷുറൻസ് തട്ടിക്കാൻ വല്ലതും ചെയ്തതാണോന്നും പറയാൻ പറ്റില്ല സാറേ. അപ്പോൾ ഇത് ഡീസൽ ടാങ്ക് പൊട്ടിയതൊന്നുമല്ല, ആരോ പൊട്ടിച്ചതാണല്ലോ അനൂപേ. അർജുൻ പറയുന്നത് കേട്ട് അനൂപ് അവനെ തന്നെ നോക്കി നിന്നു. അനൂപിന്റെ നോട്ടം കണ്ടതും മിത്രയ്ക്ക് ചിരി വന്നു. ഡോ, താനെന്താ ഇത്രയ്ക്ക് കിഴങ്ങനാണോ? അനൂപേ, കടലിൽ പോയി മീൻ പിടിച്ച് തിരിച്ചു വന്ന ബോട്ടിൽ എന്തുമാത്രം ഡീസൽ ബാക്കി കാണൂടോ? തന്നെയുമല്ല, നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടിൽ അത് 4 പേരും പുറത്തുണ്ടായ സമയത്ത് സ്പാർക്ക് തനിയെ ഉണ്ടാകുമോ? ആ ബുദ്ധിയൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ അനൂപേ. മിത്ര, അവന്മാരെ 4നെയും ഒന്ന് കുടഞ്ഞേ, എന്തേലും പ്രയോജനം കിട്ടുമോ എന്ന് നോക്കാം. അത് കേട്ടതും മിത്ര അനൂപ് ചൂണ്ടിക്കാണിച്ച 4 നിന്ന പേരുടെ ഭാഗത്തേക്ക് പോയി. അനൂപേ, ബോട്ടൊന്ന് വെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കണമല്ലോ, താനൊരു ക്രെയിം വിളി. ഭൂരിഭാഗവും വെള്ളത്തിൽ മുങ്ങിക്കിടന്ന തകർന്ന ബോട്ട് നോക്കി അർജുൻ പറഞ്ഞു. ഓക്കെ സാർ. അർജുൻ പറഞ്ഞത് കേട്ട അനൂപ് അവിടെ നിന്നൊരാളെ വിളിച്ച് ക്രെയിൻ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അപ്പോഴേക്കും മിത്ര 4 പേരോടും ഇതേക്കുറിച്ചുള്ള സംഭവങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയൊക്കെ ഈ പറയുന്നത് ഉള്ളതാണോ അതോ? അവൾ ചോദ്യം പൂർത്തിയാക്കാതെ അവരെ ഒന്നിരുത്തി നോക്കി. എൻ്റെ പൊന്ന് ചേച്ചി. അത് കേട്ടതും അവൾ അവനെ നോക്കി കണ്ണിരുട്ടി. ആരടാ നിന്റെ ചേച്ചി? അല്ല സാറേ, ഞങ്ങൾ പറയുന്നത് ഉള്ളതാ. സംശയമുണ്ടെങ്കിൽ ചായക്കടക്കാരൻ ഖാദർക്കയോടൊന്ന് ചോദിച്ചു നോക്ക്. സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തൽക്കാലം 4 പൊക്കോ. പിന്നെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തേച്ചും വേണം പോകാൻ. വിളിക്കുമ്പോൾ വന്നോണം കേട്ടല്ലോ 4. അവർ തലകുലുക്കി സമ്മതിക്കുന്നത് കണ്ട അവർ അർജുൻ്റെ അരികിലേക്ക് പോയി. അവിടെ അവൻ ക്രെയിൻ ഉപയോഗിച്ച് ബോട്ട് ഉയർത്തുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അർജുൻ, അവന്മാർക്കൊന്നും അറിയില്ല. പക്ഷേ ഈ അപകടം നമ്മുടെ അന്വേഷണവുമായി എന്തെങ്കിലും തരത്തിൽ കൂട്ടിവായിക്കാൻ പറ്റുന്നതാണോ? അവൾ തൻ്റെ സംശയം അർജുനെ അറിയിച്ചു. അറിയില്ല മിത്ര, ചിലപ്പോൾ ഇതൊരു സാധാരണ അപകടം മാത്രമായിരിക്കും. അല്ലെങ്കിൽ അനൂപ് പറഞ്ഞ പോലെ ഇൻഷുറൻസ് പണത്തിന് വേണ്ടി ചെയ്തതാകാം, അല്ലെങ്കിൽ പകയുടെ പുറത്ത്. പക്ഷെ അപ്പോഴും നമുക്ക് നേരിയൊരു പ്രതീക്ഷയുണ്ട്. ഇവിടേക്ക് എത്തിയത് മുതൽ അതെന്നിൽ വേരുറച്ചു പോയോ എന്നൊരു തോന്നൽ. പിന്നെ മിത്ര, നമ്മുടെ മുന്നിൽ കിട്ടുന്നത് ഒരു തുരുമ്പിന്തരിയാണെങ്കിലും അതിന് നമ്മളോട് എന്തെങ്കിലും കഥ പറയാനുണ്ടാകും. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. ഏറെ നേരത്തിന് ശേഷം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയെടുത്ത ബോട്ട് കരയിലേക്ക് മാറ്റി വെള്ളം വറ്റിച്ച് കളഞ്ഞതും അർജുൻ ബോട്ട് പരിശോധിക്കാൻ ആരംഭിച്ചു. അർജുൻ ആദ്യം നോക്കിയത് ബോട്ടിന്റെ സ്ഫോടനം നടന്ന ഭാഗമാണ്. പ്രതീക്ഷിച്ച പോലെ അത് ഡീസൽ ടാങ്കിന്റെ സമീപം തന്നെയായിരുന്നു. അവൻ ബോട്ടിന്റെ തകർന്ന ഭാഗം ഒന്നുകൂടി വീക്ഷിച്ചു. അത് കണ്ട് അവൻ അതൊരു അതിതീവ്ര സ്ഫോടനമല്ലെന്ന് മനസ്സിലായി. മറിച്ചായിരുന്നെങ്കിൽ ബോട്ട് പൂർണ്ണമായി തന്നെ തകരുമായിരുന്നു. കടലിൽ പോയി തിരിച്ചു വന്നൊരു ബോട്ടിൽ എത്ര ലിറ്റർ ഡീസൽ കാണും? അവൻ മനസ്സിൽ കണക്ക് കൂട്ടാൻ ആരംഭിച്ചു. ഒടുവിൽ ഇത്തരമൊരു നിയന്ത്രിത സ്ഫോടനം നടക്കണമെങ്കിൽ ഡീസൽ ടാങ്കിൽ നിന്നുണ്ടാകാമെന്ന നിഗമനത്തിലാണ് അവൻ എത്തിച്ചേർന്നത്. അപ്പോഴും അവൻ്റെ മനസ്സിൽ ഉയർന്ന ചോദ്യം, എന്താണ് ഡീസൽ ടാങ്ക് പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണം? അവൻ ടാങ്കിന്റെ അവശേഷിച്ച ഭാഗം പരിശോധിച്ചുകൊണ്ടേയിരുന്നു. മിത്ര, കമ്മിയർ. അർജുന്റെ വിളി കേട്ട് അവൾ അവിടേക്കെത്തി. ക്യാ ഹുവാ സാബ്? മിത്ര, സീ ദിസ്. അവൻ ടാങ്കിന്റെ അവശേഷിച്ച ഭാഗം അവൾക്ക് ചൂണ്ടിക്കാട്ടി കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഈ സ്ഫോടനത്തിന്റെ സോഴ്സ് ഈ ടാങ്കാണ്. നോക്ക്, എങ്ങനെയാണ് ടാങ്കിന്റെ ഈ ഭാഗം തകർന്നിരിക്കുന്നത്. യു ആർ റൈറ്റ് അർജുൻ. അവൾ അർജുന്റെ നിഗമനത്തോട് യോജിച്ചു. ബട്ട് മിത്ര, അപ്പോഴും എൻ്റെ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടുന്നില്ല. മിത്ര എന്താണെന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി. നിർത്തിയിട്ടിരിക്കുന്ന ആളില്ലാത്തൊരു ബോട്ടിൽ എങ്ങനെ ഒരു സ്ഫോടനം സംഭവിച്ചു മിത്ര? ഒരു സ്പാർക്ക് ഉണ്ടാകണമെങ്കിൽ പോലും അതിനൊരു കാരണം വേണ്ടേ? ചുമ്മാ അങ്ങ് ടാങ്കിന് തീ പിടിക്കില്ലല്ലോ. അവിടെ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ പോലും ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കാരണം വേണ്ടേ? നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഈ അവശിഷ്ടങ്ങൾക്കിടയിലുണ്ട്. അത് കണ്ടുപിടിക്കണം. അർജുൻ്റെ സംശയങ്ങൾ ന്യായമാണെന്ന് അവൾക്ക് തോന്നിയതും തൻ്റെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി അവളും പരിശോധിക്കാൻ ആരംഭിച്ചു. തകർന്നു കിടക്കുന്ന തടിക്കഷ്ണങ്ങൾ ഓരോന്നും അവൾ എടുത്തു മാറ്റി നോക്കി പരിശോധിച്ചു. സംശയം തോന്നിയവ അവൾ കവറിലേക്ക് മാറ്റി സൂക്ഷിച്ചു. അപ്രതീക്ഷിതമായാണ് അവളുടെ കണ്ണുകൾ 3/4 ഭാഗവും കത്തിയുരുകിയ വസ്തുവിൽ തങ്ങി നിന്നത്. അവളത് കയ്യിലെടുത്ത് നോക്കി. ഒരു ചെറിയ മൊബൈൽ ഫോണിൻ്റെ ഭാഗമായിരുന്നു അത്. അപ്പോഴേക്കും അർജുനും അവളുടെ അരികിലെത്തിയിരുന്നു. അവൻ്റെ കയ്യിലും എന്തോ ഉണ്ടെന്ന് കണ്ട അവൾ അതിലേക്ക് നോക്കി. എന്തിൻ്റെയോ തിരികളായിരുന്നു അവ. സ്ഫോടനത്തിൽ തകർന്നതായിരിക്കണം. അവൾ സംശയത്തോടെ അർജുനെ നോക്കി. മിത്ര, എൻ്റെ സംശയം ശരിയാണെന്ന് തോന്നുന്നു. മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു ബ്ലാസ്റ്റ്. ഇനി എന്തെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അത് അമീറിനാണ്. അവൻ രാജ്യത്തുള്ള മികച്ച ബോംബ് സ്ക്വാഡ് സ്പെഷ്യലിസ്റ്റുകളിൽ ഒരാളാണവൻ. ആൻഡ് ഹീ ഈസ് ഓൺ ദി വേ. എങ്കിൽ അർജുൻ, നിനക്കുള്ള ബാക്കി കഥ ഇത് പറഞ്ഞു തരും. മിത്ര അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൻ്റെ ചെറിയൊരു ഭാഗം അവന് നൽകി. ഈ ബ്ലാസ്റ്റിൻ്റെ ട്രിഗർ അത് ഈ ഫോണാണെന്ന് തോന്നുന്നു. ഇത് ഡേഞ്ചറസായ എന്തോ ഒരു സംഭവമാണ്, അല്ലാതെ ഇൻഷുറൻസ് വെട്ടിക്കാനായി ആരും ചെയ്തതല്ല. ഇത്രയും ചെറിയ രീതിയിലൊരു സ്ഫോടനം, അതും പരിശോധിക്കാനെത്തുന്നവനെ ഇതൊരു സാധാരണ പൊട്ടിത്തെറിയെന്ന് സംശയിപ്പിക്കും വിധം പ്ലാൻ ചെയ്തൊന്ന്. പക്ഷേ മിത്ര, അവൻ്റെ കണക്കുകൂട്ടൽ തെറ്റി മിത്ര. കാരണം സ്ഫോടനമുണ്ടായതും ബോട്ട് വെള്ളത്തിലേക്ക് മുങ്ങിയിരുന്നു. അവിടെ അവന് പിഴച്ചു. അതുകൊണ്ടാണ് ഈ തെളിവുകൾ നമുക്ക് ലഭിച്ചത്. ബട്ട് സാബ്, ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാകുക? ഇതുപോലെ ഒരു സ്ഫോടനം നടത്തിയിട്ട് അതും ഒരു ഫിഷിംഗ് ബോട്ട് തകർത്തിട്ട് അയാൾക്ക് എന്ത് നേടാനാണ്? മിത്രയുടെ ചോദ്യം കേട്ട് അർജുനും അതിൽ കഴമ്പുണ്ടെന്ന് തോന്നി. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഫോടനം? ഇനി ഇത് അവൻ തന്നെയാകുമോ? അർജുൻ സ്വയം ഉള്ളിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം മരക്കാരുടെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരുന്നു.
അയാൾ ഫോൺ കാതോട് ചേർത്തതും രുദ്രന്റെ സ്വരം അയാളുടെ കാതുകളെ തേടിയെത്തി. എൻ്റെ സാഹിബേ, നിങ്ങളിങ്ങനെ ഒരുമാതിരി മരണവീട്ടിൽ ചെന്ന പോലെ ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ടായിട്ടും സാഹിബ് അലസനായാലോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി സാഹിബിന് വിശ്രമിക്കാനുള്ള സമയമില്ലെന്ന്? ഒരു വാലാട്ടിപ്പട്ടിയെപ്പോലും ഓടി നടന്ന യജമാനൻ പറയുന്നത് പോലെ അനുസരിക്കേണ്ട സാഹിബേ, ഇങ്ങനെ മടിയനായാലോ? അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന് സാഹിബിന് അറിയില്ലേ? എൻ്റെ 10 കൽപ്പനകളിൽ ആദ്യത്തേത് അത് ചെയ്തു തീർക്കേണ്ട സമയമായി സാഹിബേ. രുദ്രന്റെ വാക്കുകൾ കേട്ട് മരക്കാരുടെ നെഞ്ച് പെരുമ്പറ കൊട്ടി. മരക്കാരെ, എനിക്കറിയേണ്ടത് 1971 അറബിക്കടലിൽ കണ്ട അധികമാരും കേൾക്കാത്ത അത്ഭുത കാഴ്ചയെക്കുറിച്ചാണ്. നീലത്തിമീങ്കലത്തെ പോലെ കടലിന്റെ മേൽത്തട്ടിൽ പൊന്തി വന്ന ആ ഭീമാകാരൻ രൂപിയെക്കുറിച്ച്. ആ കാഴ്ച കണ്ട് ഭയന്ന മത്സ്യത്തൊഴിലാളികൾ പേടിയോടെ നോക്കി നിൽക്കെ 4 ദിക്കും മുഴങ്ങിക്കേട്ട രൗദ്ര ശബ്ദത്തോടെ ആഴക്കടലിലേക്ക് അത് താണുപോയ ഇടത്തെക്കുറിച്ച്. ഇന്നും ചിലർ കടലിന്റെ ആ ഭാഗത്തെ നരകവാതിലിനെ ഭീതിയോടെ പറയുന്നുണ്ട്. എനിക്ക് അവിടേക്ക് എത്താനുള്ള എൻ്റെ മാർഗമാണ് അലീനി. രുദ്രന്റെ വാക്കുകൾ കേട്ട മരക്കാർ എന്തു പറയണമെന്നറിയാതെ നിശബ്ദനായി. അയാൾക്ക് അന്നുവരെ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് താൻ അയാൾക്കത് കണ്ടെത്തി കൊടുക്കുക? അതിനെല്ലാം ഉപരി ഇയാൾ എന്തിനാണ് ഇതിനു പുറകെ പോകുന്നത്? പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ മരക്കാരുടെ ചിന്തകൾ തിരമാലകൾ പോലെ അലയടിച്ചു. സാഹിബേ, തന്നിൽ എനിക്കുള്ള വിശ്വാസമാണ് തന്നെ ഈ ജോലി ഏൽപ്പിക്കാൻ കാരണം. ആ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് നിന്നെ കാണാൻ ഞാൻ നേരിൽ വന്നത്. വീണ്ടും തുടർന്നു പറയാൻ തുടങ്ങിയ രുദ്രനെ തടഞ്ഞുകൊണ്ട് മരക്കാർ സംസാരിച്ചു തുടങ്ങി. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഈ കൊച്ചിയിൽ വന്നിട്ട് വർഷങ്ങൾ പലതായി. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒന്നിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. പിന്നെ ഞാനെങ്ങനെ നിങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി തരും? അലി, ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, എനിക്ക് മുന്നിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്തതും എന്നിലും വേഗം നിനക്കത് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിനക്ക് മുന്നിൽ ഇപ്പോൾ ഒരു കവറെത്തും. അതിൻ്റെ ഉള്ളിൽ നിനക്ക് ആവശ്യമായ വിവരങ്ങളുണ്ടാവും. അതിൽ നിന്നും നിനക്ക് തുടങ്ങാം. ഇതിൻ്റെ പേരിൽ നിനക്ക് പാഴാക്കാൻ സമയമില്ല. ഇനി നീ വിളിക്കേണ്ടത് ഇതിനുള്ള ഉത്തരവുമായിട്ടായിരിക്കണം. മനസ്സിലായോ അക്ബർ അലി മരക്കാർക്ക്? അത്രയും പറഞ്ഞ് രുദ്രൻ തൻ്റെ ഫോൺ കട്ടാക്കി ആർത്തലയടിക്കുന്ന കടലിനെ നോക്കിയിരുന്നു. തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ കടലിൻ്റെ മടിത്തട്ടിൽ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് അവനറിയാമായിരുന്നു. 7 ചെകുത്താന്മാരുടെ റാണി. അവളെ തേടിയാണ് താനെത്തിയത്. അവളുടെ ഗർഭപാത്രത്തിൽ നിന്നും സർവ്വതും നശിപ്പിക്കാൻ ശേഷിയുള്ള വിഷവിത്തിനെ സ്വന്തമാക്കാൻ. തനിക്ക് മുന്നിലും പിന്നിലുമുള്ളവർ അവളെ തേടിയെത്തും മുമ്പ് ഇനി ആരൊക്കെ തനിക്ക് മുന്നേ അവളെ തേടിയെത്തിയിട്ടുണ്ടെങ്കിലും സ്വന്തമാക്കിയിരിക്കും ഈ രുദ്രൻ അവളെന്ന രാജാവിനെ. രുദ്രൻ തന്റെ മനസ്സിൽ പല പദ്ധതികളും മെനഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ രുദ്രൻ പറഞ്ഞതെല്ലാം മരക്കാർക്കൊരു സമസ്യയായി തന്നെ തുടർന്നു. ഈ നാട്ടിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. മറ്റാരേക്കാളും ഈ നാടിന്റെ സംസ്കാരവും അതിലുപരി കടലിനെയും സ്നേഹിച്ചു. എന്നാൽ അയാൾ പറഞ്ഞതുപോലെയൊന്നും താൻ ഇന്നുവരെ കേട്ടിട്ടില്ല. 48 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ നീലത്തിമീങ്കലത്തേക്കാൾ വലുതും പ്രേതരൂപിയായ ആ ജീവി അത് ശരിക്കും ഉള്ളതായിരിക്കുമോ, അതോ ഇനി അയാൾക്ക് ഭ്രാന്തായിരിക്കുമോ? സാഹിബേ, തൻ്റെ അടുത്ത് വന്ന് നിന്നൊരു കുട്ടിയുടെ വിളിയാണ് മരക്കാരെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. എന്താടാ നീ ഇവിടെ ചുറ്റിത്തിരിയുന്നത്? സ്കൂൾ യൂണിഫോമും ബാഗും ഒക്കെയായി നിൽക്കുന്ന അവനെ കണ്ട് മരക്കാർ കൗതുകത്തോടെ ചോദിച്ചു. അത് കേട്ടതും ഒരു കവർ അവൻ അയാൾക്ക് നീട്ടി. എന്താടാ ഇതിൽ? സാഹിബേ, സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ചേട്ടൻ തന്നതാ സാഹിബിനെ ഏൽപ്പിക്കാൻ. നീ സ്കൂളിലേക്ക് പോയിക്കോ. അവൻ്റെ കയ്യിൽ നിന്നും കവർ വാങ്ങിക്കൊണ്ട് മരക്കാർ പറഞ്ഞു. കുട്ടിപോയതും അതിലെന്താണെന്നറിയാൻ അയാൾ കവർ പൊട്ടിച്ചു വായിച്ചതും അയാൾക്ക് മനസ്സിലായി അത് രുദ്രൻ കൊടുത്തുവിട്ട കവറാണെന്ന്. 80 വയസ്സോളം പ്രായമുള്ള മത്സ്യത്തൊഴിലാളികളുടെ വിവരങ്ങളാണതിൽ. ഇനി അവൻ പറയുന്നതനുസരിക്കാതെ തനിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് മരക്കാർക്ക് മനസ്സിലായിരുന്നു. അർജുൻ സാബ് സംശയിച്ചത് ശരിയാണ്. ഇതൊരു പ്രൊഫഷണൽ തന്നെയാണ് ചെയ്തത്. ബോട്ട് തകർക്കാൻ വേണ്ടി ആരും ചെയ്തതല്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ഫോടക വസ്തു അമോണിയം നൈട്രേറ്റ് ആണ്. അതും ഏറ്റവും കുറഞ്ഞ അളവിൽ. ബോട്ടിന്റെ ഡീസൽ ടാങ്ക് തകർക്കാൻ മാത്രം ശേഷിയുള്ളതാണ്. അമീർ പറഞ്ഞത് കേട്ട് അർജുൻ മിത്രയെ നോക്കി. ബട്ട് അമോണിയം നൈട്രേറ്റ് പോലെ വീര്യം കൂടിയ സ്ഫോടക വസ്തു ഉപയോഗിച്ച് ഇത്രയും ചെറിയൊരു ബ്ലാസ്റ്റ്, ഈസ് ദാറ്റ് പോസിബിൾ അമീർ? മിത്രയ്ക്ക് തന്റെ സംശയം അടക്കാനായില്ല. മിത്രാജി, അതിനൊരു ഉത്തരം മാത്രമേ എൻ്റെ പക്കലുള്ളൂ. ഇത് ചെയ്തവന്റെ ബ്രില്യൻസ്. നമ്മുടെ ശത്രുവാണെങ്കിലും അവനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. എ ട്രൂ ലെജൻസ്. പക്ഷെ അമീർ, അമോണിയം നൈട്രേറ്റ് പോലെ വീര്യം കൂടിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഒരു ബോട്ട് തകർത്തിട്ട് എന്ത് നേടാനാണ്? നീ പറഞ്ഞ പോലെ ഇത്ര ബ്രില്യൻ്റായ ഒരാൾ. മിത്രാജി, അതിൻ്റെ ഉത്തരം എൻ്റെ പക്കൽ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചോദിക്കണമായിരുന്നോ? അമീറിൻ്റെ ചോദ്യം കേട്ട് മിത്ര അവനൊരു വിളറിയ ചിരി സമ്മാനിച്ചു. ഡോണ്ട് ബി അപ്സെറ്റ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടിയ ഒരു സുവർണ അവസരമാണ്. അർജുൻ പറഞ്ഞത് കേട്ട് മിത്രയും അമീറും അവനെ നോക്കി. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ അത്രയും ബ്രില്യൻ്റായ ഒരു ക്രിമിനൽ ആ ബോട്ടിനെ ലക്ഷ്യം വയ്ക്കണമെങ്കിൽ അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകും. ഒന്നുകിൽ ആ ബോട്ടിലുണ്ടായിരുന്ന എന്തെങ്കിലും വസ്തുവിനെയോ ആളിനെയോ ലക്ഷ്യം വെച്ചതോ, അല്ലെങ്കിൽ ആർക്കെങ്കിലുമുള്ള മുന്നറിയിപ്പായി ഈ സ്ഫോടനത്തെ കണക്കാക്കാം. അതുമല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കാനുള്ള ഒരു ഡിസ്ട്രാക്ഷൻ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം. അർജുൻ തൻ്റെ നിഗമനം അവരോട് പറഞ്ഞു. അർജുൻ, അങ്ങനെയെങ്കിൽ ആ ബോട്ടിനെയോ അതിലുള്ളവരെയോ
ലക്ഷ്യമിട്ടുള്ള അറ്റാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ബ്ലാസ്റ്റ് ഇങ്ങനെയായിരിക്കില്ല നടക്കുക. ഇത്ര സൂക്ഷ്മമായ രീതിയിൽ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ അതവരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. പിന്നെ ഞാൻ 2 കൊടുത്തപ്പോൾ തന്നെ കിടന്ന് വിറച്ചവന്മാരാണ് അവർ 4. സോ അവർക്കിതുമായൊരു ബന്ധമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞത് ശരിയാകാം മിത്ര. അപ്പോഴും നമുക്ക് മുന്നിൽ ചോദ്യങ്ങൾ ബാക്കിയാണ്. ആരെയെങ്കിലും ഭയപ്പെടുത്താനാണ് ഇങ്ങനെയൊരു സ്ഫോടനം നടത്തിയതെങ്കിൽ അതാരെ? അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്തിയേ തീരൂ. മിത്രയ്ക്കും അമീറിനും അർജുൻ പറഞ്ഞതിനോട് യോജിക്കാനായിരുന്നു താല്പര്യം. അർജുൻ തൻ്റെ ഫോണെടുത്ത് അശോകിന് കോൾ ചെയ്തു. ഈ സമയം ശേഖരൻ്റെ കാർ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് കിടന്നകത്തേക്ക് കടന്നിരുന്നു. അപ്പുവിനോട് സംസാരിച്ച് തിരിഞ്ഞിരുന്ന ഗൗരി കാണുന്നത് പൂമുഖത്ത് നിന്നും ഫോണിൽ സംസാരിക്കുന്ന ഒരുവനിലാണ്. കട്ടിമീശയും വെട്ടിയൊതുക്കിയ താടിയും ആരും നോക്കി നിന്നു പോകുന്ന സൗന്ദര്യവുമുള്ളവൻ. അവനെ കാണുകെ ഗൗരിയുടെ കണ്ണുകൾ തിളങ്ങി. ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. രഘുറാം. ഗൗരിയുടെ കണ്ണുകൾ രഘുരാമനെ കണ്ട് വജ്രം പോലെ തിളങ്ങി. അവൾ അവനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നതും ശേഖരൻ കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. രഘു എപ്പോഴും അവർ വന്നതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. രഘു, നീ ഇതെപ്പോഴാണ് എത്തിയേ? ശേഖരന്റെ ശബ്ദം കേട്ട് രഘുറാം തിരിഞ്ഞു നോക്കി. വല്യേട്ടൻ നീ വൈകിട്ട് ഇങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നീ ഇവിടെ ഇല്ലെന്നും പറഞ്ഞു. പിന്നെന്താടാ, പറന്നു വല്ലതും വന്നതാണോ? ശേഖരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശേഖരൻ പറഞ്ഞത് കേട്ട് രഘു പൊട്ടിച്ചിരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഗൗരിയിലായിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും അവളുടെ സൗന്ദര്യം നാൾക്ക് നാൾ കൂടി വരികയാണെന്ന് അവന് തോന്നി. അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നത് മറ്റാരും കാണാതിരിക്കാൻ അവൻ ശേഖരനോട് സംസാരിച്ചു തുടങ്ങി. ഞാൻ അരമണിക്കൂർ മുന്നേ ഇങ്ങ് എത്തിയതേ ഉള്ളൂ ശേഖരേട്ടാ. നരേട്ടൻ വിളിക്കുമ്പോൾ ഞാൻ ഇടുക്കിയിലുണ്ടായിരുന്നു. രാത്രി തന്നെ അവിടെ നിന്നും മലയിറങ്ങി. നരേട്ടൻ വിളിച്ചാൽ ഇങ്ങ് എത്താണ്ട് പറ്റുമോ? ശേഖരനോട് ഇതെല്ലാം പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഗൗരിയിൽ തന്നെയായിരുന്നു. കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയവൾ അവനെ ഒന്ന് നോക്കി അപ്പുവിനും ഉഷയ്ക്കുമൊപ്പം കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് നടന്നു. അത് കണ്ട രഘു ഗൗരിയുടെ മുന്നിലേക്ക് ചിരിയോടെ നടന്നെത്തി. എന്താ ഗൗരിക്കുട്ടി, ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? മുഖമൊക്കെ ഭയങ്കര ഗൗരവത്തിലാണല്ലോ. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അച്ഛൻ്റെ പെങ്ങടെ മകനല്ലേ? ആ പരിചയമെങ്കിലും കാണിക്കുക ഗൗരി. അവൻ്റെ പറച്ചിൽ കേട്ട് ഗൗരി അവനെ ഒന്ന് നോക്കി. ഗൗരിയുടെ ആ വിടർന്ന കണ്ണുകൾ രഘുവിൽ പ്രണയം നിറച്ചു. അവളുടെ നോട്ടത്തെ പ്രേമപൂർവ്വം നേരിട്ടുകൊണ്ട് രഘു അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഇരുവരുടെയും നിൽപ്പ് കണ്ട ഉഷ അപ്പുവിനെയും കൂട്ടി അകത്തേക്ക് നടന്നു. പിന്നാലെ ഒരു ചിരിയോടെ ശേഖരനും. ഗൗരി ആകട്ടെ അവർ പോയ ഭാഗത്തേക്ക് തന്നെ നോക്കി നിന്നു. നീ ഇങ്ങനെ ആയാലോ ഗൗരി? പണ്ടങ്ങ് ഒരുത്തൻ പണത്തിന് വേണ്ടി നിന്നെ സ്നേഹിച്ച് പറ്റിച്ചെന്നും പറഞ്ഞ് ഈ ജീവിതം മുഴുവനും നീ ഇങ്ങനെ സ്വയം നശിപ്പിക്കാൻ പോകുവാണോ? എന്താ ഗൗരി നീ? നിനക്ക് ചുറ്റുമുള്ളവരെ കുറിച്ച് ചിന്തിക്കാത്ത? നിന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരും നിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് എത്ര സങ്കടപ്പെടുന്നു എന്ന് നിനക്കറിയില്ലേ? നീ അത് കണ്ടില്ലെന്ന് നടിക്കുന്നതല്ലേ? അവൻ്റെ വാക്കുകൾ കേട്ട് ഗൗരി അവനെ നേരിടാനാകാതെ ദൂരേക്ക് നോട്ടം വായിച്ചു. ഗൗരി, നീ എന്തൊന്നും മിണ്ടാത്തെ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് വാ തുറന്ന് എന്തെങ്കിലും പറയാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ഗൗരി? രഘു പറഞ്ഞത് കേട്ടതും ഗൗരി അവനെ തന്നെ ഉറ്റുനോക്കിയെങ്കിലും മറുപടി പറഞ്ഞില്ല. എല്ലാം കേട്ടിട്ടും അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട രഘു അവളെ തറപ്പിച്ചു നോക്കി. പിന്നീട് ഉറച്ചതെന്നോണം അവൻ്റെ തീരുമാനങ്ങളും പറഞ്ഞു. ഇല്ല ഗൗരി, ഇനി നിന്റെ താളത്തിന് തുള്ളാമിടാൻ ഞാൻ സമ്മതിക്കില്ല. കേൾക്കുന്നുണ്ടോ ഗൗരി നീ? രഘുവിൻ്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. അവൻ അവളുടെ മൗനം ഒരുതരം കളിയാക്കലായി തോന്നിത്തുടങ്ങിയിരുന്നു. രണ്ടിലൊന്ന് തീരുമാനിക്കാൻ തന്നെയാണ് രഘുവിൻ്റെ ഈ വരവ്. അവൻ്റെ ശബ്ദം കടുത്തിരുന്നു. ഇന്നും നീ അവനെ മനസ്സിൽ പൂവിട്ട് പൂജിച്ചുകൊണ്ട് നടക്കുന്നതാണെന്ന് എനിക്കറിയാം. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരുത്തിനു വേണ്ടി നീ എന്തിനാണ് കാത്തിരിക്കുന്നത്? അത് നിന്നെ ചതിച്ചവന് വേണ്ടി. ഓർമ്മ വെച്ച കാലം മുതൽ നീ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറഞ്ഞപ്പോൾ നീ പറഞ്ഞു നിനക്ക് അവനെയാണ് ഇഷ്ടമെന്നും അവൻ്റെ ഒപ്പം ജീവിക്കണമെന്നും. നീ നിന്റെ ആഗ്രഹം നടത്തിയെടുത്തപ്പോൾ അവൻ ലക്ഷ്യമിട്ടത് നിന്റെ അളവില്ലാത്ത സ്വത്തിലായിരുന്നു. ആ സ്വത്തിനു വേണ്ടി കൊല്ലാൻ പോലും മടിയില്ലാത്തവൻ. ഒക്കെ മനസ്സിലായപ്പോൾ നീ അവനെ ആട്ടിപ്പായിച്ചില്ലേ ഗൗരി? അതെല്ലാം കഴിഞ്ഞിട്ട് വർഷം കുറേ ആയില്ലേ ഗൗരി? ഇനിയെങ്കിലും നിനക്കെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൂടെ? നിനക്ക് വേണ്ടിയല്ലെങ്കിലും നമ്മുടെ അപ്പുവിന് വേണ്ടി. അവൾക്കൊരു അച്ഛൻ്റെ സ്നേഹം വേണ്ടേ ഗൗരി? അവൻ്റെ ചോദ്യം കേട്ടതും ഗൗരി ഒന്നും പറയാതെ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു. ഗൗരി! അവൻ അവളെ ഉറക്കെ വിളിച്ചു. അവളുടെ പ്രവൃത്തി കണ്ട് രഘുവിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. ഇനിയും നീ മൗനവ്രതം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഗൗരി. നമ്മുടെ വിവാഹം അത് ഞാൻ നടത്തിയിരിക്കും. അതിന് രഘുവിന് നിന്റെ സമ്മതം വേണ്ട. മനസ്സിലായോടി നിനക്ക്? കുറേയായി ഞാൻ ക്ഷമിക്കുന്നു. അതിൻ്റെ ബലഹീനയാണെന്ന് വല്ല ധാരണയും നിനക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേര്. എന്നിട്ട് പോയി തയ്യാറെടുക്കൂ രഘുവിൻ്റെ നല്ല പാതിയാകാൻ. അത്രയും പറഞ്ഞ് പടികൾ കയറിയ രഘുവിനെ നോക്കി ഗൗരി വിരൽ ഞൊടിച്ചു. പിന്നിൽ നിന്നും ശബ്ദം കേട്ട രഘു ഞെട്ടി തിരിഞ്ഞു നോക്കി. പൊടിച്ചിപ്പട്ടികൾക്കൊരു സ്ഥാനമുണ്ട്, അതാ ഗേറ്റിൻ്റെ വെളിയിൽ. അവിടെ നിന്നും കുരച്ചോണം കേട്ടോടാ. അവൾ അവന് നേരെ ഗേറ്റിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകളിൽ ഞെട്ടിയ രഘു ഗൗരിയെ തന്നെ നോക്കി ഒന്നും പറയാനാകാതെ നിന്നുപോയി. അവളുടെ മുഖം ദേഷ്യത്താൽ വിറച്ചിരുന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. അതിലവൻ കണ്ടു വർഷങ്ങളായുള്ള പകയുടെ കനലുകൾ. തന്നെ തന്നെ നോക്കി നിൽക്കുന്ന, ഒന്നും മിണ്ടാനാകാതെ നിൽക്കുന്ന രഘുവിനെ കണ്ടതും ഗൗരി അകത്തേക്ക് നടന്നു, ഒരു പുച്ഛച്ചിരിയോടെ. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുത്ത രഘു ദേഷ്യം കൊണ്ടലറി.
ഡീ നായിൻ്റെ മോളെ, നീ എന്താ പറഞ്ഞ? ഞാൻ കൊടിച്ചിപ്പട്ടിക്ക് തുല്യമാണെന്നോ? നിനക്കറിയില്ല ഈ രഘു ആരാണെന്ന്? അവൻ്റെ വാക്കുകൾ കേട്ട് ഗൗരി അവനെ തിരിഞ്ഞു നോക്കി. നായയുടെ അല്ല, നരസിംഹപുരം കൊട്ടാരത്തിലെ തമ്പുരാൻ രാജശേഖരൻ്റെ മകൾ, അതാണ് ഗൗരി രാജശേഖരൻ. നീ എന്താ പറഞ്ഞത്? നിന്നെ കെട്ടി ഞാൻ നിന്റെ കൂടെ പുറക്കണമെന്നോ? അത്രയും വലിയ ഗതികേടൊന്നും ഗൗരിക്ക് വന്നിട്ടില്ല. പിന്നെ ഗൗരിയുടെ കല്യാണം അതെന്നേ കഴിഞ്ഞു രഘു. ഗൗരിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് നിന്നെപ്പോലെ ആണത്തമില്ലാത്ത ഒരുത്തനല്ല. എൻ്റെ രുദ്രനാണ് കഴുത്തിൽ താലി ചാർത്തിയത്, ഗൗരിയുടെ രുദ്രൻ. അവളുടെ വാക്കുകൾ കേട്ട രഘു അഗ്നി പോലെ ജ്വലിച്ചു. നീ എന്ത് പറഞ്ഞു? നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ് ആണെന്നോ? എന്നിട്ട് എവിടെയാണ് നിന്റെ മോൾ? അവൾ കണ്ടിട്ടുണ്ടോടി അവളുടെ തന്തയെ? നീ പറഞ്ഞ രുദ്രനെ? എന്താടി നിനക്ക് നാവിറങ്ങിപ്പോയോ? പറയടി. രഘുവിൻ്റെ വാക്കുകൾ കേട്ട ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും അവ ഒഴുകാൻ മടിച്ചു നിന്നു. അതെ, ഗൗരിക്കൊപ്പം ഇന്ന് രുദ്രനില്ല. എൻ്റെ മകൾ അവളുടെ അച്ഛനെ കണ്ടിട്ടുമില്ല. അത് ഗൗരിയുടെ തെറ്റ്. പക്ഷേ ആ തെറ്റിലേക്ക് ഗൗരിയെ കൊണ്ടെത്തിച്ചത് നീയല്ലേ? നിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തതിന് വില കൊടുക്കേണ്ടി വന്നതിൻ്റെ വില. നീ എന്ത് കരുതി? എല്ലാ കാലവും എല്ലാവരിൽ നിന്നും മറച്ചു പിടിക്കാമെന്നോ? നിന്റെ ചതി ഞാൻ അറിയാൻ വൈകി, അത് നേരാ. പക്ഷെ അത് അറിഞ്ഞ നിമിഷം മുതൽ ഈ ഗൗരി നിനക്ക് പിന്നാലെയുണ്ട് രഘു, നിന്റെ തകർച്ച കാണാൻ. ഗൗരി തുടങ്ങിയിട്ടുള്ളൂ രഘു. തുടക്കം തന്നെ നിന്റെ ഒടുക്കം കാണാൻ ഒരു ത്രില്ലില്ല. സ്വന്തം കാൽച്ചുവട്ടിൽ നിന്നും എല്ലാം ഇല്ലാതാകുന്നത് നീ കാണണം. അത് കണ്ട് ഗൗരിക്ക് ഉറക്കെ ചിരിക്കണം. എനിക്ക് മനസ്സ് തുറന്ന് ചിരിക്കണം. അവളുടെ വാക്കുകളിൽ പക നിറഞ്ഞിരുന്നു. എല്ലാം കേട്ടപ്പോഴുള്ള അവൻ്റെ ഭാവം കണ്ട് ആസ്വദിക്കുകയായിരുന്നു ഗൗരി. കൊള്ളാം, ആ തൊട്ടാവാടി ഗൗരിയിൽ നിന്നും ഇങ്ങനെയൊരു മാറ്റം അത് ഈ രഘുവിന് ഒരുപാട് ഇഷ്ടമായി. ഇപ്പോഴാണ് നിന്നെ നേടാൻ നീ പറഞ്ഞ പോലൊരു ത്രില്ല് വന്നത്. കാണാം ഗൗരി നമുക്ക് ജയം ആരുടെ ഒപ്പമാണെന്ന്. തൻ്റെ പതർച്ച ആസ്വദിക്കുന്ന ഗൗരിയെ കണ്ട് രഘു പറഞ്ഞു. ഇത് യുദ്ധമാണ് രഘു. ഈ യുദ്ധം ഗൗരി ജയിക്കാൻ വേണ്ടി കളിക്കുന്നതും. പിന്നെ നിനക്ക് ശ്രമിച്ചു നോക്കാം ജയിക്കാനായി. എന്നാലും നീ ജയിക്കില്ലല്ലോ രഘു. കാരണം നിന്റെ വിധി ഈ ഗൗരി എന്നെ എഴുതി കഴിഞ്ഞു. ഗൗരി ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അകത്തേക്ക് നടന്നു. ഗൗരിയുടെ വാക്കുകൾ ഓർക്കുന്തോറും രഘുവിന് തല വിരുത്ത് കയറുന്ന പോലെ തോന്നി. അതിലുപരി ഇതെല്ലാം അവൾ എങ്ങനെ അറിഞ്ഞുവെന്നും അവനെ ആശ്ചര്യപ്പെടുത്തി. ചതി, എവിടെയോ ചതി നടന്നിട്ടുണ്ട്. അല്ലാതെ ഗൗരി ആ രഹസ്യം അറിയാൻ വഴിയില്ല. ഉടനെയാണ് അവൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ ഒരു ചിന്ത പോയത്. രുദ്രൻ, അവൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് നരേട്ടൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണോ അവൻ്റെ ഈ വരവ്? അവൻ്റെ ബലത്തിലാണോ ഇത്രയും നാൾ മിണ്ടാതെ നടന്ന ഗൗരി ഇത്ര ധൈര്യത്തോടെ തന്നോട് കയർത്ത് സംസാരിച്ചത്? ഓരോ ചിന്തകളും അവൻ്റെ ഉള്ളിൽ നടുക്കം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ചിന്തകളുടെ ലോകത്തായിരുന്ന അർജുൻ മിത്ര തട്ടി വിളിച്ചപ്പോഴാണ് തിരികെ എത്തിയത്. അർജുൻ, നീ എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? മിത്രയുടെ മുഖത്തേക്ക് നോക്കി അർജുൻ അവളെ ഒന്ന് ചിരിച്ചു കാട്ടി. എന്താടാ നീ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം പറ. അവൻ്റെ മുഖത്തെ കൗശലം നിറഞ്ഞ ഭാവം കണ്ട് മിത്ര തിരക്കി. എനിക്കെന്തോ പറയാനുണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി മിത്ര? അവൻ ആകാംക്ഷയോട് ചോദിച്ചു. അതിനൊരു കാര്യമേ ഉള്ളൂ അർജുൻ. മിത്രയെ ഇന്നീ കാണുന്ന മിത്രയാക്കി മാറ്റിയത് നീയാണ്. നിന്നിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. എനിക്ക് നിന്നെ പഠിക്കാൻ പാടുണ്ടോ അർജുൻ? നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നതെന്തും ഈ മിത്രയ്ക്ക് മനസ്സിലാകും. അവൾ പറഞ്ഞത് കേട്ട അർജുൻ മനോഹരമായി പുഞ്ചിരിച്ചു. നീ പറഞ്ഞത് ശരിയാണ് മിത്ര. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. മിത്ര, നീ ഒരു വീട്ടിലേക്ക് ആദ്യമായി ചെല്ലുമ്പോൾ ആ വീട്ടിലെ പട്ടി നിന്നെ നോക്കി കുറച്ച് ഭയപ്പെടുത്തി എന്ന് കരുതുക. അർജുൻ, നീ എന്താണ് ഈ പറയുന്നത്? അവൻ പറഞ്ഞത് കേട്ട മിത്ര ഇടയ്ക്ക് കയറി. മിത്ര, നീ ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്ക്. ഞാൻ പറഞ്ഞ പോലെ പട്ടി നിന്റെ നേർക്ക് കുരച്ചുകൊണ്ട് വന്നു എന്ന് വയ്ക്കുക. അർജുൻ വീണ്ടും പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് സമ്മതിച്ചു. നീ പിന്നെ എപ്പോഴെല്ലാം അവിടെ ചെന്നാലും ആ പട്ടി നിന്നെ നോക്കി കുരയ്ക്കും. ഒരു ദിവസം നീ ചെന്നപ്പോൾ ആ പട്ടിയെ കണ്ടില്ല. അപ്പോൾ നീ എന്ത് ചെയ്യും മിത്ര? അർജുൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഫാസ്റ്റ്, ഞാൻ ആ പട്ടിയെ അവിടെ നോക്കും. പിന്നെ വീട്ടുകാരോട് അതെവിടെ പോയി എന്ന് ചോദിക്കും. അതല്ലേ ഞാനെന്നല്ല എല്ലാവരും ആദ്യം ചെയ്യുക. അവൾ പറഞ്ഞത് കേട്ട് അർജുൻ പുഞ്ചിരിച്ചു. അതെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നീ ചിന്തിച്ചു നോക്ക്. നമ്മൾ ഹാർബറിലേക്ക് പോയത് ഒരു കുരയ്ക്കുന്ന പട്ടിയെ പ്രതീക്ഷിച്ചാണ്. ബട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ അയാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം കാണുമെന്നും നമുക്ക് നേരെ കുരച്ചുകൊണ്ട് ചാടുമെന്നും പ്രതീക്ഷിച്ച അയാളെ മാത്രം നമ്മൾ കണ്ടില്ല. സോ നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെ ആകുന്നതല്ലേ നല്ലത്? അർജുൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം അത്ഭുതം കൊണ്ട് വിടർന്നു. യു മീൻ അക്ബർ അലി മരയ്ക്കാർ? അവൾ അർജുനോട് ചോദിച്ചു. അതേ മിത്ര, നമുക്കൊന്ന് കണ്ടു നോക്കാം അയാളെ, മരയ്ക്കാർ സാഹിബിനെ. അത് പറയുമ്പോൾ അർജുൻ്റെ കണ്ണുകൾ തിളങ്ങിയിരുന്നു. മുന്നിൽ വന്നുപെട്ട ഇരയെ കാണുമ്പോഴുള്ള വേട്ടക്കാരനെ പോലെ. ജോൺസാ, രഘു ആടാ. നിന്റെ ചേട്ടൻ ജോസ് എവിടെയാ? രഘു ഡ്രൈവിങ്ങിനിടെ ഫോൺ ചെയ്ത് സംസാരിച്ചു. ആരിത്? രഘുവേട്ടനോ? എത്ര കാലമായി ഒന്ന് കണ്ടിട്ട് രഘുവേട്ട. ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയില്ലോ? എടാ, നിന്റെ പ്രസംഗം കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. നിന്റെ ചേട്ടൻ അവനെവിടെയുണ്ട്? രഘുവിൻ്റെ സ്വരം കടുത്തിരുന്നു. അപ്പോൾ സംഭവം സീരിയസ് ആണല്ലോ രഘുവേട്ട. അവൻ്റെ സ്വരത്തിലെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ജോൺസൺ പറഞ്ഞു. അതേടാ, അല്പം സീരിയസ് തന്നെയാ. ഒരു മൂരിക്കുട്ടനെ അറക്കണം. റേറ്റ് എത്രയായാലും അതങ്ങ് തരും.
നിന്റെ ചേട്ടൻ ചോദിക്കുന്ന റേറ്റ്. ശേ, അങ്ങനെ പറയാതെ രഘുവേട്ടാ. രഘുവേട്ടൻ പറഞ്ഞാൽ പിന്നെ അതിനൊരു അപ്പീല് ജോസിനും പിള്ളേർക്കും ഇല്ലെന്നറിയാലോ. രഘുവേട്ടന് വേണ്ടി എത്ര മൂരിക്കുട്ടന്മാരെ അറുത്തിട്ടുള്ളതാ ജോസേട്ടനും ഞാനുമൊക്കെ. ജോൺസാ, ഇതൽപ്പം വീര്യം കൂടിയ ഇനമാ. അപ്പോൾ ജീവനോടെ ഇറക്കണം. അപ്പോഴേ അറക്കാനൊരു ഹരമുണ്ടാകൂ. അതൊക്കെ നമ്മൾ ഏറ്റു രഘുവേട്ടൻ. ആളെ ഒന്ന് കാട്ടിത്തന്നാൽ മതി, ബാക്കി ജോസേട്ടൻ നോക്കിക്കോളൂ. ആദ്യം ജോസ് എവിടെയുണ്ടെന്ന് നീ പറ. അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചൂടാകാതെ എൻ്റെ രഘുവേട്ടാ. ജോസേട്ടൻ ഞായറാഴ്ച സെൻറ് ജോർജ് പള്ളിയിൽ പാട്ടുകുർബാന കൂടാൻ പോകുന്നത് രഘുവേട്ടന് അറിയാത്തതല്ലോ. രഘുവേട്ടൻ ടെൻഷനാകണ്ട. ജോസേട്ടൻ ഒരു കാര്യമേറ്റാ ഏറ്റതാ. അതിപ്പോൾ പുണ്യാളൻ എന്ന് പറഞ്ഞാൽ പോലും ജോസേട്ടൻ വാക്കുമാറ്റൂല. അതുകൊണ്ടല്ലടാ ഞാൻ ജോസിനെ തന്നെ ഇത് ഏൽപ്പിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആശിച്ചത് എനിക്ക് കിട്ടാതെ പോയത് ഇവൻ കാരണമാ. രുദ്രൻ കൊല്ലണമാണോ അതിൻ്റെ മോനെ? പക്ഷേ ചാവ് അതെൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കണം. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? രഘുവിൻ്റെ വാക്കുകളിൽ പക നിറഞ്ഞിരുന്നു. പാളിപ്പോയാ. നിന്റെ ചേട്ടൻ വെട്ടുകാരൻ ജോസിനെ അറുക്കുന്നത് ഈ രഘുവായിരിക്കും. അത് ഓർമ്മ വേണം നിനക്കും നിന്റെ ചേട്ടനും. അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ ജോൺസന്റെ ഫോണിലേക്ക് രുദ്രന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. നോട്ടിഫിക്കേഷന്റെ ശബ്ദം കേട്ട് മെസ്സേജ് നോക്കിയ ജോൺസൺ രുദ്രന്റെ ഫോട്ടോ കണ്ട് ചിരിച്ചു. കൊള്ളാം, ഗ്ലാമറൊക്കെ ഉണ്ട്. പക്ഷെ ആയുസധികം കൊടുത്തിട്ടില്ലല്ലോ പുണ്യാള, അവൻ സ്വയം പറഞ്ഞു ചിരിച്ചു. എന്താടാ നീ ഫോണും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? വല്ല ടിക്ടോക്ക് വീഡിയോയുമാണോ? ജോസിന്റെ ശബ്ദം കേട്ടാണ് ജോൺസൺ തിരിഞ്ഞു നോക്കിയത്. ചേട്ടാ, ഇതെങ്ങെത്തിയോ? ഇതൊരു മൂരിക്കുട്ടൻ. ഇവനെ നല്ല ഫ്രഷ് ആയിട്ട് ജീവനോടെ ഇറക്കണം. ഇപ്പോൾ ഓർഡർ കിട്ടിയതേ ഉള്ളൂ, അതും ചേട്ടായിക്കുള്ളതാ. പൊന്നാര മോനെ, നീ ജോസിന് വേണ്ടി പണി പിടിക്കുന്നോ? ഈ കൊച്ചിയിൽ ജോസ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ആ ജോസിന് ഫോണിൽ കൂടെ വിലയിട്ടത് തന്തയ്ക്ക് മുമ്പുണ്ടായ ഏത് മൊറ്റവനാടാ? ജോസ് തൻ്റെ രോഷം മുഴുവനും അവനോട് തീർത്തു. എൻ്റെ ചേട്ടാ, ഇത് നമ്മുടെ രഘുവേട്ടൻ്റെ കൊട്ടേഷനാ. അങ്ങേരുടെ സ്വന്തം ഇടപാടാന്നാ പറഞ്ഞേ. കോപ്പേ, എൻ്റെ തന്തയുടെ രണ്ടാമത്തെ മോനെ, നീ ആദ്യം പറയേണ്ടത് ഇതല്ലേ? നീയൊക്കെ ഇനി ഏത് കാലത്ത് നന്നാവാനാടാ? ചേട്ടായി, ഇതേ ഒരുമാതിരി അപ്പനെ പോലെ സംസാരിക്കില്ലേ? ജോസ് പറയുന്നത് കേട്ട് ജോൺസൺ ദേഷ്യപ്പെട്ടു. നീ കിടന്ന് ചലക്കാണ്ട് അവൻ്റെ ഫോട്ടോ കാണിക്കടാ. അത് കേട്ടതും ജോൺസൺ അവന് രുദ്രൻ്റെ ഫോട്ടോ കാട്ടിക്കൊടുത്തു. ഇത് ചെറിയ പയ്യനാണല്ലോടാ കൊച്ചെറുക്ക. എൻ്റെ ചേട്ടായി, കണ്ടിട്ടൊരു പഴയ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. അവൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, നീ ഇപ്പോൾ തന്നെ നമ്മുടെ പിള്ളേർക്കെല്ലാം ഇവൻ്റെ പടം അയച്ചോട്. രഘുസാറ് പറഞ്ഞ പിന്നെ ജോസിന് മറുത്ത് പറഞ്ഞ് ശീലമില്ല. അതൊക്കെ എപ്പോഴും എത്തി ചേട്ടായി. അതൊക്കെ പോട്ട്, നമ്മൾ കൊണ്ടുവന്നവൻ എന്തേടാ ഒപ്പിട്ടോ? ജോസ് അവനെ നോക്കി ചോദിച്ചു. ഇല്ല ചേട്ടായി, അവൻ സമ്മതിക്കില്ലെന്ന്. അവൻ മനക്കാരെ കണ്ടോളാന്ന്. അത് കേട്ട ജോസ് ജോൺസനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. സുഖമാണോ സൂരജ് സാറേ? അകത്തെത്തി കസാരയിൽ ചാരിയിരിക്കുന്ന സൂര്യ കൺസ്ട്രക്ഷൻ ഉടമ സൂരജ് നാരായണനെ നോക്കി ജോസ് ചോദിച്ചു. നീ നിന്റെ അനിയനും ഓലപ്പാമ്പ് കാട്ടിയെ പേടിക്കുന്നവനല്ല ഈ സൂരജ്. അവൻ വീറോടെ ജോസിനെ നോക്കി പറഞ്ഞു. അപ്പോൾ സാറിന് സ്ഥലം കൊടുക്കാൻ ഒരു ഉദ്ദേശവുമില്ലാലേ? ഓശാരത്തിനൊന്നുമല്ലല്ലോ, അങ്ങ് ഒപ്പിട്ട് കൊടുത്തേര്. ജോസ് പറഞ്ഞത് കേട്ട് സൂരജ് ഒന്ന് ചിരിച്ചു. ജോസേ, കൊച്ചിയിലെ രാജാവ് ജോസല്ല, അലി മരക്കാരാണെന്ന് പറയുന്നു. അപ്പോൾ സൂരജ് ആര് പറയുന്നത് കേൾക്കും? മരക്കാരോ അതോ ഈ ജോസോ? സൂരജേ, നിനക്കെൻ്റെ അപ്പൻ ആരാണെന്ന് അറിയാവോ? സൂരജിനെ നോക്കിക്കൊണ്ട് ജോസ് ചോദിച്ചു. അത് കേട്ട് സൂരജ് അവനെ ഒന്ന് നോക്കി. നീ തല പോയിക്കൊന്നും വേണ്ട, എൻ്റെ അപ്പൻ ഫിലിപ്പ്. വലിയ പുള്ളിയൊന്നുമല്ല. പണ്ട് ഞായറാഴ്ചകളിൽ കുർബാന കഴിഞ്ഞ് പള്ളി പിരിയുമ്പോൾ ആൾക്കാരുടെ ഒരു ഓട്ടമുണ്ട്. എന്തിനാ? ഫിലിപ്പ് ഇറക്കുന്ന നല്ല ഒന്നാന്തരം പോത്തിൻ്റെ ഇറച്ചി വാങ്ങാൻ. അപ്പൻ്റെ കൂടെ പോത്തിനെ വെട്ടിയും കൂടത്തിനടിച്ച് കൊല്ലാൻ കയറി പിടിച്ചു കൊടുത്തും തുടങ്ങിയവനായി ജോസ്. അപ്പൻ ചത്തേ പിന്നെ ജോസായി അല്ല. ഒരിക്കൽ ജോസിനോട് കയറി ഒരുത്തനങ്ങ് കോർത്തു. അവനതിൻ്റെ ഒരു കാര്യവുമില്ലായിരുന്നു, കാശിൻ്റെ നെകളിപ്പ്. പിന്നെ ജോസ് ഒന്നും നോക്കിയില്ല. ചൊറിഞ്ഞു വന്നവൻ്റെ പള്ളക്ക് നോക്കി തന്നെ കയറ്റി, അതും എല്ലു മുറിക്കുന്ന കത്തികൊണ്ട്. അവൻ്റെ പള്ളക്ക് കത്തി കയറ്റുമ്പോൾ ജോസിന് കിട്ടിയൊരു ഹരമുണ്ട്. അന്നു മുതൽ തുടങ്ങിയതാ ജോസ് ഈ പണി. ഇത് നിർത്താൻ മരക്കാരല്ല, ഏത് മറ്റവും വന്നാലും ജോസിന് വെറും ദേ ഇതാ. അതും പറഞ്ഞ് ജോസ് തൻ്റെ മൂക്കിന് താഴെയുള്ള രോമം പറിച്ച് സൂരജിന് നേരെ എറിഞ്ഞു. അത് കണ്ടിട്ടും സൂരജ് ചിരിക്കുകയാണ് ചെയ്തത്. ജോസേ, എനിക്ക് നിന്നോടൊരു വിരോധവുമില്ല. നിങ്ങൾ തമ്മിൽ തല്ലിൽ തീർക്കാനുള്ളത് ആദ്യം അങ്ങ് തീർക്ക്, എന്നിട്ട് നീ വാ. അപ്പോൾ ആലോചിക്കാൻ സ്ഥലം തരണോ വേണ്ടയോ എന്ന്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോടാ നാറി. തമ്മിലടുപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു. ജോൺസാ, നീ രാവിലെ വെട്ടിയ പോത്തിൻ്റെ തലയിങ്ങ് എടുക്കടാ. ഈ നായിൻ്റെ മോനൊരു പാഠം പഠിപ്പിക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജോസ് പറഞ്ഞത് കേട്ടതും വെട്ടിവെച്ച പോത്തിൻ്റെ തലയോടും കൊണ്ട് ജോൺസൺ അവിടേക്ക് എത്തിയിരുന്നു. ജോൺസാ, നീ അതിങ്ങ് താ, എന്നിട്ട് ഞാനൊരു പണി കാണിക്കാം. സൂരജിനെ നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞു. അവൻ്റെ ചുവന്ന കണ്ണുകൾ കണ്ടതും സൂരജിന് ഭയം തോന്നിയിരുന്നു. പക്ഷേ ജോസിൻ്റെ ഭാവം കണ്ട് ജോൺസനൊന്നും മനസ്സിലായില്ല. ചേട്ടായി എന്നതാ ചെയ്യാൻ പോണേ? അവനവൻ്റെ സംശയം ജോസിനോട് ചോദിച്ചു. കൊച്ചർക്ക, നീയൊക്കെയല്ലേ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്? നീ നോക്കിക്കോ, ഞാൻ നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയലിലെ സീൻ കാണിക്കാൻ പോകുക. ജോസ് പറഞ്ഞിട്ടും ജോൺസന് കാര്യം മനസ്സിലായില്ല. പൊട്ടാ, നമ്മുടെ ലാലേട്ടൻ
ഇരുട്ടത്ത് പോത്തിൻ്റെ കൊമ്പുകൊണ്ട് ഒരുത്തനെ കുത്തുന്നത് കണ്ടിട്ടില്ലേ? ജോസ് ആ പോത്തിൻ്റെ തലയോട് മുഖത്തേക്ക് വെച്ച് തല കുലുക്കിക്കൊണ്ട് ആക്ഷൻ കാണിച്ചു. ചേട്ടായി ഇന്ന് തകർക്കും. കേട്ടോ സൂര്യ സാറേ, പണ്ട് UP സ്കൂളിൽ പഠിക്കുമ്പോൾ മികച്ച നടനായിരുന്നു ചേട്ടായി. ഡാ പിള്ളേരെ വാടാ, ദേ ചേട്ടായി ഇവിടെ ഒടിയാൻ കളിക്കാൻ പോണു. അവൻ പുറത്തേക്ക് നോക്കി വിളിച്ചു. അത് കേട്ട് അവരുടെ കൂട്ടാളികളും അങ്ങോട്ടേക്ക് എത്തി. ഇതെല്ലാം കേട്ട് സൂരജ് പേടിച്ചു പോയി. അവൻ പകപ്പോടെ ജോസിനെ നോക്കി. അപ്പോൾ എങ്ങനെയാ സൂരജ് സാറേ, തുടങ്ങിയാലോ? എടാ പിള്ളേരെ, ക്നാപ്പ് ചെയ്യടാ, ക്നാപ്പ്. സൂരജ് സാറിനൊരു ഊർജ്ജമൊക്കെ വരട്ടെ. പോത്തിന്റെ തലയോട് മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തലയാട്ടി മുന്നോട്ട് വന്നു. അത് കണ്ടതും സൂരജ് ഭയന്ന് വിറച്ചു. ജോസെ വേണ്ട, വേണ്ടടാ. സൂരജ് ഭയന്ന് പിന്നിലേക്ക് നടന്നുകൊണ്ടേയിരുന്നു. അവൻ രക്ഷപ്പെടാനായി ചുറ്റും പരതി. എന്നാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ചെന്നായ്ക്കളെയാണ് അവന് ചുറ്റുമുണ്ടായത്. സൂരജിന്റെ അടുത്തെത്തിയതും ജോസിനെ ജോൺസൺ പിൻവിളി വിളിച്ചു. ഓ നശിപ്പിച്ചവൻ, എന്തടാ നാറി, ഒരു കാര്യം ചെയ്യുമ്പോൾ പിന്നീന്ന് വിളിക്കുന്നോ? അല്ല ചേട്ടായി, ചേട്ടായിക്ക് ജല്ലിക്കെട്ടാ ചേരുന്നേ, അതഭിനയിച്ചാ മതി. അതെന്താടാ? ജോസ് സംശയത്തോടെ അവനെ നോക്കി. ഓ എൻ്റെ ചേട്ടായി, നമ്മുടെ ലിജോ ചേട്ടൻ്റെ സിനിമയില്ലേ ജല്ലിക്കെട്ട്, ആ പോത്തിട്ട് ഓടിക്കുന്നത്? അവൻ പറഞ്ഞു നിർത്തി. അത് കൊള്ളാടാ, ജല്ലിക്കെട്ടെങ്കിൽ ജല്ലിക്കെട്ട്. പിള്ളേരെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടടാ. അതും പറഞ്ഞ് ജോസ് പോത്തിൻ്റെ തലയോട് വീണ്ടും മുഖത്തോട് ചേർത്ത് മുന്നോട്ട് നടന്നു. അത് കണ്ടതും ചുറ്റുമുള്ളവർ ശബ്ദമുണ്ടാക്കി. ഈ സമയം ഭയന്ന് വിറച്ച സൂരജ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ജോസെ വേണ്ടടാ, എവിടെ വേണേലും ഒപ്പിട്ട് തരാടാ. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും ആരും അത് ചെവി കൊണ്ടില്ല. തിരികെ ജോസിനെ വെട്ടിച്ച് ജോൺസന്റെ അരികിലെത്തിയ സൂരജിനെ അവൻ ചവിട്ടി താഴേക്കിട്ടുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ജി 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 ജി. പിടഞ്ഞെഴുന്നേറ്റ് സൂരജ് കണ്ടത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ജോസിനെയാണ്. അവനെ കണ്ട് സൂരജ് തിരിഞ്ഞോടിയതും ജോസ് പോത്തിന്റെ കൊമ്പുകൾ അവൻ്റെ പിന്നിൽ കുത്തിക്കയറ്റിയിരുന്നു. വേദന കൊണ്ട് സൂരജ് അലറി വിളിച്ചതും ജോസ് കൊമ്പ് വലിച്ചൂരിയെടുത്തിട്ട് അവൻ്റെ കുത്തിന് പിടിച്ചു നിർത്തി. നിന്ന് ചാകാൻ നിൽക്കാതെ ഒപ്പിട്ട് കൊടുത്തിട്ട് പോടാ നായേ, അല്ലേ നീ ഇവിടെ കിടന്ന് ചത്തൊടുങ്ങും. ഒരുത്തനും വരില്ല നിന്നെ രക്ഷിക്കാൻ. അതും പറഞ്ഞ് ജോസ് അവനെ വലിച്ചെറിഞ്ഞതും ജോസിന്റെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്ത് കാതിൽ വെച്ചതും മറുസൈഡിൽ നിന്നും കേട്ട വാക്കുകൾ ജോസിന്റെ മുഖത്ത് പുഞ്ചിരി പടർത്തി. കോള് കട്ട് ചെയ്തവൻ ജോൺസനെ നോക്കി. ഇന്ന് പാട്ടുകുർബാനയ്ക്ക് പോയത് വെറുതെ ആകില്ലല്ലോ കൊച്ചെറുക്ക, പുണ്യാളൻ ജോസിന്റെ കൂടെയാ. ജോൺ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ ജോൺസൺ നിന്നു. അത് കണ്ടതും ജോസ് പറഞ്ഞു തുടങ്ങി, നമ്മുടെ ഇര വന്ന് ചാടിയിട്ടുണ്ടടാ, അവൻ രുദ്രൻ. വീശിയടിക്കുന്ന കടൽക്കാറ്റേറ്റ് നടന്ന രുദ്രൻ തീരത്തോട് ചേർന്നുള്ള ചെറിയ ചായക്കടയിലേക്ക് കയറി. ചേട്ടാ ഒരു സ്ട്രോങ് ചായ. അവൻ അകത്തുണ്ടായിരുന്ന ബെഞ്ചിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. 70 പ്രായം തോന്നുന്നൊരു വയോധികനാണ് അവിടെ ചായ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത്. രുദ്രൻ പറഞ്ഞത് കേട്ടതും അയാൾ അവനൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് ഗ്ലാസ് എടുത്ത് അതിൽ പഞ്ചസാര ഇട്ട ശേഷം തിളച്ചു കിടന്ന പാലാൽ പാത്രത്തിൽ നിന്നെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. പിന്നീട് തേയിലവെള്ളം പകർന്ന ശേഷം അയാൾ ചായ അടിച്ച് അവന് കൊടുത്തു. ഒരു ചിരിയോടെ അവൻ ചായ വാങ്ങി ഊതി കുടിക്കാൻ തുടങ്ങി. ചേട്ടാ നല്ല സൂപ്പർ ചായ, കടുപ്പവും മധുരവും പെർഫെക്റ്റ്. വർഷം കുറേ ആയില്ലേ മോനെ ഈ ചായക്കടയുമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. മോന് കടി എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട ചേട്ടാ. ചേട്ടൻ എത്ര കാലമായി ഇവിടെ? എൻ്റെ അപ്പൻ തുടങ്ങിയതാണ് മോനെ ഈ കട. അപ്പന് വയ്യാതായപ്പോൾ ഞാൻ ഏറ്റെടുത്തു. മക്കളെ പഠിപ്പിച്ചതും കെട്ടിച്ചു വിട്ടതുമെല്ലാം ഇതുകൊണ്ട് കിട്ടിയ വരുമാനം കൊണ്ടാ. അവർക്ക് ജോലിയൊക്കെ കിട്ടിയപ്പോൾ അപ്പന് പ്രായമായില്ലേ, എല്ലാം നിർത്തി വീട്ടിലിരിക്കാൻ പറഞ്ഞു. ആയ കാലം മുതൽ ഇതുകൊണ്ട് ജീവിച്ചതല്ലേ മോനെ. ഇത് നിർത്തി വീട്ടിലിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ആവുന്ന കാലത്തോളം ഇങ്ങനെ അങ്ങ് പോകും. അതാ അതിൻ്റെ ശരി ചേട്ടാ. വയസ്സായാലും എന്തെങ്കിലും ആവശ്യത്തിന് മക്കളുടെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ. മോൻ പറഞ്ഞത് നേരാ. അല്ല മോനെ, ഇവിടെ മുൻപ് കണ്ടിട്ടില്ലല്ലോ, പുതുതായി പണിക്ക് വന്നതാണോ? അല്ല ചേട്ടാ, ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വാങ്ങി വിൽക്കുന്ന ഏർപ്പാടാ. ഇവിടെ ഈ കപ്പൽ കണ്ടം ചെയ്ത് പൊളിക്കുന്നതുമൊക്കെയായി കുറേ സാധനം കാണുമല്ലോ, അതൊക്കെ നോക്കിയൊന്ന് വില പറയാമെന്ന് വെച്ചാ. എൻ്റെ കൂട്ടുകാരൻ ഇതേക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഒന്ന് വന്ന് നോക്കിയേക്കാമെന്ന് തോന്നി. അയ്യോ മോനെ, ഇവിടെ ഇങ്ങനെയുള്ള ഏർപ്പാട് നടത്തുന്നത് അവനാ, ആ യാർഡ് മുരുകൻ. ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ അവനെ പോയി കണ്ടാൽ മതി. ഈ കപ്പലിൻ്റെയും ബോട്ടിൻ്റെയും സ്പെയർ പാർട്സൊക്കെ വിൽക്കുന്ന പണിയും അവനുണ്ട്. അവൻ ആ കപ്പൽ പൊളിക്കുന്ന യാർഡിൽ കാണും ഏത് നേരവും. പിന്നെ ഇച്ചിരി താണു കൊടുത്ത് നിന്നാൽ മതി. ഏത് നേരത്തെ അവൻ്റെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ശരി ചേട്ടാ, ഞാൻ പോയി കണ്ടിട്ട് നോക്കട്ടെ. അതും പറഞ്ഞവൻ അയാൾക്ക് ചായയുടെ കാശ് കൊടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവൻ പോകുന്നത് നോക്കി അയാൾ അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മുന്നിലേക്ക് എത്തിയ അനൂപിനെ നോക്കി അർജുൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. എന്താടോ, തൻ്റെ സാഹിബിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് മണിക്കൂർ കുറേ ആയല്ലോ. ഇനി ആനയും അമ്പാരയുമായി ചെന്നാലേ ദർശനം കിട്ടൂ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല സാർ, മരക്കാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എവിടാണെന്ന് ആർക്കും അറിയാനും പാടില്ല. അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ലല്ലോ അനൂപേ. അർജുൻ തൻ്റെ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യമാണ് സാർ, രാവിലെ മുതൽ മരക്കാരെ ആരും കണ്ടിട്ടില്ല. അത് കുഴപ്പമാണല്ലോ അനൂപേ. സാർ താൻ പേടിക്കാതടോ അനൂപേ, ഒരാളെ കാണാനില്ലല്ലോ. അയാളെ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ. അപ്പോൾ നമുക്കങ്ങ് ഇറങ്ങി അന്വേഷിച്ചാലോ?
ഇങ്ങോട്ട് വിളിച്ചാൽ വരാത്തവരെ അങ്ങോട്ട് പോയി കാണണം, അതാ അതിൻ്റെ ഒരു രീതി. പോകാം സാർ. അനൂപ് അർജുനെ നോക്കി പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടുന്ന് തുടങ്ങും അനൂപ് സാറേ? സാറിൻ്റെ ചങ്കല്ലേ മരയ്ക്കാറ്? അർജുൻ്റെ ചോദ്യം കേട്ട് അനൂപ് ഒരു നിമിഷം ചിന്തിച്ചു നിന്ന ശേഷം പറഞ്ഞു, അബു, മരയ്ക്കാരുടെ വലങ്കയ്യാണ് അവൻ. അവനറിയാതെ മരയ്ക്കാർ എങ്ങും പോകില്ല. ദാറ്റ്സ് ഗുഡ് അനൂപ്. അപ്പോൾ അബുവിനെ നമ്മൾ ഒരുമിച്ച് കാണുന്നു. കസാരയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ തൻ്റെ ഫോൺ കയ്യിലെടുത്ത് അശോകിനെ വിളിച്ചു. അശോക്, എനിക്കൊരാളുടെ നമ്പർ ട്രേസ് ചെയ്യണം. അതും പറഞ്ഞ് അയാൾ അനൂപിനെ ഒന്ന് നോക്കി. ഡോ, ആ മരയ്ക്കാരുടെ നമ്പർ പറ. 1 മൊമെന്റ് സാർ. അതും പറഞ്ഞ് തൻ്റെ മൊബൈലിൽ നോക്കി അശോകിന് നമ്പർ പറഞ്ഞു കൊടുത്തു. അശോക്, നമ്പർ കിട്ടിയില്ലേ? ഇനി ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന്. മറുവശത്ത് നിന്നും അശോകിൻ്റെ പൊട്ടിച്ചിരി കേട്ടതും അർജുൻ ഫോൺ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെ അനൂപേ, നമുക്കങ്ങ് പോയാലോ? അർജുൻ ചോദിച്ചത് കേട്ട് അനൂപ് സമ്മതമെന്ന് തലകുലുക്കി. ഇരുവരെയും കൊണ്ട് അർജുൻ്റെ ഇനോവ മുന്നോട്ട് കുതിച്ചു. ജീപ്പ് യാർഡിലെ കോമ്പൗണ്ടിലെത്തി നിന്നതും രുദ്രൻ പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കി. അവിടെ അടുത്ത് കണ്ട ഒരു ജോലിക്കാരൻ്റെ അടുത്തേക്ക് നടന്നു. ചേട്ടാ, ഈ മുരുകനെ ഒന്ന് കാണാൻ പറ്റുമോ? അയാൾ അവനെ നോക്കിയിട്ട് ചോദിച്ചു. നിങ്ങളാരാ? ചേട്ടാ, ഞാൻ അല്പം ദൂരേന്നാ. ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങാനായിരുന്നു. ഓ, അതിനായിരുന്നോ? നേരെ പോയി ഇടത്തേക്ക് തിരിഞ്ഞാൽ മതി, അണ്ണൻ അവിടെ ഉണ്ടാകും. രുദ്രൻ പറഞ്ഞത് കേട്ട് അയാൾ പറഞ്ഞു. എന്നാ ശരി ചേട്ടാ, ഞാൻ ആളെ ഒന്ന് കാണട്ടെ. അത്രയും പറഞ്ഞവൻ അയാൾ പറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. ഇടത്തേക്ക് തിരിഞ്ഞതും അവൻ കണ്ടു 5 പേരിരുന്ന് ചായ കുടിക്കുന്നത്. അത് കണ്ട് രുദ്രൻ ഒരു ചിരിയോടെ അവിടേക്ക് നടന്നു. ചേട്ടാ, ഈ മുരുകൻ ഇതിലാരാ? ഈ യാർഡ് മുരുകൻ. പുറകിൽ നിന്നുയർന്ന ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നയാളെ അവരൊന്ന് നോക്കി. നീ ഏതാടാ? അണ്ണനെ കയറി വട്ടപ്പേര് വിളിക്കാറായോ? അതിലൊരാൾ എഴുന്നേറ്റ് നിന്ന് രുദ്രന്റെ കുത്തിനു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചുമ്മാതിരിയന്റെ പീറ്ററെ. രുദ്രനോട് ദേഷ്യപ്പെട്ടവനെ തടഞ്ഞുകൊണ്ട് മുരുകൻ രുദ്രനെ നോക്കി. നീ പറഞ്ഞ യാർഡ് മുരുകൻ, അത് ഞാനാ. എന്താ കാര്യം? അത് മുരുകൻ ചേട്ടാ, എനിക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ മറിച്ച് വിൽക്കുന്ന ഏർപ്പാടുണ്ട്. അങ്ങനെ ചേട്ടൻ്റെ പേര് കേൾക്കുന്നത്. ചേട്ടന് വരുന്ന സാധനങ്ങൾ അത് ഞാൻ എടുത്തോളാം. നല്ല കമ്മീഷനും ചേട്ടന് തന്നേക്കാം. രുദ്രനെ മുരുകനൊന്ന് ഇരുത്തി നോക്കി. എനിക്കാ പണിയൊന്നുമില്ല. നിന്നോടാരാ ഈ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞേ? അത് വിട് ചേട്ടാ, നമുക്കൊരു ധാരണയിലെത്താന്നേ. ചേട്ടനും ഗുണമുള്ള കാര്യമല്ലേ, പിന്നെന്താ? രുദ്രൻ പറഞ്ഞത് കേട്ട് മുരുകനൊന്ന് ചിരിച്ചു. നീ ആള് കൊള്ളാലോ. നിന്റെ മെയിൻ പണി ഇത് തന്നെയാണോ? അതെ ചേട്ടാ, സെക്കൻഡ് ഹാൻഡ് കച്ചവടം തുടങ്ങിയിട്ട് കുറേയായി. ഇതിനിടയിലാ ചേട്ടനെ പറ്റി കേട്ടത്. എന്നാ നഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ, ഒന്ന് വന്ന് കണ്ടേക്കാന്ന് കരുതി. ഞാൻ പറഞ്ഞത് നിന്റെ കച്ചവടത്തെക്കുറിച്ചല്ല. മുരുകൻ പറഞ്ഞത് മനസ്സിലാകാതെ രുദ്രൻ അവനെ നോക്കി. നിന്റെ നാക്കുകൊണ്ട് ആളെ കയ്യിലെടുക്കുന്ന പരിപാടിയെക്കുറിച്ചാണ്. എൻ്റെ ചേട്ടാ, കഞ്ഞി കുടിച്ചു പോകണ്ടേ? അതിനെ ഈ നാക്കുകൊണ്ട് വായിട്ടടിച്ചാലല്ലേ വല്ലതും നടക്കോ? അത് കേട്ട മുരുകനൊന്ന് ചിരിച്ചു. അപ്പോൾ എന്താ നിനക്ക് വേണ്ടത്? ഇവിടെ ഈ കണ്ടം ചെയ്ത കപ്പലും ബോട്ടുമൊക്കെ പൊളിച്ചു വിൽക്കുന്നതും പിന്നെ അറ്റകുറ്റപ്പണിയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ പാർട്സൊക്കെ ഇരുമ്പ് വിലയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും. അപ്പോൾ ഈ എൻജിൻ പാർട്സ് മറിച്ചു കൊടുക്കുന്ന പണിയുണ്ടല്ലോ ചേട്ടന്. എനിക്കൊരു എൻജിൻ സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ ചേട്ടാ? പഴയ അമേരിക്കൻ മോഡൽ, ഈ 71 യുദ്ധക്കപ്പലിനൊക്കെ പറ്റിയത്. വില എത്രയാന്ന് പറഞ്ഞോ, ഞാൻ തരാം. പക്ഷെ ആരും അറിയരുത്. രുദ്രൻ പറഞ്ഞത് കേട്ട് മുരുകനൊന്ന് ഞെട്ടിയെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് രുദ്രനെ നേരെ കുതിച്ചു. അതേടാ നാറി, ഈ മുരുകൻ പല കളി കളിച്ചിട്ട് ഇവിടം വരെ എത്തിയത്. നീ പറഞ്ഞ പോലെ ഞാൻ മറിച്ചു വിൽക്കുകയോ മോഷ്ടിച്ചു വിൽക്കുകയോ ഒക്കെ ചെയ്യും. അത് ഈ മുരുകന്റെ ഇഷ്ടം. അത് ചോദ്യം ചെയ്യാനൊരു നായിന്റെ മോനും ഈ ആടിൽ കയറി വരണ്ട. മുരുകൻ ദേഷ്യപ്പെടുന്നതൊരു ചിരിയോടെ രുദ്രൻ നോക്കിക്കണ്ടു. എൻ്റെ മുരുകൻ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ ചൂടാകാതെ. ഞാനതിന് ചേട്ടനെ ഒന്നും പറഞ്ഞില്ലല്ലോ. എടാ കോപ്പേ, നീ മുരുകനോട് ഉണ്ടാക്കാൻ നിൽക്കാതെ വന്ന വഴി പോകാൻ നോക്ക്, അല്ലേ നിന്റെ തടി കേടാവും. അങ്ങനെ പറയാതെ ചേട്ടാ, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നടത്താതെ പോകുന്ന ശീലം എനിക്കില്ല. രുദ്രൻ അവനെ നോക്കി പറഞ്ഞു. ദേഷ്യം കൊണ്ട് വരച്ച മുരുകൻ രുദ്രനെ നോക്കി ഒപ്പമുണ്ടായവരോട് അലറി. തല്ലിക്കൊല്ലട ഈ പട്ടിയെ. മുരുകന്റെ ഒപ്പമുണ്ടായിരുന്നവർ മുന്നോട്ട് വന്നതും രുദ്രൻ ആദ്യമെത്തിയവന്റെ കഴുത്തിന് നോക്കി തൻ്റെ കൈകൊണ്ട് വെട്ടിയിരുന്നു. ഒന്ന് അലറിക്കരയാൻ പോലും ആകാതെ നിലത്തേക്ക് വീണ് അവനെ കണ്ട് എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി നിന്നു. അത് കണ്ട് രുദ്രൻ അവരെ നോക്കി ചിരിച്ചതും മറ്റുള്ളവർ ദേഷ്യം കൊണ്ട് വിറച്ചു. രുദ്രനെ നോക്കി പാഞ്ഞു വന്ന 3 പേരെ ഞൊടിയിടയിൽ അവൻ തൻ്റെ കൈക്കരുത്തുകൊണ്ട് കീഴ്പ്പെടുത്തിയിരുന്നു. ഒടുവിലായി വന്ന മുരുകൻ രുദ്രനെ തൻ്റെ കയ്യിലെ കത്തി ഉപയോഗിച്ച് കുത്താൻ ശ്രമിച്ചെങ്കിലും അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അത് കണ്ട മുരുകൻ വീണ്ടും രുദ്രന് നേരെ കത്തി വീശി. പക്ഷെ ഇത്തവണ രുദ്രന്റെ പിടി മുരുകന്റെ കയ്യിൽ വീണരുത്. അവൻ പിടിമുറക്കിയതും കത്തി പിടിച്ചിരുന്ന മുരുകന്റെ കൈ താനെ അയഞ്ഞിരുന്നു. താഴേക്ക് വീണ കത്തി രുദ്രൻ തൻ്റെ ഇടത് കൈയിൽ പിടിച്ചെടുത്തു. പിന്നീട് അവൻ മുരുകന്റെ കഴുത്തിന് നേർക്ക് കൊണ്ടുവന്നു. ഇനി പറ മുരുക, ആർക്ക് വേണ്ടിയാണ് നിന്റെ ലാസ്റ്റ് കൺസൈൻമെന്റ് പോയത്? എനിക്കറിയില്ല സാർ, മുരുകൻ തപ്പിത്തടഞ്ഞു പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടതും രുദ്രൻ അവനെ നോക്കി ചിരിച്ചു. കത്തിമുനയിലും നിന്റെ ഈ ചങ്കുറ്റമുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് പറയുമ്പോൾ നീ ഓർത്തില്ല, മുന്നിൽ നിൽക്കുന്നത് നിന്റെ മരണമാണെന്ന്. മുരുക, നിനക്കെല്ലാം പറയാൻ ഒരു അവസരം കൂടെ ഞാൻ തരുക. എനിക്കറിയണം, എല്ലാം നീയായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാം. അത് വേണോ മുരുക? അതും പറഞ്ഞ് രുദ്രൻ അവൻ്റെ കഴുത്തിലേക്ക് കത്തിമുന ചേർത്ത് പിടിച്ചതും ചെറുതായി തുളഞ്ഞു കയറിയ കത്തിമുനയിലൂടെ മുരുകന്റെ രക്തം ഒഴുകി തുടങ്ങിയിരുന്നു. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം. ഭയന്നുപോയ മുരുകൻ വിക്കി വിക്കി പറഞ്ഞു.
നീ പറ മുരുക, നിന്റെ വാക്കുകൾ കേൾക്കാൻ ഞാൻ എൻ്റെ കാത് തുറന്നു പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അയാളെ ഞാനൊരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. പേരോ മറ്റു വിവരങ്ങളോ ഒന്നും എനിക്കറിയില്ല. 1 മാസം മുമ്പാണ് അയാൾ എൻ്റെ അടുത്ത് വരുന്നത്. പഴയ കപ്പലുകളുടെ എഞ്ചിൻ പാർട്സ് ആവശ്യപ്പെട്ടായിരുന്നു. അയാൾ പറഞ്ഞതിനൊന്നും ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ അയാൾ ചോദിച്ചതിലും കൂടുതൽ പണം നൽകി. ഷിപ്പ്യാർഡിലെ പഴയ മ്യൂസിയത്തിലുണ്ടായിരുന്ന ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഞാൻ അങ്ങേർക്ക് എടുത്തു കൊടുത്തു. അതവിടെ ഉണ്ടെന്ന് പറഞ്ഞതും അയാൾ തന്നെയാ. കഴിഞ്ഞ ആഴ്ച അയാൾ പറഞ്ഞിടത്ത് ഞാനത് കൈമാറി. എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയില്ല. അവൻ പറഞ്ഞത് കേട്ട രുദ്രൻ അവനെ ഒന്ന് നോക്കി. അപ്പോൾ നിന്നെ ജീവനോടെ വിട്ടാലും എനിക്ക് പ്രയോജനമൊന്നുമില്ല, അല്ലേ മുരുക? എനിക്ക് ഉപകാരമില്ലാത്ത ജീവൻ നിനക്കെന്തിനാ? അതും പറഞ്ഞ് രുദ്രൻ കത്തി ഒന്നുകൂടി മുരുകന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കിയതും രക്തം പുറത്തേക്ക് ശക്തിയായി ഒഴുകി തുടങ്ങി. മുരുകൻ വേദന കൊണ്ട് പുളഞ്ഞു പോയിരുന്നു. എന്നെ കൊല്ലല്ലേ സാറേ, ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്ക് അയാളെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് അയാളുടെ ഒപ്പം കാറിലുണ്ടായവനെ. രുദ്രൻ അവനെ സംശയത്തോടെ നോക്കി. അയാളുടെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ തന്നെയുള്ളൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ വെച്ചാണ് ഞാൻ അയാളെ കണ്ടത്. ഏത് സ്ഥാപനം? രുദ്രന്റെ ചോദ്യത്തിന് പിന്നാലെ മുരുകന്റെ വായിൽ നിന്നും പുറത്തു വന്ന പേര് കേട്ട രുദ്രന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അപ്പോൾ എങ്ങനെയാ മുരുക, നമുക്ക് കുറച്ച് പണിയുണ്ടല്ലോ. അത്രയും പറഞ്ഞ് രുദ്രൻ മുന്നോട്ട് നടന്നു. പിന്നാലെ അവന്റെ വാക്കിലെ അർത്ഥം മനസ്സിലാക്കിയെന്നവണ്ണം മുരുകനും. ഈ സമയം മുന്നിലെ വാതിൽ തള്ളി തുറന്ന് ഗൗരി ലക്ഷ്മിയുടെ മുറിയിലേക്ക് നടന്നു. അവൾക്കായി കാലം കാത്തുവെച്ചത് എന്താണെന്നറിയാതെ. നീര് വന്ന് വീർത്ത കാൽ നീട്ടിവെച്ച് കിടക്കയിലിരുന്ന് ലാപ്പിൽ നോക്കിയിരുന്ന ആദിലക്ഷ്മിയെയാണ് വാതിൽ തള്ളി തുറന്ന് ഗൗരി കണ്ടത്. അവൾക്കരികിൽ ഫോണിൽ നോക്കി പ്ലേറ്റിൽ മുറിച്ചു വെച്ചിരുന്ന ആപ്പിൾ തിന്നുകൊണ്ട് നീതുവുമുണ്ട്. എൻ്റെ നീതു, നീ ഇത് ഒറ്റയ്ക്ക് തിന്നാതെ കുറച്ച് അവളുടെ വായിലേക്കും കൂടെ വെച്ചുകൂട്. അവളല്ലേ കാലൊടിഞ്ഞു കിടക്കുന്നത്. അവരുടെ ഇരിപ്പ് കണ്ട ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ആരിത്? ഗൗരിക്കുട്ടിയോ? ഇത് എവിടെ ആയിരുന്നു? ഗൗരിയെ കണ്ടപാടെ ആദി ചോദിച്ചു. ഡി മോളെ, നീ വലിയ ഡയലോഗ് അടിക്കില്ലേ? നീ കാല് മുടിച്ചു വന്ന കഥയൊക്കെ ഞാൻ അറിഞ്ഞു. അത് കേട്ടതും ആദി ഗൗരിയെ നോക്കി നന്നായെന്ന് ചിരിച്ചു കാട്ടി. അല്ല, ഇതൊക്കെയല്ലേ എൻ്റെ ഗൗരിക്കുട്ടി ഒരു എൻ്റർടൈൻമെൻറ്റ്? അതൊക്കെ പോട്ടെ, ഇത് എങ്ങനെ അറിഞ്ഞു? ആദ്യം അത് ചോദിച്ചുകൊണ്ട് നീതുവിനെ നോക്കി. അത് കണ്ടത് നീതു അവളല്ലെന്ന് തലയാട്ടി. നിന്റെ അച്ഛൻ അല്ലാതാര്? നിന്റെയൊക്കെ വാക്ക് കേട്ട് ഞാനല്ലേ അങ്ങേരുടെ കാല് പിടിച്ച് സമ്മതിപ്പിച്ചത്. എൻ്റെ ഗൗരിക്കുട്ടി വന്നപാടെ എന്നെ വിസ്താരം നടത്താതെ ഇവിടെ വന്നിരി. അല്ല, അപ്പു എന്തിയേ? അപ്പു ഏട്ടത്തിയുടെ കൂടെ പോയി. ആദി, നീ വിഷയം മാറ്റാതെ നിനക്ക് എന്താ പറ്റിയെന്ന് പറ. ഏട്ടൻ വിളിച്ചു, നീ കാലം കളഞ്ഞുകൊണ്ടാ വന്നതെന്ന് പറഞ്ഞു. നിനക്കിപ്പോൾ വേദനയുണ്ടോ? അല്ല, ഇവളെന്താ ആദി മൂങ്ങയെപ്പോലെ മിണ്ടാതിരിക്കുന്നേ? ഗൗരി ഒറ്റ ശ്വാസത്തിൽ ഒരു 100,000 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒന്നുമില്ല ചെറിയമ്മേ, രോഗിയുടെ വിശേഷമൊക്കെയല്ലേ ആദ്യം തിരക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് കയറിയാൽ മതിയല്ലോ. ഗൗരിയെ നോക്കി നീതു പറഞ്ഞു. ഉവ്വ, രണ്ടിൻ്റെയും മുഖം കണ്ടാലറിയാം എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ഏട്ടൻ്റെ വാക്ക് കേട്ടപ്പോൾ ഒരു ചെറിയ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഉറപ്പായി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എൻ്റെ ചെറിയമ്മേ? കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ ആദി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. മക്കളെ, നിന്നെയൊന്നും ഞാൻ പെറ്റതല്ലേലും. നിന്നെയൊക്കെ ജനിച്ചത് മുതൽ നിലത്ത് വയ്ക്കാതെ ഞാനാ കൊണ്ടു നടന്നത്. ആ എനിക്കാണോ നിങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പാട്? അതുകൊണ്ട് മക്കൾ ഉള്ളതുപോലെ പറഞ്ഞു. ഈ ഗൗരിക്കുട്ടിയുടെ ഒരു കാര്യം. അല്ല, പിന്നെ പറഞ്ഞാൽ പോരെ? ആദി ഗൗരിയെ പല്ലുകാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ഗൗരി രണ്ടുപേരെയും ഒന്ന് തറപ്പിച്ചു നോക്കി. എൻ്റെ പൊന്നോ, ഞാൻ പറയാം. അതിനുവേണ്ടി ഗൗരി സംഹാരരുദ്രയെ പോലെ ഇങ്ങനെ നോക്കണ്ട. ഗൗരിയുടെ മുഖത്തെ ഗൗരവം കണ്ട ആദി അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ സോപ്പിടാതെ കാര്യം പറവണ്ണേ. അതൊക്കെ പറയാം. അതിനു മുമ്പ് ഇത് മറ്റാരും അറിയരുത്. അറിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാൻ പോലും അമ്മ ഞങ്ങളെ പുറത്തു വിടില്ല. അതൊക്കെ നമുക്ക് തൽക്കാലം പിന്നീട് ആലോചിക്കാം. നീ ഇപ്പോൾ നടന്നത് എന്താണെന്ന് പറ. ഗൗരി ഗൗരവം വിടാതെ പറഞ്ഞു. പിന്നെ ആദിയുടെ ഓരോ വാക്കുകളും കേൾക്കെ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. എന്നിട്ട് നീ എന്താ മോളെ ആരോടും ഒന്നും പറയാഞ്ഞേ? നിനക്ക് എന്തേലും പറ്റിയോ? കാലിന് മാത്രമേ വേദനയുള്ളൂ? എന്താ മോളെ മിണ്ടാത്തത്? ഗൗരി തൻ്റെ സങ്കടം മറക്കാനാവാതെ ആദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും അവളെ തലോടുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. എന്താ ചെറിയമ്മേ ഇത്? ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം ഒന്നും ഉണ്ടായില്ലെന്നോ? നിന്നെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നെങ്കിലോ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ വീട്ടിലുള്ളവരുടെ അവസ്ഥ, നിന്റെ അച്ഛനും അമ്മയും അവരുടെ സങ്കടം. എൻ്റെ ചെറിയമ്മേ, അതിന് അയാൾ തക്ക സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ എനിക്കൊന്നും പറ്റാഞ്ഞ്. പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഇവിടെയുള്ളവരെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ. അത് വെച്ചിട്ടൊന്നും പറയാഞ്ഞ്. മോളെ, നിന്റെ കാലിനെങ്ങനെയുണ്ട്? നിങ്ങൾ ആശുപത്രിയിൽ പോയിരുന്നോ? വേദനയുണ്ടോ മോളെ? ഗൗരി അവളുടെ കാല് പിടിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആശുപത്രിയിലൊന്നും പോയില്ല ചെറിയമ്മേ. കാലൊന്ന് ഡിസ്ലൊക്കേറ്റായി. അതപ്പോൾ തന്നെ പിടിച്ചിടുകയും ചെയ്തു. ഇപ്പോൾ ചെറിയ നീരുണ്ട്, അത് മാറിക്കോളും. അമ്മ രാവിലെ തന്നെ കുഴമ്പിട്ട് തിരുമ്മി തന്നിരുന്നു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഗൗരി തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഗൗരിക്കുട്ടി ഇങ്ങനെ കരയാതെ. ദേ വന്നു ഞങ്ങളുടെ ടൂർ ഫോട്ടോസൊക്കെ കാണാം. ഞാനിതെല്ലാം ഫോണിൽ നിന്നും ലാപ്പിലേക്ക് കോപ്പി ചെയ്യുകയായിരുന്നു. എനിക്കങ്ങ് കാണണ്ട നിന്റെ ഒന്നും. ഞാൻ പോകുക. രണ്ടും കൂടെ ഇവിടെ ഇരുന്ന് കണ്ടോ. ആ പിണങ്ങാതെ എൻ്റെ ഗൗരിക്കുട്ടി, വാ ഇവിടെ ഇരി. ആദി ഗൗരിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീട് 3 പേരും ചേർന്ന് ഫോട്ടോ നോക്കിയിരുന്നു. ഓരോ ചിത്രങ്ങളും ഇരുവരുടെയും വീരവാദങ്ങൾ കേട്ടുകൊണ്ട് ഗൗരി നോക്കിക്കണ്ടു. ഒടുവിൽ തൻ്റെ ഫോണിൽ അവസാനമായി പകർത്തിയ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തു.
അവൾ ട്രെയിനിൽ വെച്ചെടുത്ത ചിത്രമായിരുന്നു അത്. അലസമായി വളർന്ന താടിയും മുഖത്തേക്ക് പാറി വീണ് കിടക്കുന്ന മുടിയുമൊക്കെയായി ഒരുവന്റെ ചിത്രം. അവന്റെ ആ കണ്ണുകൾ ആ ചിത്രത്തിലും തിളങ്ങുന്ന പോലെ തോന്നി ഗൗരിക്ക്. ആ രൂപം കാണുകെ അവളുടെ ശ്വാസം ഒരു വേള നിലച്ചു പോകുമോ എന്നവൾ ഭയപ്പെട്ടു. അവളുടെ ഹൃദയമിടിക്കുന്നത് അടുത്തിരിക്കുന്ന ആദിക്കും നീതുവിനും കേൾക്കാൻ പാകത്തിനായിരുന്നു. അവളുടെ ആ കണ്ണുകൾ ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കെ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. തൻ്റെ പ്രണയം കൺമുന്നിൽ കാണുകെ അവൾ മറ്റേതോ മായിക ലോകത്തെന്ന പോലെ നോക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും ലാപ്പിലേക്ക് നോക്കിയിരുന്ന ആദിയും നീതുവും ശ്രദ്ധിച്ചില്ല. ഇതിയാന്റെ പടം നീ എപ്പോ എടുത്തടി? ഞാൻ അറിഞ്ഞില്ലല്ലോ. രുദ്രന്റെ ചിത്രത്തിൽ നോക്കി നീതു പറഞ്ഞു. അതൊക്കെ ഒപ്പിച്ചെന്റെ മോളെ, ഇച്ചിരി പാടുപെട്ടെന്ന് മാത്രം. നോക്ക് ഗൗരിക്കുട്ടി, ഇതാണ് എന്നെ രക്ഷിച്ചയാൾ. സ്വന്തം പേരാണോന്ന് അറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ വീർ എന്നാ പറഞ്ഞേ. ആളൊരു മിസ്റ്ററിയാണ്. പക്ഷെ ഇതൊന്നും ഗൗരിയുടെ കാതുകളിൽ എത്തിയില്ല. അവളുടെ കാതുകൾ കുട്ടിയടക്കപ്പെട്ടിരുന്നു. അവൾ ആ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കെ നീർത്തുള്ളികൾ വന്ന് നിറഞ്ഞു വന്ന അവളുടെ കാഴ്ച മറച്ചു തുടങ്ങിയതും ഗൗരി തൻ്റെ കൈയെത്തിച്ച് അവൻ്റെ ചിത്രത്തിൽ തൊട്ടു. പിന്നെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെ കണ്ണുകളിൽ പതിയെ തലോടി. നീതുവും ആദിയും ഇതെന്താ സംഭവമെന്ന മട്ടിൽ ഗൗരിയെ നോക്കി. അപ്പോഴാണ് അവർ അവളുടെ മുഖത്തേക്ക് നോക്കുന്നത്. കരഞ്ഞു ചുവന്ന കണ്ണുകളും മൂക്കുമെല്ലാം കണ്ട് അവർക്കൊന്നും മനസ്സിലായില്ല. എന്താ ചെറിയമ്മേ, എന്തു പറ്റി? മുഖമൊക്കെ വല്ലാണ്ടിരിക്കണല്ലോ, ആദി അമ്പരന്നുകൊണ്ട് ചോദിച്ചു. എന്നാൽ ഗൗരി ആദിയുടെ വാക്കുകളൊന്നും കേട്ടില്ല. അവൾ രുദ്രന്റെ ചിത്രത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. അത് കണ്ട നീതു ഗൗരിയുടെ തോളിൽ കൈവച്ച് അവളെ വിളിച്ചു. ചെറിയമ്മ, എന്താ ഇത്? എന്തിനാ കരയുന്നേ? എൻ്റെ രുദ്രൻ എന്തിയെ നീതു? ഗൗരിയുടെ വാക്കുകൾ കേട്ട് ഇരുവരും സ്തംഭിച്ചുപോയി. അവർക്ക് ഗൗരിയുടെ രുദ്രനെ കുറിച്ചുള്ള കേട്ടറിവ് മാത്രമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഗൗരിക്കുട്ടിയുടെ രുദ്രൻ ഇയാളാണോ? ആദി സംശയത്തോടെ ചോദിച്ചു. എൻ്റെ രുദ്രൻ എവിടെയുള്ളത് ആദി? നീ പറ, എവിടെയാ നീ എൻ്റെ രുദ്രനെ കണ്ടത്? ചെറിയമ്മ അപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ആദിയുടെ ചോദ്യം കേട്ടതും ഗൗരി ഇല്ലെന്ന് തലയാട്ടി. പിന്നെ ആദിയും നീതുവും ചേർന്ന് രുദ്രനെ കണ്ടതു മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം ഗൗരി കണ്ണീരോടെ കേട്ടിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഗൗരിക്കുട്ടി. ഞങ്ങൾ ഇതുവരെ ആ പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിട്ടില്ലല്ലോ. അറിഞ്ഞിരുന്നേ വിടില്ലായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്നേനെ ഞങ്ങളുടെ ഗൗരിക്കുട്ടിയുടെ രുദ്രനെ. ആദി പറഞ്ഞു നിർത്തിയതും കണ്ണീരിൽ കുതിർന്നൊരു പുഞ്ചിരി ഗൗരി അവർക്ക് സമ്മാനിച്ചു. പിന്നെ അവൾ വീണ്ടും അവരോട് ഓരോന്ന് ചോദിച്ചു തുടങ്ങി. എന്നെ കുറിച്ച് അവൻ തിരക്കിയോ ആദി? എൻ്റെ പേരവൻ പറഞ്ഞോ? ഏറെ പ്രതീക്ഷയോടെയുള്ള ഗൗരിയുടെ ചോദ്യവും അവളുടെ കണ്ണുകളിലെ തിളക്കവും കണ്ട് ആദി എന്തു പറയണമെന്നറിയാതെ തല താഴ്ത്തി. ഇല്ലാലേ, എനിക്കറിയാം എൻ്റെ രുദ്രനെ. അവനൊരിക്കലും എന്നോട് പൊറുക്കാനാവില്ല, അതെത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. ഗൗരിയുടെ തെറ്റിനുള്ള ശിക്ഷയാണത്. ആ ശിക്ഷ നൽകുമ്പോൾ ശിക്ഷിച്ചവൻ്റെ ഉള്ളു നീറുന്നുണ്ടാവും, എനിക്കറിയാം. അത് പറയുമ്പോൾ ഗൗരിയുടെ ശബ്ദം ഇടറിയിരുന്നു. ഇനിയും തനിക്ക് കരച്ചിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന തോന്നലിൽ ഗൗരി വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് മുറിവിട്ട് പുറത്തേക്ക് പോയി. ഈ സമയം ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന രുദ്രൻ തൻ്റെ ഒപ്പമുള്ള മുരുകനെ നേരെ ഒരു ടാബ്ലറ്റ് കമ്പ്യൂട്ടർ നീട്ടി. അത് കണ്ട് സംശയിച്ചു നിന്ന മുരുകനെ കാണുകയെ അവനെ കലികേറി. എൻ്റെ മുഖത്തെന്താടാ, എന്തെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? നീ ഇതിങ്ങനെ നോക്കാൻ? അതോ എൻ്റെ മുഖം കണ്ട് നിനക്കങ്ങ് പിടിച്ചുപോയോ? സാർ, ഞാനത്... രുദ്രൻ പറഞ്ഞത് കേട്ട് മുരുകൻ വാക്കുകൾക്കായി തപ്പി. നിന്ന് ബബ അടിക്കാതെ ഇത് വാങ്ങടാ. അത് കേട്ടത് മുരുകൻ അത് തൻ്റെ കയ്യിൽ വാങ്ങി പിടിച്ച ശേഷം ഇനി എന്താ എന്ന മട്ടിൽ രുദ്രനെ നോക്കി. അതൊന്ന് ഓണാക്കു മുരുക, നിന്നെ കാത്തൊരാൾ അതിലുണ്ട്. ഇനി എനിക്ക് പകരം അവൻ നിന്നോട് സംസാരിക്കും. മറുപടി പറയുമ്പോൾ നീ ഒന്നും ഓർക്കണം. നീ പറയുന്ന ഓരോ വാക്കുകൾക്കും നിന്റെ ജീവന്റെ വിലയുണ്ട്. രുദ്രന്റെ വാക്കുകൾ ഒരു ഭയത്തോടെയാണ് മുരുകൻ കേട്ടത്. താൻ മുമ്പ് കണ്ടിട്ടുള്ള ആളുകളെ പോലെയല്ല ഇവനെന്ന് മുരുകന് മുൻപ് തന്നെ മനസ്സിലായിരുന്നു. പറയുന്നത് അനുസരിക്കാതെ വഴിയില്ലെന്ന് കണ്ട മുരുകൻ ടാബ് ഓണാക്കി. ഹായ് മുരുകണ്ണ. അതിൽ നിന്നുയർന്ന ശബ്ദം കേട്ടതും അയാൾ ഞെട്ടിക്കൊണ്ട് രുദ്രനെ നോക്കി. അവന്റെ മുഖത്തിപ്പോൾ ഒരു ചിരിയാണുള്ളത്. ഇങ്ങനെ നോക്കാനെന്താ മുരുകണ്ണ? അവൻ മുന്നേ പറഞ്ഞ പോലെ അവനെ നിങ്ങൾ പ്രേമിക്കാൻ പോവുകയാണോ? നിന്നെ ഞാനല്ലേ വിളിച്ചത്, അപ്പോൾ എൻ്റെ മുഖത്തേക്കല്ലേ നീ നോക്കേണ്ടത്? അത് കേട്ട് മുരുകൻ സ്ക്രീനിലേക്ക് നോക്കി. അവിടെ ഒരു ആപ്ലിക്കേഷൻ തനിയെ ഓപ്പണായി വരുന്നത് മുരുകൻ കണ്ടു. അവനൊന്നും മനസ്സിലായിരുന്നില്ല. തൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം തേടിയെന്നോണം മുരുകൻ തൻ്റെ ചോദ്യങ്ങൾ ഓരോന്നായി ചോദിച്ചു തുടങ്ങി. നിങ്ങളൊക്കെ ആരാ? എന്തിനെന്നെ പിടിച്ചുകൊണ്ടു പോകുന്നത്? മുരുകൻ്റെ ശബ്ദം ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ പേടിക്കേണ്ട മുരുക, നിന്നെ കൊല്ലാൻ തന്നെയാ കൊണ്ടുപോകുന്നത്. നിന്റെ അടുത്തിരിക്കുന്നവൻ, അവൻ്റെ കൈകൊണ്ട് ചാവാനാ നിന്റെ വിധി. പക്ഷെ മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ഈ നിമിഷങ്ങൾ നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് കുറെ ആവശ്യങ്ങളുണ്ട് മുരുക. നീ സഹകരിച്ചാൽ നിനക്ക് വേദനയില്ലാത്ത മരണം അവൻ സമ്മാനിക്കും. മറിച്ചായാൽ നിന്റെ ശരീരത്തിലെ ഓരോ അണുവിനെയും വേദനിപ്പിച്ചാവും അവൻ നിന്നെ കൊല്ലുക. ടാബിൽ നിന്നുയർന്ന വാക്കുകൾ കേൾക്കെ മുരുകൻ വിയർത്തു കുളിച്ചിരുന്നു. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ? ഞാനെല്ലാം പറഞ്ഞതല്ലേ. അതിൽ കൂടുതൽ എനിക്കറിയില്ല സാർ. എന്നെ ഒന്നും ചെയ്യരുത്, മുരുകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മുരുകന്റെ കയ്യിലിരുന്ന ടാബിൽ നിന്നും പൊട്ടിച്ചിരി ഉയർന്നു. നീ അറിയാൻ ഒരുപാടുണ്ട് മുരുക. ആദ്യം നീ അറിയേണ്ടത് നിന്റെ അടുത്ത് ഇരിക്കുന്നവനെ കുറിച്ച്. മരണത്തിന്റെ സംഗീതം പാടുന്ന പക്ഷിയാണ് മുരുക അവൻ. ഞാൻ അവനായി ശവപ്പറമ്പിൽ കുഴിയെടുക്കുന്നവനും. നിനക്കെന്നെ വിളിക്കാൻ ഒരു പേര് ഞാൻ പറഞ്ഞു തരാം മുരുക. ശവപ്പറമ്പെന്ന അർത്ഥമുള്ള മക്ബറ. അങ്ങനെ വിളിക്കാം നിനക്കെന്നെ.
മുരുക, ഇനി ഞാൻ പറയുന്ന കാര്യം നീ വ്യക്തമായി കേൾക്കണം. നീ അന്ന് കണ്ടവർ, അവരെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ? അറിയാം സാർ, എനിക്ക് അവരുടെ മുഖം നല്ല ഓർമ്മയുണ്ട്, മുരുകൻ വെപ്രാളത്തോടെ പറഞ്ഞു. എങ്കിൽ നീ അവരെക്കുറിച്ച് പറ. നീ പറയുന്നത് കേട്ട് ഞാൻ അവരുടെ ചിത്രം നിനക്ക് മുമ്പിലുള്ള സ്ക്രീനിൽ വരയ്ക്കും. മുരുക, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ പറഞ്ഞു തരാം സാർ, എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി. എങ്കിൽ നീ പറ, അവൻ്റെ മുഖശേപ്പ് എങ്ങനെയാ? ഞാൻ നിനക്ക് മുന്നിൽ കാണിക്കുന്നതിൽ ഏതാണെന്ന് പറ മുരുക. അത് പറഞ്ഞതും സ്ക്രീനിൽ കുറെ മുഖത്തിൻ്റെ ആകൃതി തെളിഞ്ഞു വന്നു. അത് കണ്ടതും ഒബ്ലോങ് ഷേപ്പിൽ തൊട്ടുകൊണ്ട് മുരുകൻ പറഞ്ഞു, ഇതുപോലെ അയാളുടെ മുഖശേപ്പ്. അപ്പോഴേക്കും ആ മുഖശേപ്പ് സ്ക്രീനിൽ ലോഡായിരുന്നു. ഇനി അവൻ്റെ കണ്ണുകൾ എങ്ങനെയാണെന്ന് പറ മുരുക. ആ മുഖത്തിന് ചുറ്റും വിവിധതരം കണ്ണുകൾ കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അത് കണ്ട മുരുകൻ ഒന്ന് ആലോചിച്ച ശേഷം അതിലൊന്നിലേക്ക് തൊട്ടു കാണിച്ചു. പിന്നെ ഓരോ ഭാഗങ്ങളായി മുരുകൻ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ സമയമെല്ലാം രുദ്രൻ തൻ്റെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ മാത്രം കേന്ദ്രീകരിച്ചു. ഇനോവ വന്ന് നിന്നത് പഴയൊരു വീടിൻ്റെ മുന്നിലായിരുന്നു. ഇറങ്ങി സാർ, ഇതാണ് അബുവിൻ്റെ വീട്. സാഹിബിൻ്റെ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് അവൻ ഇവിടെ കാണും. അനൂപ് പറഞ്ഞത് കേട്ട് അർജുൻ ഇനോവയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ചുറ്റുമൊന്ന് നോക്കിയിട്ട് പടിക്കെട്ടുകൾ കയറി വാതിലിൽ തട്ടി. ശബ്ദം കേട്ട് പിന്നാമ്പുറത്ത് നിന്നും പുറത്തേക്ക് വന്നത് അബുവിൻ്റെ ബീവി നസീമയായിരുന്നു. വീടിൻ്റെ മുന്നിൽ പോലീസുകാർ നിൽക്കുന്നത് കണ്ട അവൾ പരിഭ്രമിച്ചുകൊണ്ട് അവരെ നോക്കി ചോദിച്ചു, എന്താ സാറേ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവർ കണ്ടതും തട്ടം വലിച്ചുകൊണ്ട് നിൽക്കുന്ന നസീമയാണ്. അബു ഇല്ലേ ഇവിടെ? ഇക്ക കിടക്കുവാണ് സാറേ. എന്താ സാറേ, എന്തിനൊക്കെയാണ് അന്വേഷിക്കുന്നത്? അതൊക്കെ പറയാം പെങ്ങളെ, ഇപ്പോൾ അവനെ ഒന്ന് ആദ്യം കാണട്ടെ. അയ്യോ, ഉണർത്തല്ലേ സാറേ, വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് ഇത്രയും നേരം ബഹളമായിരുന്നു സാറേ, ഇപ്പോഴൊന്ന് മയങ്ങിയത്. അവൻ എന്തു പറ്റിയെന്ന ആകാംക്ഷയോടെ അർജുൻ തിരക്കി. വീണ് കഴുത്തു പൊട്ടിയതാണ് സാറേ, ഇപ്പോൾ ഒന്നും മിണ്ടാൻ പോലും വയ്യ. അത് കേട്ട അർജുൻ അനൂപും പരസ്പരം നോക്കി. എന്നാൽ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അവൻ്റെ മുറി ഏതാ? അർജുൻ അവളോട് ചോദിച്ചു. ദയാ കാണുന്നതാ സാറുമാരെ. അവൾ മുറി അവർക്ക് ചൂണ്ടിക്കാട്ടി. അവിടേക്ക് ഇരുവരും നടന്നതും നസീമയും പിന്നാലെ നടന്നു. നീ എങ്ങോട്ടാ? അവൾ പിന്നാലെ വരുന്നത് കണ്ട് അനൂപ് ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ ഇരുവരെയും നോക്കി നിന്നു. തൽക്കാലം നിന്റെയൊക്കെ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിനക്ക് കാണാം, കേട്ടോടി. അനൂപ് അവൾക്ക് നേരെ ശബ്ദമുയർത്തി പറഞ്ഞു. അത് കേട്ട അവൾ ഭയന്നുകൊണ്ട് അവിടെ തന്നെ നിന്നു. മുറിക്കുള്ളിൽ ചെന്ന് അർജുൻ കണ്ടത് കഴുത്തിൽ സെർവിക്കൻ കോളറൊക്കെ ഇട്ട് കിടക്കുന്ന അബുവിനെയാണ്. അർജുൻ അബുവിൻ്റെ അരികിലേക്കിരുന്ന് അവനെ വിളിച്ചുണർത്തി. അപ്രതീക്ഷിതമായി മുന്നിൽ പോലീസിനെ കണ്ടതും അബു പരിഭ്രമിച്ചു നോക്കി. പക്ഷേ രുദ്രൻ ചവിട്ടി ഒടിച്ച അവൻ്റെ കഴുത്ത് കാരണം അബുവിനൊന്നും മിണ്ടാൻ സാധിച്ചില്ല. അത് കണ്ട അർജുൻ തന്നെ പറഞ്ഞു തുടങ്ങി. അബു, എൻ്റെ പേര് അർജുൻ, ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഇത് അനൂപ്. നിങ്ങൾക്ക് പിന്നെ പണ്ടേ പരിചയം കാണുമല്ലോ അല്ലേ? അർജുൻ പറഞ്ഞത് കേട്ട് അബു തലകുലുക്കി സമ്മതിച്ചു. അപ്പോൾ അബു, ഞങ്ങൾ വന്ന കാര്യം പറയാം. എനിക്ക് അബുവിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനൊക്കെ നല്ല കുട്ടിയായി ഉത്തരം നിന്നാൽ നമുക്ക് ചിരിച്ചുകൊണ്ട് പിരിയാം. അപ്പോൾ ചോദിക്കട്ടെ അബുവേ? അത് കേട്ടതും അബു ദയനീയമായി അർജുനെ നോക്കി. ഓ, ഞാനത് മറന്നു. അബുവിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എടാ അനൂപേ, താനും എൻ്റെ കെട്ടിയോളോട് പറഞ്ഞൊരു ബുക്കും പേനയും പിന്നെ ഒരു പച്ചി ഈർക്കിലും കൊണ്ടുവരാൻ പറ. അർജുൻ പറഞ്ഞത് കേട്ട് അനൂപ് സംശയത്തോടെ നോക്കി. ആ, നോക്കി നിൽക്കാതെ താൻ പോയി പറയടോ. അല്ല സാർ, പച്ചീർക്കിൽ? അനൂപ് തൻ്റെ സംശയം മറച്ചു വെക്കാതെ ചോദിച്ചു. അത് അബു സാറിന് വല്ല കള്ളവും പറയണമെന്ന് തോന്നിയാൽ ചെറിയ അടി കൊടുക്കാനാ. വയ്യാത്ത ആളല്ലേ, വലിയ പടിക്ക് അടിക്കാൻ പാടില്ലല്ലോ, അതിന് പച്ചീർക്കിളാണ് ബെസ്റ്റ്. അത് കേട്ട് അർജുൻ്റെ ഉദ്ദേശം മനസ്സിലായെന്ന പോലെ അവൻ മുറിക്ക് പുറത്തേക്ക് പോയി നസീമയുടെ കാര്യം പറഞ്ഞു. എന്നാൽ ഇവർ വന്നത് എന്തിനാണെന്നോ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നോ മനസ്സിലാവാതെ അബു അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒന്നു മാത്രം അവന് മനസ്സിലായിരുന്നു, പച്ചീർക്കിൾ പ്രയോഗം. ചിന്തകൾ കൂടുന്തോറും അബുവിൻ്റെ മനസ്സിൽ ഭയം ഉടലെടുത്ത് തുടങ്ങിയിരുന്നു. അത് കാണുകയെ അർജുൻ്റെ മുഖത്തും പുഞ്ചിരി വിടർന്നു. അപ്പോഴേക്കും പറഞ്ഞ സാധനങ്ങളുമായി അനൂപ് അകത്തേക്കെത്തി, ഒപ്പം നസീമയും. അനൂപേ, നീ അവളെ പുറത്തിറക്കിയിട്ട് ആ വാതിലും അടച്ചേര്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിനൊക്കെ സത്യമായി ഉത്തരം പറയണ്ട, എഴുതി തന്നാൽ മതി, കേട്ടോടാ. അബുവിന് പേനയും ബുക്കും കൊടുത്തുകൊണ്ട് അർജുൻ പറഞ്ഞു. പിന്നീട് അബുവിൻ്റെ കയ്യിലിരുന്ന പച്ചീർക്കിൾ വാങ്ങി അതിൻ്റെ അഗ്രം പിളർന്ന് രണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, മരയ്ക്കാർ എവിടെ അബു? അർജുൻ്റെ ചോദ്യം കേട്ടതും അബു ഒട്ടും താമസിക്കാതെ അറിയില്ലെന്നും 2 ദിവസമായി കണ്ടിട്ടെന്നും എഴുതി. അത് വായിച്ച് ചിരിച്ചുകൊണ്ട് അർജുൻ അബുവിൻ്റെ ഇടത് കൈ പിടിച്ചുകൊണ്ട് അനൂപിനെ നോക്കി. എടാ അനൂപേ, നീ ഇവനെ ഒന്ന് മുറുകെ പിടിച്ചേ, ഇല്ല ഇവൻ കിടന്ന് കുതറും. അത് കേട്ടതും അനൂപ് അബുവിനെ വട്ടം പിടിച്ചു. സംഭവിക്കുന്നത് മുന്നിൽ കണ്ട അബു ഭയം കാരണം കുതിരാൻ തുടങ്ങി. അടങ്ങിയിരിക്കട അവിടെ, അനൂപ് അവനോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു. അപ്പോൾ നീ 2 ദിവസമായി മരയ്ക്കാരെ കണ്ടിട്ടല്ലേ? അർജുൻ അബുവിനോട് ഒന്നുകൂടെ ചോദിച്ചു. അബു അതേ എന്ന് തലയാട്ടിയതും അബുവിൻ്റെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിൻ്റെ ഇടയിലേക്ക് അർജുൻ കയ്യിലിരുന്ന പച്ചീർക്കൾ കുത്തിയിറക്കിയിരുന്നു. ഉമ്മാ! വേദന കൊണ്ട് പൊളഞ്ഞ അബുവിൻ്റെ അലർച്ചയാ വീടാകെ പ്രകമ്പനം കൊള്ളിച്ചു. അബുവിൻ്റെ അലർച്ച കേട്ടതും നസീമ കരഞ്ഞുകൊണ്ട് വാതിലിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. ഇനി പറ അബു, മരയ്ക്കാരെവിടെ? നീയായിട്ട് പറയുന്നോ അതോ ഇനിയും? പച്ചീർക്കൾ നഖത്തിൻ്റെ ഇടയിലേക്ക് തള്ളിയിറക്കിക്കൊണ്ട് അർജുൻ ചോദിച്ചു. ഇന്നലെ രാവിലെ കണ്ടതാ സാർ, പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അബു വേദന കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നിന്റെ മരയ്ക്കാറിപ്പോൾ എവിടെ കാണും? അറിയില്ല സാർ, അലീക്ക ഇന്നലെ മുതൽ ഏതോ ഒരു കഥയുടെ പിന്നാലെയാണ്. ഇക്ക പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല.
അർജുൻ മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. കഥ തേടിപ്പോകാൻ അവനാരാ, സംവിധായകനോ? ഉള്ളതുപോലെ പറയടാ. സത്യമാണ് സാർ, എന്നെ കാണാൻ ആശുപത്രിയിൽ വന്നപ്പോൾ പറഞ്ഞതാ. പിന്നെ മരക്കാർ അവനോട് പറഞ്ഞ കഥ അവൻ അർജുനോട് പറഞ്ഞു. അതിലെന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അർജുന് തോന്നി. ആ കഥ അർജുൻ അവന്റെ മനസ്സിൽ പലകുറി പറഞ്ഞു നോക്കി. എന്താ പെട്ടെന്ന് മരക്കാർ ഇങ്ങനെ ഒരു കഥ തപ്പിപ്പോകാൻ തോന്നിയത്? അറിയില്ല സാർ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. ശരി, നിന്നെ തൽക്കാലം വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ മരക്കാരെ കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും ഉടനെ അറിയിച്ചിരിക്കണം. അനൂപിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അതും പറഞ്ഞ അർജുൻ അബുവിന്റെ വിരലിൽ നിന്നും ഈർക്കിൾ ഊരിയെടുത്തു. വേദന കൊണ്ട് അബു പൊളഞ്ഞു പോയിരുന്നു. അത് കാണുക അർജുൻ ഒന്ന് ചിരിച്ചു. ഇതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു അബു? ആദ്യമേ ഉള്ളതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് പോവേണ്ടി വരുമായിരുന്നോ? കിടക്കയിൽ നിന്നെഴുന്നേറ്റ അർജുൻ അപ്പോഴാണ് അബുവിന്റെ കഴുത്തിലെ കാര്യം ഓർമ്മ വന്നത്. അല്ല, നിന്റെ കഴുത്തിന് എന്ത് പറ്റിയതാടാ? നിന്റെ കെട്ടിയോള് പറഞ്ഞു നീ വീണെന്നോ മറ്റോ ആണെന്നാണല്ലോ. അർജുൻ കയ്യിലിരുന്ന ഈർക്കിൾ പറ്റിയിരുന്ന ചോര തുടച്ചുകൊണ്ട് ചോദിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലായെന്ന വണ്ണം അബു അവനെ നോക്കി ഹാർബറിൽ വെച്ച് രുദ്രനെ കണ്ടത് മുതലുള്ള കാര്യം പറഞ്ഞു. ഹാർബർ എന്ന് കേട്ടതും അർജുൻ അവനെ നേരെ ചോദിച്ചു, ഇത് എപ്പോഴാണ് നടന്നേ? അബു പറഞ്ഞ സമയവും ബ്ലാസ്റ്റ് നടന്ന സമയവും തമ്മിൽ സാമ്യമുണ്ടെന്ന് അർജുന് മനസ്സിലായി. അവൻ രുദ്രനെ കുറിച്ച് അബുവിനോട് വിശദമായി തിരക്കി. എല്ലാം കൂടി കുഴഞ്ഞു കിടക്കുന്നതായി അവന് തോന്നി. ഓരോന്നും മനസ്സിലിട്ട് ചിന്തിച്ചു നോക്കി അവൻ അനൂപിനെ നോക്കി. അനൂപെ, എത്രയും പെട്ടെന്ന് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി ഇവൻ പറഞ്ഞയാളുടെ രേഖാചിത്രം തയ്യാറാക്കാം. താൻ ഇവിടെ തന്നെ വേണം. ഞാൻ പുറത്തേക്ക് പോവുക. പിന്നെ ഇവിടെ നടക്കുന്നത് മറ്റാരും അറിയരുത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. അർജുന്റെ മുഖത്തെ ഗൗരവം കണ്ടതും ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്ന് അനൂപിന് മനസ്സിലായി. എന്നാൽ അനൂപിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അർജുൻ കാറെടുത്ത് പുറത്തേക്ക് പോയി. ഡ്രൈവ് ചെയ്യുമ്പോൾ അവന്റെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം മുരുകൻ പറഞ്ഞതനുസരിച്ച് അവർ ഇരുവരുടെയും രേഖാചിത്രം മക്ബറ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അതിൽ ഒരു ചിത്രത്തിലേക്ക് നോക്കവേ രുദ്രന്റെ കണ്ണുകൾ രൗദ്രതയോടെ തിളങ്ങി. മുരുക, നിന്നെ തേടി വന്നത് ഇവർ തന്നെയാണോ? മക്ബറ തയ്യാറാക്കിയ രേഖാചിത്രം നോക്കി രുദ്രൻ ചോദിച്ചു. അതെ സാർ, ഇയാളാണ് എന്നെ വന്ന് 2 പ്രാവശ്യം കണ്ടത്. മറ്റേയാൾ അന്ന് കാറിലിരിക്കുകയായിരുന്നു. അന്ന് ഓഫീസിൽ വെച്ച് കണ്ടതും ഈ രണ്ടാമത്തെയാളെയാ. ഇവരാരെന്നോ എന്തൊന്നും എനിക്കറിയില്ല. പറഞ്ഞ കാശിന്റെ 3 ഇരട്ടി തന്നാണ് അയാളത് വാങ്ങിയത്. അത് കേട്ടതും രുദ്രൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ഡാ മുരുക, നീ ഇങ്ങനെ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയാൻ അത് നിന്റെ തറവാട്ടിൽ ഇരുന്നതൊന്നുമല്ലല്ലോ, സർക്കാരിൻ്റെതല്ലേ? അത് കേട്ട് മുരുകൻ എന്തോ പറയണമെന്നറിയാതെ തലകുനിച്ചു. അയ്യോദേ, മുരുകാണ്ണന് നാണം വന്ന് തലയ്ക്ക് താഴ്ത്തിയിരിക്കുന്നു, കണ്ടില്ലേ? ടാബിലൂടെ മുരുകന്റെ ഭാവം വീക്ഷിച്ചുകൊണ്ട് മക്ബറ പറഞ്ഞു. അത് കേട്ട മുരുകൻ ദയനീയമായി ടാബിന്റെ സ്ക്രീനിലേക്കും രുദ്രന്റെ മുഖത്തേക്കും നോക്കി. സാറുമാരെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തില്ലേ? ഇനി എന്നൊന്നും ചെയ്യില്ലേ? ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. ഇനി ഒരിക്കലും നിങ്ങളുടെ കൺവട്ടത്ത് പോലും വരില്ല. ഞാൻ പൊയ്ക്കോട്ടെ സാറേ? അവൻ ദയനീയമായി രുദ്രനോട് ചോദിച്ചു. മുരുക, നിനക്കൊരു കാര്യം അറിയാമോ? എനിക്ക് മുന്നേ നിന്നെ തേടിയെത്തിയവർ അന്വേഷിച്ച അതേ സാധനം തേടിയാണ് ഞാനും ഈ നാട്ടിലെത്തിയത്. പക്ഷെ നീ കണ്ടില്ലേ മുരുക, ഞാൻ രണ്ടാമനായി പോയത്? ഒരിക്കലും ഒന്നിലും രണ്ടാമനാകാൻ എനിക്കിഷ്ടമല്ല മുരുക. ഇവിടെ എന്നെ തോൽപ്പിച്ചത് നീ കൂടെ ചേർന്നല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ രണ്ടാമനായി പോയത്. എന്നെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന് നിന്നെ ഞാൻ എന്താ ചെയ്യുക മുരുക? നിന്നെ വെറുതെ വിടണോ? സാർ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആർക്കും വേണ്ടാതെ കിടന്ന സാധനമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ കാശും കുറേ തരാമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. വേണേൽ സാറിൻ്റെ കാല് പിടിക്കാം, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം, മുരുകൻ ദയനീയമായി പറഞ്ഞു. അത് ശരിയാ മുരുക, നിനക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നീ കാരണം ഞാൻ രണ്ടാമനായില്ലേ? അത് ഓർക്കുന്തോറും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുരുക. നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. രുദ്രൻ അവനെ നോക്കി ദയനീയതയോടെ പറഞ്ഞു. അവൻ്റെ വാക്കുകൾക്ക് രുദ്രനൊരു ഭ്രാന്തനാണെന്ന് പോലും മുരുകന് തോന്നി. ഇവരുടെ അടുത്ത് നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയോടെ അവൻ രുദ്രനെ നോക്കി പറഞ്ഞു തുടങ്ങി. സാറിൻ്റെ എതിരാളികളെ ശിക്ഷിക്കാതെ എനിക്ക് ശിക്ഷ തന്നിട്ട് സാറിന് എന്ത് കിട്ടാനാ? സാറിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെയല്ലേ തകർക്കേണ്ടത്. എനിക്ക് സാർ ആരാണെന്ന് പോലും അറിയില്ല. അതും ശരിയാണല്ലോ മുരുക, നീ എൻ്റെ എതിരാളിയല്ല. എനിക്ക് മുന്നേ എൻ്റെ എതിരാളികൾ ഉപയോഗിച്ചൊരു ഉപകരണം മാത്രമാണ് നീ. നിന്നെ ഉപദ്രവിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാണ്? നീ കാരണമല്ല എനിക്ക് അവരുടെ ചിത്രങ്ങൾ പോലും ലഭിച്ചത്. രുദ്രൻ പറഞ്ഞത് കേട്ടതും മുരുകൻ്റെ ഉള്ളിൽ ഒരു ആശ്വാസം പടർന്നു. പക്ഷേ ആശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായില്ലെന്ന് അവന് പിന്നീടാണ് മനസ്സിലായത്. അവൻ്റെ മുഖത്ത് പെട്ടെന്നുണ്ടായ സന്തോഷം കണ്ട് രുദ്രന് ചിരിച്ചു. മുരുക, നീ എന്നെ സഹായിച്ചു, ശരിയല്ലേ? അവൻ മുരുകനെ നോക്കി ചോദിച്ചു. അതെ സാർ. പക്ഷെ നീ ആദ്യം സഹായിച്ചത് എൻ്റെ ശത്രുവിനെയല്ലേ? അതെ സാർ. മുരുകൻ രുദ്രനെ വീണ്ടും ഉത്തരം നൽകി. അപ്പോൾ മുരുക, നീ എന്നെ തോൽപ്പിക്കാൻ അവർക്കൊപ്പം കൂട്ടുനിന്നില്ലേ? സാർ, അതങ്ങനെയല്ല, എനിക്കറിയില്ലായിരുന്നു. മുരുകൻ പറഞ്ഞു നിർത്തി. നീ അതൊന്നും പറയണ്ട മുരുക, നീ എന്നെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നോ ഇല്ലയോ? മുരുകൻ അതേ എന്ന് തലകുലുക്കി സമ്മതിച്ചു. വാ തുറന്ന് പറ മുരുക. രുദ്രന്റെ ശബ്ദം കടുത്തിരുന്നു. ഞാൻ കൂട്ടുനിന്നു, മുരുകൻ ഭയന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എന്നെ ചതിച്ച നീ ജീവിക്കാൻ അർഹനാണോ? രുദ്രന്റെ ചോദ്യം കേട്ട് മുരുകൻ സ്തംഭിച്ചു. ഒരു നിമിഷം അവൻ എന്തു പറയണമെന്നറിയാതെ രുദ്രനെ നോക്കി. പറയടാ, എന്നെ ചതിച്ച നീ ജീവിക്കാൻ അർഹനാണോ? രുദ്രന്റെ ചുവന്നു വരുന്ന കണ്ണുകളും
കരുണയുടെ അംശം പോലുമില്ലാത്ത മുഖഭാവവും കൊണ്ട് മുരുകൻ അറിയാതെ പറഞ്ഞുപോയി, അല്ല. മുരുകന്റെ മറുപടി പറഞ്ഞു നിർത്തിയതും രുദ്രൻ മിന്നൽ വേഗത്തിൽ തൻ്റെ കൈ അവനെ നേരെ പായിച്ചു. അപ്പോഴും നടന്നത് എന്താണെന്ന് മനസ്സിലാകാതെ മുരുകൻ രുദ്രനെ നോക്കി. അവൻ്റെ ശ്രദ്ധ തൻ്റെ ശരീരത്തിലാണെന്ന് കണ്ട മുരുകനും അവിടേക്ക് നോക്കി. തൻ്റെ ഹൃദയത്തിൽ കുത്തിയിറക്കിയ കത്തി കണ്ട് മുരുകൻ പിടഞ്ഞുകൊണ്ട് രുദ്രനെ നോക്കിയതും അവൻ ഹൃദയത്തിൽ കുത്തിയിറക്കിയ കത്തി ഒന്ന് തിരിച്ച ശേഷം വലിച്ചൂരി. നിമിഷങ്ങൾ കൊണ്ട് ജീവനറ്റ മുരുകന്റെ ശരീരം ജീപ്പിന്റെ ഡാഷ്ബോർഡിലേക്ക് വീണു. സാല തും മേരെ ബാരേമേ ക്യാ സോച്തായേ? ഞാനൊരു പൊട്ടനാണെന്നോ? നിന്റെ വാചക കസർത്ത് കണ്ട് ഞാൻ മാറി ചിന്തിക്കുമെന്നോ? അതോ നിന്നെ ഞാൻ വെറുതെ വിടുമെന്നോ? ആ മുരുക, രുദ്രന്റെ പുസ്തകത്തിൽ നിയമം ഒന്നേ ഉള്ളൂ, അതിന്റെ പേര് സംഹാരമാണ്. മനസ്സിലായോ നിനക്ക്? അത് പറഞ്ഞ് രുദ്രൻ മുരുകന്റെ കയ്യിൽ നിന്നും സീറ്റിലേക്ക് വീണ് ടാബ് എടുത്ത ശേഷം ഡോർ ഓപ്പൺ ചെയ്ത മുരുകന്റെ മൃതദേഹം പുറത്തേക്ക് തള്ളിയിട്ട ശേഷം വേഗത്തിൽ ഡ്രൈവ് ചെയ്തു. എന്താണ് ഭയ്യ, ദേഷ്യം മാറിയില്ലേ? ടാബിൽ നിന്നുയർന്ന ശബ്ദം കേട്ട് രുദ്രൻ അതിലേക്ക് നോക്കി. അതിലെ വീഡിയോ കോളിൽ യുവാവിന്റെ മുഖം രുദ്രൻ കണ്ടു. അവനോട് രുദ്രൻ സംസാരിച്ചു തുടങ്ങി. എടാ, രുദ്രന്റെ സ്ഥായി ഭാവം അത് ക്രോധമാണ്. രുദ്രൻ ഒരു കർമ്മം മാത്രമേ നിർവഹിക്കാനുള്ളൂ, അത് സംഹാരമാണ്. അത് പറഞ്ഞു കേട്ട യുവാവ് ഒന്ന് ചിരിച്ചു. അത് എനിക്കല്ലാതെ ആർക്കാണ് ഇത്ര നന്നായി അറിയുക ഭയ്യ? രുദ്രന്റെ നിഴലായി നടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായില്ലേ? എനിക്കറിയില്ലേ എൻ്റെ ഭയ്യയെ. അത് കേട്ട് രുദ്രനും ഒന്ന് ചിരിച്ചു. ഭയ്യ, അവർ രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും തുടർന്ന് പറയാൻ തുടങ്ങിയ അവനെ രുദ്രൻ തടഞ്ഞു. വേണ്ടടാ, നീ പറയണ്ട. നീ പറയാതെ തന്നെ എനിക്കറിയാം. എത്ര ഒഴിവാക്കി വിട്ടിട്ടും എന്നെ തേടിയെത്തിയ നിയോഗം പോലെ ഈ രുദ്രന്റെ അരികിലേക്ക് വിധി അവരെ എത്തിക്കുകയാണല്ലോടാ. ഭയ്യ എന്താ ഈ പറയുന്നത്? തെളിച്ചു പറ, ചുമ്മാ സാഹിത്യം അടിക്കാതെ. ഇതിൽ മനസ്സിലാക്കാൻ എന്താണ് ഇത്രയുള്ളത്? ഓ ദേ പിന്നെയും സാഹിത്യം. ഇതൊന്ന് നിർത്തിയിട്ട് കാര്യം പറയുമോ? ചുരുക്കം ഇത്രയേ ഉള്ളൂടാ. രുദ്രന് ഇനി മുതൽ ഇത് വ്യക്തിപരം കൂടിയാണ്. പല കണക്കുകളും ചോദിക്കാനും തീർക്കാനുമുള്ളൊരവസരം. ഭയ്യ, രുദ്രൻ പറഞ്ഞത് കേട്ട് അവൻ ഉറക്കെ വിളിച്ചു. അതേടാ, ബാക്കി വച്ചുപോയ പല കണക്കുകളും ഇനി പലിശ സഹിതം തീർക്കും ഞാൻ. രുദ്രന്റെ പകയിൽ ഒടുങ്ങിത്തീരാനായിരുന്നു അവരുടെ വിധി. അവന്റെ വാക്കുകളിൽ പ്രകടമായിരുന്ന വർഷങ്ങളായി ഉള്ളിൽ കെടാതെ കിടന്ന പകയുടെ കനൽ ആളിക്കത്തി തുടങ്ങിയിരുന്നു. റൂമിലിരുന്ന് മുഖം പൊത്തിക്കരയുന്ന ഗൗരിയെ കണ്ടാണ് അപ്പു അവിടേക്ക് വന്നത്. ചിരിച്ചുകൊണ്ടു വന്ന അമ്മ പെട്ടെന്ന് കരയുന്നത് കണ്ട് അവൾ പകച്ചു നിന്നു. പിന്നെ ഓടിച്ചെന്ന് ഗൗരിക്കരികിലായിരുന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എന്താ അമ്മ ഇങ്ങനെ കരയുന്നേ? അമ്മ കരഞ്ഞ അപ്പുവിന് സങ്കടമാകൂലേ? കരയില്ലേ അമ്മേ? ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു കാണുന്നത് അപ്പുവിന് സഹിക്കാനാകുമായിരുന്നില്ല. അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ഒരു പ്രാവശ്യം മാത്രമാണ് ഗൗരിയെ ഇങ്ങനെ കരഞ്ഞു കണ്ടിട്ടുള്ളൂ. അത് തൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു. അതോർക്കെ അപ്പുവിന് സങ്കടം വന്നു. എല്ലാം അമ്മ ഉള്ളിലൊതുക്കി മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നിട്ട് രാത്രി കിടക്കയിൽ മുഖം പൊത്തി ആരും കാണാതെ കരയും. പല രാത്രികളിലും അപ്പു അത് കണ്ടിട്ടുണ്ട്. പക്ഷെ താൻ ചേർന്ന് കിടക്കുമ്പോൾ തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ഗൗരിയുടെ സങ്കടം മാറും. പക്ഷെ ഇതൊന്നും അമ്മ പുറത്ത് കാണിക്കില്ലല്ലോ. പിന്നെ എന്തു പറ്റി? അപ്പുവിൻ്റെ കുഞ്ഞു മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ അപ്പുവിന് മനസ്സിലായുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് അമ്മ പറയാതെ തന്നെ അപ്പുവിനറിയാം. തൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടാകുമെന്ന് അവൾ ഊഹിച്ചു. ഗൗരിയുടെ സങ്കടം കണ്ട് അപ്പുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ ഗൗരിയുടെ മടിയിൽ കിടന്നുകൊണ്ട് വട്ടം ചുറ്റിപ്പിടിച്ചു. എന്തിനാ എൻ്റെ അമ്മക്കുട്ടി ഇങ്ങനെ കരയണേ? അച്ഛനെക്കുറിച്ച് ഓർമ്മ വന്നോ എൻ്റെ അമ്മൂന്? അത് കേട്ട ഗൗരി ഞെട്ടി അപ്പുവിനെ നോക്കി. ഒരു ചെറുചിരിയോടെ തന്നോട് ഒട്ടിക്കിടക്കുന്ന അവളെ കണ്ട് ഗൗരി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കണ്ണെടുക്കാതെ നോക്കിയ ശേഷം അവളുടെ നെറുകയിൽ മുത്തി. അമ്മയുടെ പൊന്നിനെ എങ്ങനെ മനസ്സിലായി അമ്മ അച്ഛനെ ഓർത്തെന്ന് അവൾ സംശയത്തോടെ ചോദിച്ചു. അപ്പുവിൻ്റെ അമ്മ കരഞ്ഞിട്ടുള്ളതെല്ലാം അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടല്ലേ? അല്ലാതെ എൻ്റെ അമ്മ കരയില്ലെന്ന് എനിക്കറിയില്ലേ? ഗൗരി തൻ്റെ മകളെ നോക്കി ചിരിച്ചു. തൻ്റെ മകൾ, അവൾക്ക് തൻ്റെ സങ്കടങ്ങളെല്ലാം പറയാതെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് അവൾക്ക് തോന്നി. അവളുടെ അച്ഛയെപ്പോലെ. ഗൗരി അവളെ നോക്കി ചിന്തിച്ചു. അമ്മു എന്താ ഇങ്ങനെ നോക്കുന്നേ? അപ്പു ഗൗരി അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് ചോദിച്ചു. അമ്മ എൻ്റെ പൊന്നൂനെ നോക്കുമായിരുന്നു. എത്ര പെട്ടെന്ന് എൻ്റെ കുട്ടി വളർന്നേ. എന്നെപ്പോലെ ഇരിക്കുന്നേ ഉള്ളൂ നീ. നിന്റെ നോട്ടവും വർത്താനവും എല്ലാം നിന്റെ അച്ഛനെ പോലെയാണ്. പിന്നെ നിന്റെ കണ്ണുകളും. അച്ഛനില്ലെങ്കിൽ എന്താ, അമ്മൂന് അപ്പു ഉണ്ടല്ലോ, പിന്നെന്താ? അത് കേട്ട് ഗൗരി ചിരിച്ചുകൊണ്ട് അവളുടെ മടിയിൽ തഴുകി. മതിയടാ, എൻ്റെ അപ്പു മാത്രം മതി അമ്മയ്ക്ക്. എന്നാലും എൻ്റെ അച്ഛ എന്നാ ദുഷ്ടനാ അമ്മു. എൻ്റെ അമ്മൂനെ ഇങ്ങനെ കരയിപ്പിക്കാൻ. അത് കേട്ടതും ഗൗരി അവളെ ദേഷ്യത്തോടെ നോക്കി. ഓ, രുദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗൗരിക്ക് ദേഷ്യം വന്നു. കണ്ടില്ലേ മുഖം ചോന്നത്? അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ അച്ഛൻ പാവമാ അപ്പു. നിന്റെ അമ്മ ദുഷ്ട. അച്ഛയെ വിശ്വസിക്കാതെ ഓരോന്ന് കാട്ടിക്കൂട്ടി നിന്റെ അച്ഛയെ വിഷമിപ്പിച്ച ദുഷ്ട. അമ്മ അങ്ങനെയൊന്നും പറയാതെ. അപ്പുവിന് അമ്മു മതിയെന്നും. മോൾക്കു വിഷമമുണ്ടോ? നിനക്ക് നിന്റെ അച്ഛയെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ അച്ഛയുടെ വീട്ടിലുണ്ടായിരുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് മോളുടെ ബുക്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് കേട്ട അപ്പു കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ അവൾ ഗൗരിയെ നോക്കി. എനിക്ക് വിഷമമൊന്നുമില്ല അമ്മു. പക്ഷെ അമ്മു പറയുന്ന പോലെ എനിക്ക് എൻ്റെ അച്ഛയെ ഇഷ്ടമല്ല. പക്ഷെ അമ്മുവിൻ്റെ കഥയിലെ രാജകുമാരൻ രുദ്രനെയാണ് എനിക്കിഷ്ടം. ഒരു കുസൃതിയോടെ അവൾ പറഞ്ഞത് കേട്ടതും
ഗൗരി അവളെ വാരിയെടുത്ത് അവളുടെ മുഖം ഉമ്മകൾ കൊണ്ട് മൂടി. ഗൗരിയുടെ സ്നേഹപ്രകടനങ്ങൾ ഏറ്റുവാങ്ങി അപ്പുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അപ്പുവും ഗൗരിയുടെ കവിളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് ചോദിച്ചു, എന്തിനാ എൻ്റെ അമ്മു ഇന്ന് കരഞ്ഞേ? കരയുന്നത് ചീത്ത കുട്ടികളാണെന്ന് അമ്മു എപ്പോഴും പറയുമല്ലോ. ഗൗരി എന്തും മറുപടി പറയണമെന്നറിയാതെ അവളെ നോക്കി. തൻ്റെ മകളുടെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി അവൾക്ക് കള്ളം പറയാൻ തോന്നിയില്ല. എല്ലാം അവളോട് പറയണം, അവളും അറിയണം. തീരുമാനിച്ചുറപ്പിച്ചെന്ന പോലെ ഗൗരി അപ്പുവിനോട് പറഞ്ഞു, എൻ്റെ അപ്പുവിൻ്റെ അച്ഛൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ആദിയും നീതവും കണ്ടു. അത് കേട്ട അപ്പു ഞെട്ടി ഗൗരിയെ നോക്കി. സത്യമാണോ അമ്മേ? അപ്പുവിൻ്റെ അച്ഛൻ വന്നോ? അത് കേട്ട ഗൗരി അതേ എന്ന് തലകുലുക്കി. എന്നിട്ട് എന്താ അമ്മേ അച്ഛൻ എന്നെ കാണാൻ വരാഞ്ഞേ? അപ്പുവിന് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? അവളുടെ ചോദ്യം കേട്ടതും ഗൗരിയുടെ ശരീരം വിറച്ചു. അവൾ അപ്പുവിനെ മുറുകെ തന്നോട് ചേർത്ത് പിടിച്ചു. ഗൗരിയുടെ മുഖം കണ്ടതും അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. കുറച്ചു നേരം മിണ്ടാതിരുന്ന ഗൗരി ശ്വാസമൊന്ന് വലിച്ചു വിട്ടു. തൻ്റെ മൗനം അപ്പുവിൻ്റെ കുഞ്ഞു മനസ്സിനെ മുറിവേൽപ്പിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പൂട്ടാ, അപ്പൂട്ടൻ്റെ അച്ഛയ്ക്ക് അപ്പൂട്ടിനെ കുറിച്ച് അറിയില്ലല്ലോ. അറിയുമ്പോൾ അപ്പൂട്ടിനെ കാണാൻ ഓടി വരും. പിന്നെ അച്ഛ ഈ കാണിക്കുന്നതൊന്നും ദേഷ്യം കൊണ്ടല്ല അപ്പൂട്ടാ, സ്നേഹക്കൂടുതൽ കൊണ്ടാ. ഒത്തിരി സ്നേഹിക്കുന്നവർ തെറ്റ് ചെയ്താൽ അത് നമ്മളെ ഒത്തിരി വിഷമിപ്പിക്കും. അതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹമെല്ലാം അച്ഛ ഇങ്ങനെ പിണക്കം പോലെ മാറി നിന്ന് കാണിക്കുന്നത്. ഇതൊന്നും അമ്മ അച്ഛയോട് പറഞ്ഞ വാക്കുകൾ കൊണ്ടല്ലാടോ. എൻ്റെ അപ്പൂന് മുന്നേ ഞാനൊരു അമ്മയുടെ സ്നേഹം കൊടുത്ത് എൻ്റെ പാറൂട്ടിയോട് ഈ അമ്മ കാട്ടിയ ദ്രോഹം കൊണ്ടാ. അതിന് എത്ര വർഷം കഴിഞ്ഞാലും ഇനി രുദ്രൻ തന്നെ പുറത്താലും മരണം വരെ എനിക്ക് സ്വയം ക്ഷമിക്കാൻ ആവില്ലടോ. എൻ്റെ പാറു, ഞാനൊന്നും അറിഞ്ഞില്ലടോ, അറിയാതെ ചെയ്തു പോയതാ. ഗൗരി അപ്പുവിനെ മാറോട് അടുക്കി പിടിച്ച് കൊട്ടിക്കരഞ്ഞു. അവൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും അപ്പുവിൻ്റെ മനസ്സിൽ ഒരു പേര് പതിഞ്ഞു കിടന്നു. പാറൂട്ടി എന്ന അപർണയുടെ പേര്. എന്താ അവൻ്റെ പേര് പറഞ്ഞ നീ? ശിവനോ രാമനോ? ജോസ് ജോൺസണോട് ചോദിച്ചു. ഓ എൻ്റെ ചേട്ടായി, ശിവനും രാമനൊന്നുമല്ല, രുദ്രൻ. അത് കേട്ട് ജോൺസൺ പറഞ്ഞു, ആ ഇനി കൃഷ്ണനോ രുദ്രനോ ആരായാലും അവനെ തന്നെയാണോ നീ കണ്ടത്? ഉറപ്പാണോ? അവസാനം ഒരുമാതിരി കോപ്പിലെ വർത്തമാനം പറഞ്ഞുകൊണ്ടല്ലോ. ഈ ജോസിൻ്റെ തനി കുണം നീയൊക്കെ കാണും. ജോസ് തൻ്റെ മുന്നിൽ നിന്ന രണ്ടുപേരോടും പറഞ്ഞു. അതേ ജോസേട്ടാ, എനിക്കുറപ്പാ. അതിലൊരുവൻ അടുത്ത് നിന്നവനെ നോക്കി. ആണോടാ, ഇവൻ പറഞ്ഞത് ഉള്ളതാണോ? അത് കേട്ട് അവനൊന്ന് പരിങ്ങി. ഇനി എങ്ങാനും ആള് മാറിയായി അയാൾക്ക് പകരം ജോസേട്ടൻ തനിക്കിട്ട് പണിയുമെന്ന് തോന്നി അവൻ ഒന്ന് ആലോചിച്ചു. അത് ജോസേട്ടായി, ഞാനൊരു മിന്നായം പോലെ കണ്ടുള്ളൂ. വ്യക്തമായി മുഖം കാണാൻ പറ്റിയില്ലായിരുന്നു. നോയിൻ്റെ മോനെ, നിന്നെയൊക്കെ ഞാൻ തീറ്റിപ്പോറ്റുന്നത് പിന്നെ എന്തിനാടാ? ഈ നാറിക്കൊക്കെ വല്ലതും കൊടുക്കുന്നതിന് പകരം 4 പന്നിയെ വാങ്ങി വളർത്തിയിരുന്നേൽ 10 കാശ് വരുമാനമുണ്ടായേനെ. ജോൺസാ, ഈ നാറിയോടൊക്കെ എൻ്റെ കൺമുന്നിൽ നിന്നും പോകാൻ പറ. ജോസ് കലി പൂണ്ടു. എൻ്റെ ചേട്ടായി ഒന്ന് അടങ്ങ്, ഞാൻ ചോദിക്കാം. ആശിക്കേ, നീ ഈ ഫോട്ടോയിലുള്ളവനെ തന്നെയാണോ കണ്ടത്? നിനക്ക് ഉറപ്പാണോ? അത് ചേട്ടായി, ഞാൻ കണ്ടത് ഇവനെ തന്നെയാ. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഒത്തിരി മാറ്റമുണ്ട്. അത് കേട്ട ജോൺസൺ ജോസിനെ നോക്കി. ചേട്ടാ, ഇവൻ പറയുന്നത് ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കയ്യിലെ ഫോട്ടോ കുറച്ച് പഴയതല്ലേ? ജോസൊന്നും മൂളി. പിന്നെ അവരെ നോക്കി. ഇവനൊക്കെ അവൻ എവിടെ വെച്ചാ കണ്ടതെന്ന് കൂടി ചോദിക്കടാ. അവനെ ആ തോപ്പുംപടിയിൽ വെച്ചാൽ ഞങ്ങൾ കണ്ടത് ജോസേട്ടാ, ആശിക്ക് പറഞ്ഞു. പിന്നെ ഇടക്ക് വെച്ച് അവനെ മിസ്സായി. ഒരു ബ്ലാക്ക് കളർ മോഡിഫൈ ചെയ്ത ഥാർ ജീപ്പാണ് അവൻ്റെ. പിന്നാലെ വെച്ച് പിടിക്കാൻ നോക്കിയ ചേട്ടായി കാലനൊടുക്കത്തെ പോകാൻ പോയത്. ആശിക്ക് പറഞ്ഞ നാക്ക് വായിലേക്കിട്ടതും ജോസ് അവൻ്റെ നെഞ്ചിന് നോക്കി ചവിട്ടി. പഴുവേറുടെ മോനെ. അവനെ മിസ്സാക്കിയതും പോലെ അവൻ്റെ കോപ്പിലൊരു വർണ്ണന. ഭംഗി നോക്കിയിരുന്ന സമയത്ത് അവൻ്റെ വണ്ടി നമ്പർ നോക്കിയിരുന്നോടാ. നിലത്ത് കിടന്ന ആശിക്കിനെ നോക്കി ജോസ് ചോദിച്ചു. ഫോണിലുണ്ട് ചേട്ടായി, ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. അവൻ നിലത്ത് കിടന്ന് നെഞ്ചി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. തമ്പുരാൻ കാത്തു, അതിനുള്ള ബുദ്ധിയെങ്കിലും കൊടുത്തല്ലോ. കർത്താവിന് സ്തോത്രം. അത് കേട്ട ആശിക്കൊന്ന് ചിരിച്ചു. നാറി, കിടന്നെളിച്ചുകൊണ്ടിരിക്കാതെ അതിങ്ങ് കാണിക്കടാ. ഉടനെ തന്നെ ആശിക്ക് ചാടി എഴുന്നേറ്റ് തൻ്റെ ഫോൺ ജോസിന് കൊടുത്തു. ജോസ് ഫോൺ വാങ്ങിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി. ഇനി ഇതിൻ്റെ ലോക്ക് നിൻ്റെ അപ്പം വന്ന് അഴിച്ചു തരുമായിരിക്കും അല്ലേ? അയ്യോ ചേട്ടായി, ഇങ്ങ് കൊണ്ടുപോവാ, ഫിംഗർ ലോക്കാ. ആശിക്ക് ഫോൺ തിരികെ വാങ്ങി ലോക്ക് അഴിച്ച് വീണ്ടും ജോസിന് കൊടുത്തു. വണ്ടി കൊള്ളാലോടാ, നല്ല ഒന്നാന്തരം മുറയിനെത്തിപ്പെട്ട മൂരിക്കുട്ടനെ പോലെയുണ്ട്. ദേ നോക്കടാ ജോൺസാ. എന്തുവാടാ ഇതിൻ്റെ പേര്? ജോസ് ആശിക്കിനെ നോക്കി. അത് താറാണ് ചേട്ടായി. എന്തായാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് ഈ നാറിയെ തട്ടണം. എന്നിട്ട് വേണം ജോസിന് ഈ മൂരിക്കുട്ടനിൽ കയറിയൊന്ന് വിലസാൻ. അത് നേരാ ജോസേട്ടൻ. കൂളിംഗ് ഗ്ലാസും വെച്ച് ഇവനിൽ കയറിയൊന്ന് കറങ്ങിയ നമ്മുടെ റോക്കി ബായി മാറി നിൽക്കും. അമ്മാതിരി ഗെറ്റപ്പില്ല എൻ്റെ ജോസേട്ടന്. അത് കൊള്ളാലോടാ. എന്നിട്ട് വേണം എനിക്ക് പോരാളി ഡയലോഗ് പറയാൻ. ഈ ജോസൊന്ന് കസറും. വാടാ മക്കളെ, രത്തവാടയ്ക്ക് സുറാമീനുകളെ ഒന്ന് ചേർത്ത് വെച്ച തിമിംഗലത്തോടെ വേട്ടയെ ആരംഭിக்கலாம். ജോസ് പറഞ്ഞത് കേട്ട് ജോൺസൺ വാ പൊളിച്ച് നിന്നുപോയി. മെഴിച്ച് നിൽക്കാതെ ഒന്ന് വാടാ വന്നീ. അവനെ നോക്കി പുച്ഛിച്ചിട്ട് ജോസ് തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നാലെ ജോൺസണും വന്ന് കയറി. അകത്തേക്ക് കയറിയ അർജുൻ അതീവ സന്തോഷവാനായിരുന്നു. ഗൈസ്, ഏ ഖുഷ്ഖബറിയെ, നമ്മുടെ ശത്രു, അവൻ്റെ ഒളിച്ചുകളി, അത് ഞാനങ്ങ് അവസാനിപ്പിക്കാൻ പോകുക. തൻ്റെ ടീമിൻ്റെ അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്ത സ്ഥലത്തേക്കാണ് അവനെത്തിയത്. അർജുൻ പറഞ്ഞത് കേട്ടവർ എല്ലാം വിശ്വാസം വരാതെ അവനെ നോക്കി. ക്യാ ഏ സച്ചേ സാബ്? ഏ കേസേ ഹുവാ?
നമ്മുടെ മുന്നിൽ ആകെ ഉണ്ടായിരുന്ന വഴി ആ മരക്കാറായിരുന്നു. അയാളെ ആണെങ്കിൽ കാണാനുമില്ല. മിത്ര തൻ്റെ ആകാംക്ഷ അടക്കാനാവാതെ അർജുനോട് ചോദിച്ചു. ശരിയാ, അവനെ കിട്ടിയിട്ടില്ല. പക്ഷെ അവനെ തേടി ഞാൻ ചെന്നത് അവൻ്റെ വാലാട്ടിപ്പട്ടിയുടെ മുന്നിലാണ്. ഒരു ചെറിയ ഡോസ് കൊടുത്തപ്പോൾ എല്ലാം തത്ത പറയുന്ന പോലെ ഇങ്ങ് വന്നു. അബദ്ധത്തിലാണ് അവൻ ഈ കാര്യം പറഞ്ഞത്. പിന്നെ അവിടെ ഉണ്ടായതെല്ലാം അർജുൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇത്രയും നാൾ അവൻ പിന്നിൽ നിന്നും കളിച്ചു, അല്ല നമ്മളെ കളി പിടിപ്പിച്ചു. അത് പറയുമ്പോൾ അർജുൻ്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു. അവൻ പല്ലുകടിച്ച് തൻ്റെ ദേഷ്യം അടക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി എൻ്റെ ഊഴമാണ്. അർജുൻ രമേശിന് കണക്കുകൾ എണ്ണി തീർക്കാനുള്ള ഊഴം. ഗൗരി, നീ കരഞ്ഞോ? നിന്റെ മുഖമെല്ലാം എന്താ വീർത്ത് കെട്ടിയിരിക്കുന്നത്? അവളെ തേടി വന്ന നരേന്ദ്രൻ കണ്ടത് വാടിത്തളർന്നിരിക്കുന്ന ഗൗരിയെയാണ്. അവളുടെ മുഖം കണ്ട അയാൾക്കും സങ്കടമായി. അത്രയേറെ അയാൾ ഗൗരിയെ സ്നേഹിച്ചിരുന്നു. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അയാൾ അവളോട് ചേർന്നിരുന്നു. എന്നാൽ ചിന്തകളുടെ ലോകത്തായിരുന്ന ഗൗരി നരേന്ദ്രന്റെ സാമീപ്യം അറിഞ്ഞിരുന്നില്ല. അയാളുടെ ചോദ്യങ്ങൾ അവളുടെ കാതുകളിലേക്ക് എത്തിയില്ല. രുദ്രനെക്കുറിച്ചുള്ള ചിന്തകളും അവൻ നൽകിയ ഓർമ്മകളും മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. മോളെ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തു പറ്റി എൻ്റെ ഗൗരിക്കുട്ടിക്ക്? താൻ വന്നതുപോലും അറിയാതിരിക്കുന്ന ഗൗരിയെ നരേന്ദ്രൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് ഗൗരി നരേന്ദ്രനെ ശ്രദ്ധിക്കുന്നത്. അവൾ കരഞ്ഞു ചുവന്ന മിഴികളോടെ അയാളെ നോക്കി. എന്താ എൻ്റെ ഗൗരിക്കുട്ടിക്ക് പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലാണ്ട് നീ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. അയാൾ വീണ്ടും വാത്സല്യത്തോട് ചോദിച്ചു. ഒന്നുമില്ല വല്യേട്ടാ, ഒരു തലവേദന. യാത്രയുടെ ആയിരിക്കും. ഗൗരി അയാളുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. നല്ല തലവേദനയുണ്ടോ മോളെ? ഹോസ്പിറ്റലിൽ പോണോ? നിന്റെ മുഖവും വീർത്ത് കെട്ടിയിരിക്കുകയാണല്ലോ. അതങ്ങ് ഉറങ്ങിയാൽ ശരിയാകും ഏട്ടാ. ഏട്ടൻ ഓഫീസിൽ പോയില്ലേ ഇന്ന്? ഇറങ്ങേണ്ട സമയം കഴിഞ്ഞല്ലോ. അവൾ ക്ലോക്കിലേക്ക് നോക്കി. ഞാൻ രാവിലെ അങ്ങ് എത്തിയിട്ടേ ഉള്ളൂ. ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടെന്ന് വെച്ചു. കുറച്ച് ഫയൽ നോക്കാനുണ്ട്. അത് ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നാളത്തെ ബോർഡ് മീറ്റിങ്ങിനുള്ള ഡോക്യുമെന്റ്സും പ്രിപ്പയർ ചെയ്യണ്ടേ? അതിന് നമ്മുടെ വീടാ ബെസ്റ്റ്. പിന്നെ നീ ഉണ്ടല്ലോ എല്ലാത്തിനും. അതുകൊണ്ടാ വില്ല പ്രോജക്റ്റ് അത് ഇനിയും നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് തോന്നിയത്. എത്രയും പെട്ടെന്ന് നടത്തണം. പിന്നെ നിന്റെ ഏട്ടന്മാർ ആദ്യത്തിനും സുഖവും ഇന്ന് വൈകിട്ടും എത്തും. അവരും ഉണ്ടാകും നാളത്തെ മീറ്റിങ്ങിന്. എന്താ ഏട്ടാ പെട്ടെന്ന് എല്ലാവരും കൂടെ? ഏട്ടന്മാർ ഇനി 6 മാസം കഴിഞ്ഞേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണല്ലോ. ഗൗരി തൻ്റെ സംശയം മറച്ചു വെച്ചില്ല. ബിസിനസിൻ്റെ കാര്യമല്ലേടി. ഊരുമ്പോൾ പെണ്ണുങ്ങളെ കൂടെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെയും കണ്ടിട്ട് കുറച്ചായില്ലേ? അപ്പോൾ ഏട്ടത്തിമാരും വരുന്നുണ്ടോ? ഗൗരി മുഖമുയർത്തി നരേന്ദ്രനോട് ചോദിച്ചു. ഏട്ടത്തിമാരും പിള്ളേരും എല്ലാം വരുന്നുണ്ട്. നരേന്ദ്രൻ ചിരിയോടെ ഗൗരിക്ക് മറുപടി കൊടുത്തു. അപ്പോൾ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. അല്ലാണ്ട് ഏട്ടനിപ്പോൾ അവർ വിളിച്ചു വരുത്തില്ല. ഗൗരി അല്പം ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല കുട്ടി. നീ ഇതൊന്നും ആലോചിച്ച് തലമുണ്ണാക്കാതെ കുറച്ചു നേരം കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, നമ്മുടെ അപ്പു എന്തിയെ? വന്നപ്പോൾ അങ്ങോട്ട് വന്നതാ, പിന്നെ ആളെ കണ്ടിട്ടില്ല. അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന ഏട്ടാ. ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് കണ്ടു. ആദിയുടെയും നീതുവിൻ്റെയും അരിയിൽ കാണും. എന്നാൽ ശരി, നീ കിടന്നോ. ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ. ആ MLA ജോർജ് വരാമെന്ന് പറഞ്ഞിരുന്നു. അയാൾക്കെന്തോ ആവശ്യം. നരേന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ശരി ഏട്ടാ, ഞാനൊന്ന് മയങ്ങട്ടെ. അപ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടും. ഗൗരി പറഞ്ഞത് കേട്ട നരേന്ദ്രൻ അവളുടെ നെറുകയിൽ തലോടിയ ശേഷം പുറത്തേക്ക് നടന്നു. അപ്പോഴും നരേന്ദ്രൻ ചിന്തിച്ചത് ഗൗരിയുടെ കരഞ്ഞു വീർത്ത മുഖത്തെക്കുറിച്ചായിരുന്നു. തൻ്റെ കുട്ടി. അവൾ തന്നോട് പറഞ്ഞത് കള്ളമാണെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. എന്തിനാകും അവൾ അങ്ങനെ പറഞ്ഞത്? അവൾ അങ്ങനെ ആരോടും കളവ് പറയാറില്ല. അങ്ങനെയാണ് താൻ അവളെ വളർത്തിയത്. നരേന്ദ്രന്റെ ചിന്തകൾ പല വഴി സഞ്ചരിച്ചു. പെട്ടെന്നാണ് ഇരുവെട്ടും പോലെ നരേന്ദ്രന്റെ ചിന്തയിലേക്ക് രുദ്രൻ കടന്നു വരുന്നത്. രുദ്രൻ. ഗൗരി ഇന്നോളം കരഞ്ഞിട്ടുള്ളത് അവനെക്കുറിച്ച് ഓർത്തു മാത്രമാണ്. അവന്റെ മടങ്ങിവരവ് അതവൾ അറിഞ്ഞു കാണുമോ? അതാണ് അവളുടെ കണ്ണീരിന് കാരണം. അയാളുടെ ഉള്ളിൽ അകാരണമായ ഭയം ഉടലെടുത്തിരുന്നു. എന്നാൽ ഗൗരിയും അതേ ചിന്തയിൽ തന്നെയായിരുന്നു. പെട്ടെന്നുള്ള എല്ലാവരുടെയും ഈ വരവ്, അതിന്റെ ഉദ്ദേശം രുദ്രന്റെ ഈ വരവ് അറിഞ്ഞിട്ടാണോ? അവൻ വന്നുപോയപ്പോൾ ശേഖരേട്ടൻ അവിടേക്ക് വന്നിരുന്നുവെന്ന് ആദ്യ പറഞ്ഞത് അവൾ ഓർത്തു. ഏട്ടൻ എല്ലാവരോടും പറഞ്ഞു കാണണം. അതാകും ഇത്രയും നാൾ പിന്നാലെ നടന്ന രഘു പോലും അധികാരസ്വരത്തിൽ പെരുമാറാൻ ശ്രമിച്ചത്. കലുഷിതമായ മനസ്സുമായി ഗൗരി കിടക്കയിലേക്ക് ചാഞ്ഞു. കഴിഞ്ഞില്ലടോ, കുറെ നേരമായല്ലോ താൻ ഇട്ട് ചുരണ്ടാൻ തുടങ്ങിയിട്ട്. മുന്നിലിരിക്കുന്ന സ്കെച്ച് ആർട്ടിസ്റ്റിനോട് അർജുൻ ദേഷ്യപ്പെട്ടു. അർജുനും ടീമും അബുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും സ്കെച്ച് ആർട്ടിസ്റ്റ് അബുവിനോട് ചോദിച്ച് തൻ്റെ ചിത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീരും സാറേ, അവസാനവട്ട ടച്ചപ്പ് അത്രയേ ഉള്ളൂ. അർജുൻ്റെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ മുഖം കണ്ട് അയാൾ പറഞ്ഞു. താൻ വേഗം റെഡിയാക്കാൻ നോക്ക്. അർജുൻ അയാളെ നോക്കാതെ ജനൽ വഴി പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ്റെ ദേഷ്യവും അക്ഷമയും കണ്ട് മിത്ര അവൻ്റെ തോളിൽ പിടിച്ചു. എന്താ സാബിത്? ലെറ്റ് ഹിം കംപ്ലീറ്റ് ഹിസ് വർക്ക്. നമ്മൾ ഇത്രയും കാത്തിരുന്നില്ലേ? എന്നാലും മിത്ര, അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് പെരുത്ത് കയറുക. വള്ള പുന്നാരമോൻ, ഒരു പട്ടിയെപ്പോലെ നമ്മളെ ഇട്ട് വട്ട് തട്ടിയില്ലേ? അത് കേട്ടതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി. കോഫി വേണോ നിനക്ക്? അത് കേട്ടതും അർജുൻ വേണമെന്ന് തലയാട്ടി കാണിച്ചു. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ അടുക്കള ഭാഗത്തേക്ക് നടന്നു. അവിടെ അബുവിൻ്റെ ബീവി നസീമയുണ്ടായിരുന്നു. പേടിച്ച് രണ്ട് നിൽക്കുകയായിരുന്ന അവളുടെ അടുത്തേക്ക് മിത്ര ചെന്നു. ഇവിടെ കാപ്പിപ്പൊടി ഇരിപ്പുണ്ടോടി? അല്പം ശബ്ദമുയർത്തിയാണ് മിത്ര അത് ചോദിച്ചത്. മറ്റേതോ ചിന്തയിലായിരുന്ന നസീമ മിത്രയുടെ ഉയർന്ന ശബ്ദം കേട്ടതും ഞെട്ടിവിറച്ചു. ഒന്നും മിണ്ടാനാകാതെ അവൾ നിന്നു.
കുറച്ചു മണിക്കൂറുകളായി അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ അവളുടെ മനസ്സ് തകർന്നുപോയിരുന്നു. നിസ്സംഗതയോടെ നിൽക്കാൻ മാത്രമേ നസീമക്കായുള്ളൂ. അത് കണ്ടതും മിത്രയ്ക്ക് ദേഷ്യം വന്നു. എന്താടി മിഴിച്ചു നിൽക്കുന്നേ? നിനക്ക് കാതില്ലേ? ചോദിച്ചത് കേട്ടില്ലേ നീ? എന്താ സാറേ, എന്താ പറഞ്ഞേ? നസീമ പേടിച്ച് വിക്കിക്കൊണ്ട് ചോദിച്ചു. നീ കെട്ടിയനോ സ്വപ്നം കൊണ്ടിരിക്കുമായിരുന്നോ പൊന്നുമോൾ? എന്തായാലും അവനെ നിനക്ക് തിരിച്ചു കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നീ കാപ്പിപ്പൊടി എവിടെയാണെന്ന് പറ, എനിക്കൊരു കാപ്പി എടുക്കണം. അയ്യോ സാറേ, ഞാൻ ഇട്ടിത്തരാം. കാപ്പിപ്പൊടിയോ ഷെൽഫിലിരിപ്പുണ്ട്, നസീമ പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അത് കൊള്ളാലോടി, എനിക്ക് വേണ്ടി നീ കാപ്പി മാത്രമേ ഇട്ട് തരത്തുള്ളൂ, അതോ എൻ്റെ മറ്റാവശ്യങ്ങളും നീ വന്ന് ചെയ്തു തരുമോ? മിത്രയുടെ എടുത്തടിച്ച പോലുള്ള ചോദ്യം കേട്ടതും നസീമ ചൂളിപ്പോയി. മിത്രയിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. മിത്രയ്ക്ക് മുന്നിൽ വിളറി വെളുത്ത അവൾ നിന്നു. അത് കണ്ടതും മിത്ര അവളോട് അല്പം മയത്തിൽ സംസാരിച്ചു തുടങ്ങി. എൻ്റെ കാര്യം ചെയ്യാൻ എനിക്കറിയാം, അതിന് ഒരുത്തിയുടെ സഹായവും എനിക്ക് വേണ്ട, കേട്ടോടി. അവൾ കാപ്പിയിട്ട് തരാൻ വന്നിരിക്കുന്നു. മിത്ര നസീമ ചൂണ്ടിക്കാണിച്ച ഷെൽഫിൽ നിന്ന് കാപ്പിയെടുത്ത് താഴെ വെച്ച ശേഷം പാത്രത്തിൽ വെള്ളമെടുത്ത് സ്റ്റൗവിൽ തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴും നസീമ പേടിച്ചൊന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ മിത്രയ്ക്ക് ചിരിയാണ് വന്നത്. എത്ര നാളായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? മിത്ര നസീമയെ നോക്കി ചോദിച്ചു. 6 വർഷമായി സാറേ, നസീമ തൻ്റെ തട്ടം വലിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കുട്ടികളോ? മിത്രയുടെ ചോദ്യം കേട്ടതും നസീമ സന്തോഷത്തോടെ അവളുടെ വയറിൽ കൈവച്ചു. നസീമയുടെ മുഖത്തെ സന്തോഷവും അവളുടെ പ്രവൃത്തിയും കണ്ട് മിത്രയ്ക്ക് കാര്യം മനസ്സിലായി. നിനക്കിത് എത്രയാ മാസം? മിത്ര ചിരിയോടെ ചോദിച്ചു. അതുവരെ വലിഞ്ഞു മുറുകി നിന്ന മിത്രയുടെ ചിരിച്ച മുഖം കണ്ട് നസീമയുടെ പേടി അല്പം കുറഞ്ഞിരുന്നു. ഇത് 3-ാം മാസമാണ് സാറേ, അവൾ മിത്രയ്ക്ക് മറുപടി നൽകി. എന്നിട്ടാണോടി ആ നാരി നിന്റെ കെട്ടിയോൻ നിന്നെയിട്ട് ഈ കഷ്ടപ്പെടുത്തുന്ന പന്നൻ? മിത്ര രോഷം കൊണ്ടു. അയ്യോ സാറേ, ഇക്കാക്ക് എന്നെ വലിയ സ്നേഹമാ. 6 വർഷം കാത്തിരുന്നാ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുന്നത്. ഇപ്പോൾ ഇക്കാക്ക് വയ്യാത്തത് കൊണ്ടാ. അതിന് ഇക്കാക്ക് ഒത്തിരി സങ്കടവുമുണ്ട്. ഓ, അവളുടെ കെട്ടിയവനെ പറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കുന്നില്ല. എന്താ സ്നേഹം! അവനോട് നീ വല്ല പണിക്കും പോയി അടങ്ങി ഒതുങ്ങി ജീവിച്ചേക്കാൻ പറഞ്ഞേക്കണം. അല്ലാതെ ഇനി മരയ്ക്കാരോ വല്ല മറ്റേ മോനോ വേണ്ടി തല്ലുണ്ടാക്കാൻ പോയാ നീ എന്നോട് പറഞ്ഞേര്. ഞാൻ നിർത്തിത്തരാം അവൻ്റെ ആ കുന്തളിപ്പ്, കേട്ടോടി. മിത്ര അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. നസീമ സന്തോഷത്തോടെ ശരിയെന്ന് തലയാട്ടി സമ്മതിച്ചു. അപ്പോഴേക്കും വെള്ളം തിളച്ചിരുന്നു. അവൾ അതിലേക്ക് കാപ്പിപ്പൊടി ഇട്ട ശേഷം സ്റ്റൗ ഓഫാക്കി. പിന്നീട് പഞ്ചസാര ഇട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് പകർന്ന ശേഷം അതുമായി അവിടെ നിന്ന് അർജുൻ്റെ അരികിലേക്ക് പോയി. അപ്പോഴും വരയ്ക്കുന്നയാൾ രേഖാചിത്രം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നില്ല. ഇയാളിത് ഇതുവരെ തീർത്തില്ലേ? മിത്ര അർജുനെ നോക്കി ചോദിച്ചുകൊണ്ട് അവന് കാപ്പി നൽകി. ഇപ്പോൾ തീരൂടി, തീർത്തിട്ട് കണ്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ മനസ്സിനൊരു സുഖമുണ്ടാകില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർക്ക് സമീപം ഇരുന്ന അശോക് ലാപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഏറെ നേരമായി അവൻ ആർക്കോ ഫോൺ ചെയ്യുകയും മറ്റുമായിരുന്നു. അവിടെ നിന്ന് ലഭിച്ച മറുപടി അവൻ തേടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉത്തരമാണോ എന്ന് അവന് സംശയം തോന്നിയിരുന്നു. ഉടനെ നിധി കിട്ടിയ പോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അർജുൻ സാബ്, ദർ ഈസ് എ ഹാപ്പി ന്യൂസ് ഫോർ യു. സാബിൻ്റെ ഊഹം തെറ്റിയിട്ടില്ല. അശോകിൻ്റെ വാക്കുകൾ കേട്ട് അർജുൻ അവനെ നോക്കി. സന്തോഷത്തോടെ തന്നെ നോക്കുന്ന അശോകിനെയാണ് അവൻ കണ്ടത്. എന്താ അശോക്? അർജുൻ ആകാംക്ഷയോടെ തിരക്കി. സാബ്, മരക്കാരുടെ കോൾ ട്രേസ് ചെയ്യാൻ സാബ് എൻ്റെ കയ്യിൽ നമ്പർ നൽകിയിരുന്നില്ലേ? അർജുൻ അത് കേട്ട് ശരിയാണെന്ന് സമ്മതിച്ചു. അതെ, പക്ഷേ നമ്പർ സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ നീ പറഞ്ഞത്. അയാളുടെ ഫോൺ വീണ്ടും ഓണായോ? അർജുൻ പ്രതീക്ഷയോട് ചോദിച്ചു. നോ സാബ്, അതിപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ്. പക്ഷെ നമുക്ക് വേറൊരു കാര്യം കിട്ടിയിട്ടുണ്ട് സാർ. മരക്കാരുടെ നമ്പറിലേക്ക് വന്നൊരു കോള്, അത് അവൻ്റേതാണ് സാർ. നമ്മൾ കാത്തിരുന്ന നമ്മുടെ ശത്രുവിൻ്റെ കോൾ. ഇത് സത്യമാണോ അശോക്? അർജുൻ കസാരയിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. യെസ് സാബ്, കോള് പോയിരിക്കുന്നത് ഈ അബുവിൻ്റെ ഫോണിൽ ഐഡിയയിലുള്ള സിമ്മിൽ നിന്നാണ്. ആദ്യം എനിക്ക് സംശയം തോന്നിയിരുന്നില്ല. ഒരു നോർമൽ കോളായേ ഞാനതിനെ കണ്ടിരുന്നുള്ളൂ. ഇവിടെ എത്തി ഇവനോട് സംസാരിക്കുന്നത് വരെ. അർജുൻ അബുവിനെ നോക്കി. അവൻ കൈ താങ്ങിപ്പിടിച്ച് തങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകാതെ തങ്ങളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശോക്, നീ തെളിച്ചു പറ, എന്താ സംഭവിച്ചത്? അർജുൻ തൻ്റെ ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു. പക്ഷെ ഇവിടെ എത്തി ഇവനോട് ഈ കോളിനെ പറ്റി ചോദിച്ചിരുന്നു. ഇവൻ പറഞ്ഞത് അങ്ങനെ ഒരു ഫോൺ കോൾ ഇവൻ ചെയ്തിട്ടില്ല എന്നാണ്. അതാണ് ഇങ്ങനെയൊരു സംശയം തോന്നാൻ കാരണവും. പക്ഷേ പ്രൂഫില്ലാതെ സാബിനോട് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ സർവീസ് പ്രൊവൈഡർ കമ്പനിയുമായി കോൺടാക്ട് ചെയ്തിരുന്നു. അവർ നൽകിയതും ഇവൻ്റെ അഡ്രസ്സാണ്. അശോക്, നീ എന്താണ് ഈ പറയുന്നത്? അശോക് പറഞ്ഞത് കേട്ട് അർജുനൊന്നും മനസ്സിലായിരുന്നില്ല. അവൻ തൻ്റെ സംശയം അശോകിനോട് ചോദിച്ചു. നീ പറയുന്നത് ഇവൻ്റെ ഫോൺ നമ്പറിൽ നിന്ന് കോൾ പോയിരിക്കുന്നതെന്നാണ്. എന്നാൽ ഇവനൊട്ട് കോൾ ചെയ്തിട്ടുമില്ല. ആ ഫോൺ ഇവൻ്റെ തന്നെയാണ് താനും. അതെ സാർ. അശോക് അർജുനെ നോക്കി. അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സമ്മതിച്ചു. ഇതെല്ലാം കേട്ട് മിത്രയും അർജുനോട് യോജിച്ചു. അശോക്, നീ പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മുടെ ശത്രു അവൻ എങ്ങനെയാകും ഇവൻ്റെ ഫോൺ ഉപയോഗിക്കുക? ഒന്നുകിൽ ഇവനറിയാതെ അവൻ ഫോൺ ഉപയോഗിച്ചിരിക്കണം. അതാണ് ആകെയുള്ള പോസിബിലിറ്റി. മിത്ര തൻ്റെ നിഗമനം പറഞ്ഞു. മിത്രാജി, ഇവിടെ നമ്മൾ കരുതാത്ത മറ്റൊരു സാധ്യതയുണ്ട്.
അശോക് പറഞ്ഞത് കേട്ട എല്ലാവരും അവൻ്റെ മറുപടിക്കായി അവൻ ഉറ്റുനോക്കി. മിത്രാജി, ഹീ ക്ലോൺഡ് ഹിസ് നമ്പർ ആൻഡ് ഹിസ് ഫോൺ. വാട്ട്? മിത്ര അമ്പരപ്പോടെ അശോകിനെ നോക്കി. യെസ് മിത്രാജി, അബുവിൻ്റെ ഫോൺ അവൻ ക്ലോൺ ചെയ്താണ് കോൾ ചെയ്തിരിക്കുന്നത്. കോൾ പോയ സമയം ഇവൻ ജനറൽ ആശുപത്രിയിലായിരുന്നു. ഫോൺ ഇവൻ്റെ ഭാര്യയുടെ കയ്യിലും. പക്ഷേ അവൻ വിളിച്ചിരിക്കുന്നത് പോർട്ട് ഏരിയയിലെ ടവർ ലൊക്കേഷനിൽ നിന്നാണ്. ആൻഡ് വൺ മോർ തിങ്, അവരുടെ സെർവറിൽ നിന്നും കോൾ റെക്കോർഡിങ്സും മറ്റും നീക്കം ചെയ്തിട്ടുണ്ട്. അത് തിരിച്ചെടുക്കാൻ സാധ്യമാവാത്ത വണ്ണം. എ ട്രൂ ജീനിയസ്. അശോക് പറഞ്ഞത് കേട്ട അർജുൻ ചിന്തയിലായിരുന്നു. അവൻ്റെ മനസ്സിൽ അപ്പോൾ അവൻ അബുവിൻ്റെ ഫോൺ നമ്പർ തിരഞ്ഞെടുത്തത് എന്തിനാകുമെന്നും മരക്കാരെ കൊണ്ടുള്ള ആവശ്യം എന്താണെന്നുമുള്ള ചിന്തകളായിരുന്നു. മിത്രയുടെ കരസ്പർശമാണ് അവനെ ചിന്തയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. അർജുൻ, വാട്ട് ആർ യു തിങ്കിങ്? മിത്ര അവനോട് ചോദിച്ചു. മിത്ര, അവൻ എന്തിനാകും അബുവിൻ്റെ നമ്പർ ക്ലോൺ ചെയ്തിട്ടുണ്ടാകുക? അതിൻ്റെ ഉത്തരം സിമ്പിളല്ലേ സാബ്. അബു മരക്കാറും രണ്ടുപേരും പരസ്പരം അറിയുന്നവർ. അങ്ങനെയുള്ള ഒരാളുടെ പേര് ഇതിൽ ഉപയോഗിച്ചാൽ ഒരു അന്വേഷണം വന്നാൽ ആരും സംശയിക്കില്ലല്ലോ. എന്നാലും മിത്ര, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിന്റെ അഭിപ്രായം എന്താടാ? അവൻ അശോകിനോട് ചോദിച്ചു. എനിക്ക് മിത്ര പറഞ്ഞത് തന്നെയാണ് കാരണമെന്ന് തോന്നുന്നു സാബ്. പിന്നെ സാബിൻ്റെ ഉള്ളിൽ എന്താണെന്ന് സാബ് പറഞ്ഞാലല്ലാതെ അറിയാൻ പറ്റില്ലല്ലോ. സാബ് തന്നെ പറയണം. അശോക് പറഞ്ഞത് കേട്ട് അർജുൻ ചിരിച്ചു. എനിക്ക് തോന്നുന്നു അവൻ ചിന്തിച്ചത് മറിച്ചാണെന്നാണ്. അവൻ അറിയാമായിരുന്നു നമ്മൾ മരക്കാരിലേക്ക് എത്തുമെന്ന്. അയാളെ കണ്ടെത്താൻ ആദ്യം സമീപിക്കുക ഇവനെയാകുമെന്ന്. അബുവിൽ നിന്നും അവനെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് കാട്ടിത്തരാനാണ് ഇവൻ്റെ നമ്പർ ഉപയോഗിച്ചത്. അവനാവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് അബുവിലേക്ക് എത്താൻ മാത്രം ഉതകുന്ന ഡീറ്റെയിൽസ് മാത്രം അവശേഷിപ്പിച്ചു. അവൻ നമുക്ക് മുന്നിൽ അവൻ ആരാണെന്ന് കാട്ടാനാണ് ഇങ്ങനെയൊരു നാടകം കളിച്ചത്. എന്നിട്ടും അവൻ തന്നെ വിജയിച്ചു. തങ്ങളുടെ ചിന്തകൾക്കപ്പുറം ചിന്തിക്കുന്ന എതിരാളി. ശത്രുവിനെ ഞങ്ങൾ വിജയിച്ചുവെന്ന് തോന്നിപ്പിക്കും വിധം അവൻ വലിച്ചെറിഞ്ഞ എല്ലും കഷ്ണങ്ങൾ പിന്നാലെ ഓടുന്ന കുടിച്ചുപട്ടികളെ പോലെയാണ് തങ്ങളെന്ന് അവർക്ക് തോന്നി. ആ ഒരു ചിന്ത പോലും അവരിൽ സ്വയം അവമതിപ്പുളവാക്കി. അവിടെ തളം കെട്ടി നിന്ന് നിശബ്ദത ഭേദിച്ചുകൊണ്ട് ആ ശബ്ദം അവിടെ ഉയർന്നു. സാർ, ചിത്രം റെഡിയായിട്ടുണ്ട്. സ്കെച്ച് ആർട്ടിസ്റ്റ് പറഞ്ഞത് അവരുടെ കാതുകളിൽ തുളച്ചു കയറി. ആ ചിത്രം കാണുകയെ അബു പ്രേതത്തെ കണ്ട പോലെ ഭയന്ന് വിറച്ചു. ഹാർബറിൽ അവനെ കണ്ട ഓർമ്മ പോലും തനിക്ക് വേദന സമ്മാനിക്കുന്നുവെന്ന് അബുവിന് തോന്നി. അബുവിൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച അർജുൻ മിത്രയെ നോക്കി. നീ ആദ്യം നോക്ക്. അവൻ വെച്ച് നീട്ടിയ എല്ലും കഷ്ണം. സ്വീകരിക്കേണ്ട കാര്യം അർജുനില്ല. അർജുൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. ഇനി അർജുനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ മിത്ര അയാൾ തയ്യാറാക്കിയ സ്കെച്ച് വാങ്ങി നോക്കി. ഒരു നിമിഷം അവൾ ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അലസമായി വളർന്ന മുടിയും താടിയുമൊക്കെയായ ഒരു രൂപമായിരുന്നു അത്. ആ മുഖത്തിൻ്റെ പ്രത്യേകത അവൻ്റെ കണ്ണുകളാണെന്ന് അവൾക്ക് തോന്നി. ആ ചിത്രത്തിൽ പോലും ആ മുഖത്തെ രുദ്രൻ്റെ മുഖത്തെ രൗദ്രഭാവമായിരുന്നു അവൾ കണ്ടത്. രുദ്രൻ്റെ ചിത്രത്തിൽ നിന്നും കണ്ണെടുക്കാതെ മിത്ര നിൽക്കുന്നത് കണ്ട അർജുൻ അവളുടെ കയ്യിൽ നിന്ന് ആ ചിത്രം പിടിച്ചു വാങ്ങി. ആദ്യ നോട്ടത്തിൽ തന്നെ അർജുൻ കണ്ണുകളിൽ തൻ്റെ എതിരാളിയുടെ രുദ്രൻ്റെ മുഖം ഒരു ശിലയിൽ കൊത്തിവെച്ചവണ്ണം അവൻ്റെ ഉള്ളിൽ പതിഞ്ഞിരുന്നു. രുദ്രൻ്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അർജുൻ അശോകിനോട് പറഞ്ഞു, ഇവൻ്റെ ചിത്രം നീ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും എല്ലാ പോലീസുകാർക്കും മെസ്സേജ് ചെയ്യേ. CCTVയോ പോലീസ് സർവൈലൻസ് ക്യാമറയോ എന്ത് മാങ്ങാത്തൊലിയായാലും 24/7 നേരം നിരീക്ഷിച്ചോ. അതിനെത്ര പോലീസുകാരെ വേണേൽ നീ വിളിച്ചോ. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കണം ഈ പന്ന മോനെ ജീവനോടെ എൻ്റെ കയ്യിൽ. മനസ്സിലായോടാ? അർജുനെ അത്രയും ദേഷ്യത്തിൽ അവരാരും അന്നേവരെ കണ്ടിട്ടില്ലായിരുന്നു. അശോക് അർജുനെ നോക്കി അനുസരണയോടെ തലയാട്ടി. അപ്പോഴും അർജുൻ്റെ കണ്ണുകൾ രുദ്രൻ്റെ ചിത്രത്തിൽ തന്നെയായിരുന്നു. അവൻ ആ ചിത്രം നോക്കി രുദ്രനോടെന്നവണ്ണം പറഞ്ഞു, നീ ബുദ്ധിരാക്ഷസനായിരിക്കും, പക്ഷെ നീ ഒന്നും ഓർത്തില്ല. നിനക്ക് തടസ്സം നിൽക്കുന്നത് ഈ അർജുനാണെന്ന്. ഇപ്പോൾ നീ ചിരിക്കുകയാവും, പക്ഷേ അധിക നാൾ നീ ഇങ്ങനെ ചിരിക്കില്ല. അത് ഈ അർജുൻ്റെ വാക്കാണ്. നിന്റെ ആയുസ് അത് ഈ അർജുൻ്റെ തോക്കിലൊടുങ്ങും. ഒടുക്കിയിരിക്കും ഞാൻ. അർജുൻ്റെ വാക്കുകൾ പാറ പോലെ ഉറച്ചതും വജ്രത്തേക്കാൾ കാഠിന്യമുള്ളതുമായിരുന്നു. അർജുൻ പറഞ്ഞതുപോലെ ഒരു പുഞ്ചിരിയുമായി രുദ്രൻ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ നോക്കി നിന്നു. അവൻ്റെ അലസമായി കിടന്ന താടിയിലൊന്ന് വിരലൊടിച്ച ശേഷം പൈപ്പ് തുറന്ന തൻ്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. പിന്നീട് ഷേവിംഗ് ക്രീം ഉപയോഗിച്ച് താടി നന്നായി പതപ്പിച്ച ശേഷം റേസർ കയ്യിലെടുത്ത് ഷേവ് ചെയ്തു തുടങ്ങി. മാസങ്ങളായി വളർന്നു കിടന്ന താടി വടിച്ചു മാറ്റിയവൻ വീണ്ടും തൻ്റെ മുഖം വെള്ളമൊഴിച്ചു കഴുകി. കണ്ണാടിക്ക് മുന്നിൽ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കിയ രുദ്രൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞത് തൻ്റെ അരികിലേക്ക് നടക്കുന്ന ഒരു രൂപമായിരുന്നു. അവനത് കണ്ടെങ്കിലും ഗൗനിക്കാതെ മീശയുടെ കൊമ്പ് വെട്ടി ഒതുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അയാൾ വന്ന് രുദ്രൻ്റെ പിന്നിൽ നിലയുറപ്പിച്ചിരുന്നു. എന്നിട്ടും അവൻ അയാളെ ഗൗനിച്ചില്ല. തൻ്റെ കൊമ്പം മീശ കണ്ണാടിയിൽ നോക്കി അവൻ പിരിച്ചു വെച്ചു. രുദ്രൻ തന്നെ ഗൗനിക്കുന്നില്ലെന്ന് കണ്ട അതിഥി ആദ്യം സംസാരിച്ചു തുടങ്ങി. അല്ലയോ മഹാനുഭാവ, അന്തക, കാലാന്തക, രുദ്ര 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 പ്രതാപ, ഗൗരീപതി, അവിടുത്തെ ദാസൻ, ശ്മശാനങ്ങളുടെ സൂക്ഷിപ്പുകാരൻ വന്ന് കാത്തു നിന്നിട്ടും ഭവാൻ അങ്ങയുടെ തിരുപിന്നാമ്പരം കാട്ടിയാണോ സ്വീകരിക്കുന്നത്? അവിടുത്തെ ആതിഥ്യമര്യാദ ആരെയും കപ്പൽ കയറ്റി അയച്ചോ? അയാൾ കയ്യും കെട്ടി നിന്ന് ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞു നിർത്തി.
അത്രയും കേട്ടിട്ടും രുദ്രന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും അയാൾ കണ്ടില്ല. രുദ്രൻ അവന്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതയാളിൽ നിരാശ പടർത്തി. സങ്കടത്തോടെ രുദ്രനെ നോക്കി. എന്താണ് വയ്യ ഇത്? നമ്മളെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യേ. ഒന്നുമില്ലേലും ആ ചെവിയിലിരുന്ന് വണ്ടു മൂളുന്ന പോലെ ഓരോന്നും പറഞ്ഞു തരുന്നതല്ലേ. അത് കേട്ടതും രുദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് അവനെ നേരെ നോക്കി. നീ എന്താടാ വല്ല സംസ്കൃത നാടകത്തിനും പേര് കൊടുത്തിട്ടുണ്ടോ? അമ്മാതിരി ഡയലോഗാണല്ലോ തട്ടിവിടുന്നത്. രുദ്രൻ ടർക്കിയിൽ മുഖം തുടച്ച് അകത്തേക്ക് നടന്നു. എല്ലാം ഈ രുദ്രന്റെ പര്യായമല്ലേ. അപ്പോയിച്ച അലങ്കാരവും ഉൽപ്രേക്ഷയും ഒക്കെ ഇട്ടേക്കാമെന്ന് കരുതി. എൻ്റെ ഭയ്യയുടെ അടുത്തല്ലേ, വേറെ ആരുടെ അടുത്തല്ലല്ലോ. അയാൾ രുദ്രന്റെ തോളിലൂടെ കൈയിട്ട് അവനൊപ്പം നടന്നു. അപ്പോഴാണ് അവൻ രുദ്രന്റെ മുഖം ശ്രദ്ധിച്ചത്. അത് കണ്ട് അവന് അത്ഭുതം തോന്നി. അങ്ങനെ പതിവില്ലാത്ത കാഴ്ചയാണ് താടി വടിച്ച മീശ പിരിച്ചു നിൽക്കുന്ന രുദ്രൻ. അല്ല ഭയ്യ, എന്താണ് ഇവിടെ ഇങ്ങനൊരു മേക്ക് ഓവർ? കാട്ടാളനെ പോലെ നടന്ന ചെറുക്കനാണ്. ദേ ഷേവ് ചെയ്ത് കൊമ്പം മീശ മുറുക്കി വമ്പൻ ഗെറ്റപ്പിൽ നിൽക്കുന്നു. ഇനി വല്ല പെണ്ണ് കാണാൻ പോവുകയാണോ? അത് കേട്ട് രുദ്രൻ അവനെ നോക്കി. അതിനർത്ഥം അടുത്തത് തെറിയാകുമെന്ന് മനസ്സിലാക്കി അവനെ അടവ് മാറ്റി. ഭയ്യ എങ്ങനെ നോക്കണ്ട, ഈ ലുക്ക് കണ്ട് ചോദിച്ചതാണ്. അത് കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. അവനെ ആക്കിയുള്ള ചിരി കണ്ടതും അവൻ രുദ്രനെ പരിഭവത്തോടെ നോക്കി. എന്താ ഭയ്യ, കാര്യമായിട്ട് ചോദിച്ചതാ. എന്താ ഇപ്പോൾ ഇങ്ങനൊരു രൂപമാറ്റം? ചോദ്യം കേട്ട് രുദ്രൻ അവനെ ഒന്ന് നോക്കി. നീ പറഞ്ഞത് തന്നെയാണ് കാര്യം. ഞാനൊരു പെണ്ണ് കാണാൻ പോകുന്നു. ഒന്നല്ല, 2 പെണ്ണുങ്ങളെ കാണാനുണ്ട്. അപ്പോൾ കുറച്ച് മെനക്കി നടക്കണ്ടേ? അല്ല, അവളുമാര് വേണ്ടെന്ന് പറഞ്ഞാലോ? ഭയ്യ, അയാൾ ഞെട്ടി രുദ്രനെ നോക്കി. ഡാ ചെറുക്ക, നീ ഇങ്ങനെ നോക്കണ്ട. നിനക്ക് മുണ്ടൊരു പെണ്ണ്. അവളങ്ങ് വിശാഖപട്ടണത്തുനിന്ന് ഇങ്ങ് കൊച്ചിക്ക് പിടിച്ചിട്ടുണ്ട്. അവളുടെ കൂടെയാണ് ഇനി മോൻ്റെ സഹവാസം. കേട്ടോടാ സുന്ദര. രുദ്രൻ അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ പിന്നെ അവളെ കാണാൻ പോകുമ്പോൾ ഈ കുറ്റിത്താടിയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം കേട്ടോടാ, അല്ലേ അവൾ നിന്നെ എടുത്തിട്ട് ചവിട്ടും. രുദ്രൻ അല്പം കളിയാക്കിയും അല്പം കാര്യമായിട്ടും പറഞ്ഞു. ഭയ്യ, ആർ യു സീരിയസ്? രുദ്രൻ ഒരിക്കലും തമാശ പറയാറില്ലെന്ന് അവനറിയാമായിരുന്നു. അതേടാ, അവൾക്കൊപ്പം നീ വേണം. രുദ്രൻ വീണുപോയാലും നീ ജയിക്കണം. അതിന് അവളുടെ സഹായം കൂടിയേ തീരൂ. കണ്ട നാൾ മുതൽ അവൻ രുദ്രനെ ആത്മവിശ്വാസത്തോടു കൂടിയേ കണ്ടിട്ടുള്ളൂ. ഒരിക്കൽ പോലും ലക്ഷ്യം പിഴച്ചിട്ടില്ല, പതറിയിട്ടില്ല. അങ്ങനെയുള്ള രുദ്രന്റെ നാവിൽ നിന്നും കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ രുദ്രനെ തന്നെ നോക്കിയിരുന്നു. രുദ്രന്റെ മുഖത്ത് അപ്പോഴും ഗൗരവം നിറഞ്ഞിരുന്നു. ഭയ്യ, എന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നേ? ഭയ്യ തോറ്റുപോകുമെന്നോ? നോ, നെവർ. അതിനെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എതിരാളി ആരുമായിക്കൊള്ളട്ടെ, പക്ഷെ രുദ്രൻ ജയിക്കും. ഒപ്പം ഈ ഞാനുണ്ടാകും. രുദ്രന്റെ തൃക്കണ്ണായി. അത് പറയുമ്പോൾ അവന്റെ സ്വരത്തിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. അതൊക്കെ വിടു ഭയ്യ. ഭയ്യയ്ക്ക് കാണേണ്ടേ ഞാൻ എന്താണ് ഭയ്യയ്ക്ക് കൊണ്ടുവന്നതെന്ന്. അതും പറഞ്ഞവൻ രുദ്രന്റെ മുന്നിലേക്ക് ഒരു പരന്ന ബോക്സ് നീക്കി വെച്ചു. അത് കണ്ട രുദ്രൻ ആ ബോക്സിലേക്കും അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തെ ഗൂഢമായ പുഞ്ചിരി കണ്ട് രുദ്രന് കാര്യമായി എന്തോ ആണ് അതിലെന്ന് മനസ്സിലായി. എന്താടാ ഇതിൽ? രുദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇങ്ങനെ ചോദിക്കാതെ അതങ്ങ് തുറന്നു നോക്കൂ ഭയ്യ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം. രുദ്രൻ അതെടുത്ത് തുറന്നു നോക്കി. ബോക്സിന്റെ ഉള്ളിലേക്ക് നോട്ടം പായിച്ചതും രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി. അത് കാണുക അയാളുടെ മുഖത്തും ഒരു പുഞ്ചിരി പ്രകടമായിരുന്നു. രുദ്രനും അവനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ബോക്സിന്റെ ഉള്ളിൽ അവന്റെ സമ്മാനം കയ്യിലെടുത്തു. ആനക്കൊമ്പിൽ തീർത്ത പിടികളുള്ള സ്മിത്ത് ആൻഡ് വെസർ 500 പിസ്റ്റലായിരുന്നു അത്. 2002 സ്മിത്ത് ആൻഡ് വെസർ കമ്പനി പുറത്തിറക്കിയതായിരുന്നു ആ മോഡൽ. 5 ബുള്ളറ്റുകൾ മാത്രം നിറയ്ക്കാവുന്ന തോക്കിന്റെ മാക്സിമം ഫയറിംഗ് റേഞ്ച് 101 മീറ്ററും എഫക്റ്റീവായ ഫയറിംഗ് റേഞ്ച് 50 മീറ്ററുമായിരുന്നു. ഒരു ബുള്ളറ്റ് കൊണ്ട് ജീവനെടുക്കാൻ പറ്റിയവൻ. തോക്ക് കയ്യിലെടുത്ത് രുദ്രൻ അവനെ നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ബോക്സിലുണ്ടായിരുന്ന തിര അതിലേക്ക് നിറച്ചുകൊണ്ട് അവന്റെ നേർക്ക് നീട്ടി. തള്ളവിരൽ കൊണ്ട് ഹമ്മർ വലിച്ച് ബുള്ളറ്റ് ലോഡാക്കി. അയ്യോ ഭയ്യ, അതങ്ങ് മാറ്റിപ്പിടി. ഒടുക്കത്തെ പവറാ അതിന്. ഒരു ബുള്ളറ്റ് അപ്പോൾ തന്നെ ആള് തീരും. 2002 ഇവനെ ഇറക്കുന്നത്. പിന്നെ ഇവന് മുമ്പും ഇവന് ശേഷവും ഇവനെ വെല്ലാൻ ആളില്ല, എൻ്റെ ഭയ്യയെ പോലെ. അത് കേട്ട രുദ്രൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹമ്മർ സേഫ്റ്റി മോഡിലാക്കി. എവിടുന്ന് ഒപ്പിച്ചു ഇവനെ? അതും മാനക്കൊമ്പ് കൊണ്ട് തീർത്ത് ഗ്രിപ്പ് വെച്ചുള്ളത്. അതൊക്കെ ഒപ്പിച്ചെൻ്റെ ഭയ്യ. ഇതൊക്കെ ഈ അനിയനെ നിസ്സാരമല്ലേ? അതും ഈ ചേട്ടന് വേണ്ടിയുള്ള സമ്മാനമാകുമ്പോൾ. അത് കേട്ട രുദ്രൻ അവനെ നോക്കി. രക്തബന്ധം കൊണ്ടല്ലെങ്കിലും തനിക്ക് അനിയനാണവൻ. അവൻ്റെ നഷ്ടപ്പെട്ട സഹോദരത്തെ തന്നെയാണ് അവൻ എന്നിൽ കാണുന്നത്. അവനോടൊപ്പം ചിലവഴിക്കുന്ന സമയം തനിക്കും ആരുമില്ലെന്ന ചിന്ത മാറുന്നതും രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു. എടാ, നിന്റെ ഈ സമ്മാനം അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടടാ. ഇനിയുള്ള രുദ്രന്റെ കളിക്ക് ഇവനും ഇനിയൊരു കൂട്ടാകും. കൂട്ടല്ല ഭയ്യ, മുതൽക്കൂട്ട്. എൻ്റെ ഭയ്യയുടെ ടേസ്റ്റ് എനിക്കറിയില്ലേ, അതുകൊണ്ട് തന്നെയല്ലേ ഇവനെ അങ്ങ് പൊക്കിയത്. അവൻ അഭിമാനത്തോടെ രുദ്രനെ നോക്കി പറഞ്ഞു. എടാ ചെറുക്ക, നീ അങ്ങ് ഒരുപാട് ഞെളിയണ്ട കേട്ടോ. നിന്നോടാരാ എന്നെ കാണാൻ വരാൻ പറഞ്ഞേ? ഞാൻ ആവശ്യപ്പെടാതെ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ലേ? രുദ്രന്റെ മുഖം ഗൗരവം നിറഞ്ഞതായിരുന്നു. എൻ്റെ പൊന്നു ഭയ്യ, ഇന്നലെ രുദ്രന്റെ ഗൗരി പരിണയം കഥ കേട്ടപ്പോൾ തന്നെ ഓടി വരാൻ നിന്നതാ. പിന്നെ അങ്ങ് വെറും കൈയോടെ വരാൻ പാടില്ലല്ലോ. അപ്പോഴേ ഇവൻ്റെ കാര്യം ഓർത്തത്.
ഇവനെ സംഘടിപ്പിച്ച് ഓടി വന്നപ്പോൾ എന്നെ ചീത്ത പറയുന്നു. അവൻ രുദ്രന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് രുദ്രന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, ഡാ, അങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ടല്ലേ ഞാനെല്ലാം നിന്നോട് പറഞ്ഞത്, അല്ലാതെ നീ കരുതും പോലെ ഒന്നുമില്ല. ഗൗരി, അതൊരടഞ്ഞ അധ്യായമാണ്. രുദ്രൻ മനസ്സുകൊണ്ട് തുറക്കാൻ ആഗ്രഹിച്ചാലും അത് അടഞ്ഞു തന്നെയിരിക്കും. രുദ്രന്റെ വാക്കുകൾ ശാന്തമായിരുന്നുവെങ്കിലും മുൻപൊരിക്കലും അവൻ കാണാത്ത വിധം കാഠിന്യം ആ വാക്കുകൾക്കുണ്ടായിരുന്നു. വയ്യ, ഗൗരി ചേച്ചി പാവമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞതും സത്യമെന്തെന്നറിയാതെയല്ലേ. അതും ചുറ്റും നിന്നവർ ചേർന്നൊരുക്കിയ ചതിയിൽ വീണ് അവൻ രുദ്രനെ ദയനീയമായി നോക്കി. ആയിരിക്കാം, ഇനി അങ്ങനെയല്ലെങ്കിലും ഗൗരിയുടെ ജീവിതത്തിൽ രുദ്രൻ ഇനി വേണ്ട. അന്ന് അവളെ വിട്ട് പോന്ന രുദ്രനല്ല ഇന്ന്. അത് മറ്റാരേക്കാളും നന്നായി നിനക്കറിയാലോ. രുദ്രൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എല്ലാം ശരിയാണ് ഭയ്യ, ബട്ട് ഗൗരി. തുടർന്നു പറയാൻ തുടങ്ങി അവനെ തടഞ്ഞുകൊണ്ട് രുദ്രൻ പറഞ്ഞു, ഇവനവിടെ ബാക്കി വയ്ക്കാനൊന്നുമില്ല. നീ പറഞ്ഞ പോലെ എല്ലാം ശരിയാണ്. ഗൗരിയുടെ ജീവിതത്തിൽ രുദ്രൻ ഇല്ലാതെയാണ് ഏറ്റവും വലിയ ശരി. അവൻ കണ്ണുകൾ അടച്ചു പറഞ്ഞു. ഇനി രുദ്രനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. അവർക്കിടയിൽ നിന്നിരുന്ന നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൻ തന്നെ നാവ് ചലിപ്പിച്ചു. വയ്യ, ഞാൻ വന്നത് ഒരു കാര്യം കൂടി പറയാനാണ്. അർജുൻ, അവനെ ഇങ്ങനെ നിസാരനായി തള്ളിക്കളയരുത്. മികച്ചൊരു ഉദ്യോഗസ്ഥനാണ് അയാൾ, ഒപ്പം അപകടകാരിയും. പോരാത്തതിന് ഇപ്പോൾ ഭയ്യയുടെ മുഖവും അവനറിയാം. സ്റ്റേറ്റ് പോലീസിന്റെ സഹായത്തോടെ ഹീ ക്യാൻ ട്രേസ് യു, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ട് രുദ്രന് ചിരിയാണ് വന്നത്. അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഭയ്യ, ഇത് ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല. അർജുനെ അങ്ങനെ ചിരിച്ചു തള്ളാനുമാവില്ല. അവൻ പറഞ്ഞത് കേട്ട് രുദ്രൻ ചിരിയടക്കി അവനെ നോക്കി. മുന്നിൽ നിന്ന് നിന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ആ കിഴങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? രുദ്രന്റെ ശത്രു അവനല്ല. രുദ്രന്റെ ലക്ഷ്യം അവനറിയില്ല. അവൻ എനിക്ക് മുന്നിൽ ഒരു തടസ്സമായി വരാത്തിടത്തോളം കാലം നമുക്കിനി അവനെ എടുത്ത് തട്ടിക്കളിക്കാം. ഇനി നീ പറഞ്ഞ പോലെ അവൻ തടസ്സമായി വന്നാൽ അന്നവൻ അറിയും രുദ്രൻ ആരാണെന്നും രുദ്രന്റെ രൗദ്രത എന്താണെന്നും. അത് കേട്ട് അവനും ഒന്ന് ചിരിച്ചു. രുദ്രന്റെ രൗദ്രത അനുഭവിച്ചറിഞ്ഞവരാരും ഇന്ന് ജീവനോടെ ഇല്ലെന്ന് അവനെ അറിയാമായിരുന്നു. വയ്യ, നമ്മുടെ ലൊക്കേഷനെ കുറിച്ച് എന്തെങ്കിലും വിവരം? ആ മരക്കാരെ നമുക്ക് വിശ്വസിക്കാമോ? അവനല്പം സംശയത്തോട് ചോദിച്ചു. അയാളെ വിശ്വസിക്കാമടാ. പിന്നെ നീ പറഞ്ഞ പോലെ പൂർണ്ണമായും ഒരാളെ ആശ്രയിക്കുന്നതും മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്. വയ്യ, നമ്മൾ ആ സാധ്യതകൾ ആദ്യം തന്നെ നോക്കിയതല്ലേ. പക്ഷെ അറബിക്കടൽ മൊത്തം മരിച്ചു പെറുക്കിയിട്ടും ഇന്ന് വരെ പ്രതീക്ഷയുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കേട്ട് രുദ്രൻ അവനെ നോക്കി. ശരിയായിരിക്കാം, പക്ഷെ നിനക്കൊന്നറിയാമോ? ആ കടലെന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അതൊരു മായാലോകമാണ്. നമ്മുടെ ഒറ്റ നോട്ടത്തിൽ കടലിൻ്റെ മടിത്തട്ടിലെ രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് നിരന്തരമായ പരിശ്രമം തന്നെ വേണം. പക്ഷെ എല്ലാത്തിനും ഈ ഡിസംബർ 16 വരെയാണ് കാലാവധി. അതിൻ്റെ ഉള്ളിൽ അവസാനിക്കുമെല്ലാം. പക്ഷെ എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഡിസംബർ 4 തന്നെ അത് സംഭവിക്കും, രുദ്രൻ ഉറച്ച വാക്കുകളാൽ പറഞ്ഞു. അവൻ്റെ കണ്ടെത്തലിൽ ഒരു നൂലിഴയുടെ പിഴവ് പോലും മാറില്ലെന്ന് അവൻ്റെ മുഖം വിളിച്ചു പറഞ്ഞു. ഭയ്യ, അയാൾ ആശങ്കയോടെ രുദ്രനെ നോക്കി. അതേടാ, ആ ദിവസം മറക്കാനാവില്ല നമ്മുടെ ശത്രുവിന്. പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന അപമാനത്തിൻ്റെ അടങ്ങാത്ത പകയുമായി ശത്രു കാത്തിരിപ്പുണ്ട്. ആ പകയുടെ കണക്ക് തീർക്കാൻ അവർക്ക് കിട്ടിയ സുവർണ അവസരമാണിത്. ഒരിക്കൽ പോലും പിഴക്കില്ലെന്ന ശത്രുവിൻ്റെ ആത്മവിശ്വാസം അതാണ് എന്നെയും നിന്നെയും ഇവിടെ എത്തിച്ചതും. അവർക്ക് പിഴക്കില്ല. പക്ഷേ രുദ്രൻ കാത്തിരിക്കും ഡിസംബർ 4 വേണ്ടി. ചതിക്കാൻ നോക്കുന്നവരെ പച്ചയ്ക്ക് കത്തിക്കും ഈ രുദ്രൻ. അത് പറയുമ്പോൾ രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ ദേഷ്യം അടക്കാനാവാതെ മേശയിൽ ആഞ്ഞടിച്ചു. അത് കണ്ട് അവൻ പകപ്പോടെ രുദ്രനെ നോക്കി. അപ്പോൾ ഭയ്യ, നമ്മുടെ അടുത്ത മൂവ് എന്താണ്? അവൻ ആകാംക്ഷയോടെ രുദ്രനെ നോക്കി ചോദിച്ചു. അത് കേട്ടതും അതുവരെ വലിഞ്ഞു മുറുകി നിന്ന രുദ്രന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. രുദ്രൻ ടേബിളിലിരുന്ന് തോക്ക് കയ്യിലെടുത്ത് അവൻ്റെ നേരെ ചൂണ്ടിയ ശേഷം ഹാമർ വലിച്ച ശേഷം തൻ്റെ ചൂണ്ടുവിരൽ കാഞ്ചിയിൽ അമർത്തി. മനസ്സ് കൈവിട്ടു പോകുന്നു. ഇനി വയ്യ. മുന്നിൽ മരണമെങ്കിൽ അതും സ്വീകരിക്കാൻ തയ്യാറാണ്. ഓടിത്തളർന്ന ഹാർബറിലെത്തിയ മരയ്ക്കാർ അവിടെ അടുക്കിയിരുന്ന മീൻ ബോക്സിന്റെ മുകളിലേക്കിരുന്നു. ദിവസങ്ങളായി അനുഭവിക്കുന്ന മാനസിക സംഘർഷം അയാളെ വല്ലാതെ തളർത്തിയിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ രുദ്രന്റെ രുദ്രത നിറഞ്ഞ മുഖവും ദയയുടെ കണിക പോലുമില്ലാത്തവന്റെ വാക്കുകളും തൻ്റെ പിന്നാലെ വേട്ടപ്പട്ടിയെപ്പോലെ പിന്തുടരുന്നുവെന്ന് അയാൾക്ക് തോന്നി. ഇല്ല, തോറ്റുകൊടുക്കാൻ അലി പഠിച്ചിട്ടില്ല. ഇതിൽ നിന്നും തനിക്കൊരു മോചനം വേണം. അയാൾ പലതും ആലോചിച്ച് തലയ്ക്ക് കൈകൊടുത്തിരുന്നു. തോളിലേറ്റ കരസ്പർശം തിരിച്ചറിഞ്ഞ മരയ്ക്കാർ ഞെട്ടി തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. പിന്നെ അത് ദേഷ്യം കൊണ്ട് ചുവന്നു. മുന്നിൽ തനിക്കരികിൽ താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തവർ. മാട് ജോസ്. അവനൊരു വല്ലാത്ത ചിരിയോടെ മരയ്ക്കാർക്ക് അരികിലേക്കിരുന്നു. എന്താണ് സാഹിബെ വിശേഷം? നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലമായില്ലേ? പക്ഷെ സാഹിബിന് പണ്ടത്തെ സ്നേഹമൊന്നുമില്ല. ഇപ്പോഴും ഓരോന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുവാന്നേ. ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യൂ സാഹിബേ, അവനൊരു സുഹൃത്തിനോടെന്ന പോലെ മരയ്ക്കാരോട് പറഞ്ഞു. അത് കേട്ട മരയ്ക്കാറാകട്ടെ താല്പര്യമില്ലാത്ത പോലെ അവനെ നോക്കി. നീ ഒന്ന് പോ ജോസേ, എനിക്ക് വേറെ പണിയുണ്ട്.
നിന്നോട് തല്ലുണ്ടാക്കാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല, സമയമില്ല. ഓ, അതെന്നാ പറച്ചില്ല സാഹിബേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരേ ഒരു ശത്രുവല്ലേ. ഒരു ചായയെങ്കിലും മേടിച്ചു തരാതെ എന്നെ പറഞ്ഞയക്കുവാന്നോ? ജോസ് സങ്കടപ്പെട്ടു. ഒന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന മട്ടിൽ മരയ്ക്കാർ ദൂരേക്ക് നോക്കി. ആ സാഹിബേ, എന്താ ഇത്? ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ലല്ലോ. നമ്മുടെ അടിയെല്ലാമെന്ന് നിർത്താമെന്ന് വെച്ചിട്ട് കുറേയായി. ഇപ്പോൾ അതിന് സമയമെത്തുന്നത്. നമ്മുടെ അടി തീർന്ന സന്തോഷത്തിന് ഞാൻ സാഹിബിനെ എന്താ കൊണ്ടുവന്നതെന്ന് നോക്കിയേ. അതും പറഞ്ഞ് ജോസ് പിന്നിലേക്ക് നോക്കി ജോൺസിനെ വിളിച്ചു. ഡാ പോർക്കേ, അവിടെ മണപ്പിച്ചുകൊണ്ട് നിൽക്കാതെ അത് കൊണ്ടുവാടാ. നമ്മുടെ സാഹിബ് നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? അത് കേട്ടതും ജോൺസൺ ഓടിയെത്തി അവൻ്റെ കയ്യിലിരുന്ന കവർ മരയ്ക്കാർക്ക് നേരെ നീട്ടി. മരയ്ക്കാറാകട്ടെ എന്താ എന്ന മട്ടിൽ ജോസിനെ നോക്കി. അയ്യോ സാഹിബേ, ഇങ്ങനെ നോക്കണ്ട. ഇച്ചിരി പോത്തിൻ്റെ കരള, നല്ല ഫ്രഷ് സാധനം. സാഹിബ് ഇതുകൊണ്ട് നമ്മുടെ ബീവാത്തുമ്മയ്ക്ക് കൊടു. നല്ല കരള ഒലുത്തി തിന്നാൻ എന്നാ ടേസ്റ്റാഹോ. ഓർക്കുമ്പോൾ തന്നെ നാവിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറയും. പക്ഷേ ജോസ് പറഞ്ഞത് കേട്ട മരയ്ക്കാർ ദേഷ്യത്തോടെ അവനെ നോക്കി അലറി. പെറുക്കി കെട്ടി കൊണ്ടുപോയിക്കണം നിന്റെ കരളും മത്തങ്ങയും. അലിക്കെന്നല്ല, നിന്റെ ഒരു ഒത്താശയും ഇവിടെ ഒരുത്തനും വേണ്ട. മരയ്ക്കാർ ജോസിനെ നോക്കി പല്ലു കടിച്ചു. നോക്കടാ ജോൺസ, ഈ സാഹിബ് പറയുന്ന കേട്ടില്ലേ? ഇങ്ങനെയൊന്നും കണ്ണീച്ചോരയില്ലാതെ പറയില്ല സാഹിബേ, ചങ്ക് തകർന്നു പോകും. കാലത്ത് തന്നെ പോത്തിനെ അറുത്ത് അതിൻ്റെ കരളം കൊണ്ടുവന്ന എന്നോടിത് വേണ്ടായിരുന്നു സാഹിബേ. ഉള്ളിൽ പെരുത്ത് സങ്കടമുണ്ടോ സാഹിബേ. ജോസ് തൻ്റെ കൂളിംഗ് ഗ്ലാസ് ഊരി കണ്ണു തുടച്ചു. ഒന്ന് പോടാ നാറി, അവൻ്റെ കോപ്പിലെ നാടകം കളി. മരയ്ക്കാർ ജോസിനോട് വീണ്ടും ദേഷ്യപ്പെട്ടു. അയ്യോ സാഹിബ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഡാ ജോൺസാ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട സിനിമയില്ലേ? ഏതാ ചേട്ടായി? ജോൺസൺ സംശയത്തോടെ ജോസിനെ നോക്കി. ഡാ കഴുതേ, മറ്റേ യന്ത്രമനുഷ്യനൊക്കെ ഉള്ളത്. ഏതോ ഒരു കുഞ്ഞപ്പൻ. ഈ ചേട്ടായിയുടെ കാര്യം. ഏതോ ഒരു കുഞ്ഞപ്പനല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, വേർഷൻ 5.25. ജോൺസൺ ജോസിന് പറഞ്ഞു കൊടുത്തു. ആ എന്ത് ട്രോയിഡായാലും കേട്ടോ സാഹിബേ, ഈ നാറി വിളിച്ചോണ്ട് പോയി കാണിച്ചതാ. അതിനകത്തൊരു റോബോട്ടുണ്ട്. എൻ്റെ അമ്മച്ചി ഒടുക്കത്തെ വിറ്റ അതിൻ്റെ കാര്യം. അതിനകത്ത് നമ്മുടെ ആ വെഞ്ഞാറമൂടൻകാരനില്ലേ സുരാജ്, അവനൊരു കിളവനായിട്ടാ. എന്തോ ഒരു പൊതുവാളോ പിള്ളയോ അങ്ങനെ എന്തോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പൊതുവാള് ചൂടാകുമ്പോൾ നമ്മുടെ കുഞ്ഞപ്പൻ റോബോട്ട് പറയും, കുഞ്ഞപ്പൻ നിങ്ങളിങ്ങനെ ചൂടാകരുത്, ചൂടായാൽ രക്തം തിളച്ച് ഞരമ്പ് പൊട്ടി നിങ്ങൾ മരിക്കുമെന്ന്. അതുപോലെ സാഹിബെങ്ങാൻ മരിച്ചുപോയാൽ ഞാൻ ഒറ്റയ്ക്ക് ഈ കൊച്ചു ഭരിക്കേണ്ടി വരില്ലേ? അയ്യോ, അത് ഓർക്കാൻ പോലും വയ്യായേ. ജോസ് സങ്കടം അഭിനയിച്ച് പറഞ്ഞു നിർത്തിയതും മരയ്ക്കാർ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അപ്രതീക്ഷിതമായേറ്റ ചവിട്ടിൽ ജോസ് നിലതെറ്റി താഴെ വീണു. ഡാ പന്നി, നീ എൻ്റെ ചേട്ടനെ തൊട്ടുപോടാ. ജോസിനെ മരയ്ക്കാർ ചവിട്ടിയത് കണ്ട് കലി കയറിയ ജോൺസൺ മരയ്ക്കാർക്ക് നേരെ കുതിച്ചെത്തി. കൈയോങ്ങി അടിക്കാൻ ശ്രമിച്ചത് മരയ്ക്കാർ തൻ്റെ അരയിലിരുന്ന കത്തിയൂരി ജോൺസന്റെ കഴുത്തിൽ വെച്ചിരുന്നു. അത് കണ്ട് നിലത്ത് കിടന്ന ജോസ് ദേഷ്യം കൊണ്ട് വിറച്ചു. എടാ മരയ്ക്കാറെ, എൻ്റെ ചെറുക്കൻ്റെ ദേഹത്ത് നിന്നെങ്ങാനും ഒരു തരി ചോര പൊടിഞ്ഞ അറിയാലോ തനിക്ക് ജോസിനെ വെട്ടി പൂളിക്കളയും. അത് സാഹിബല്ല, ഏത് കൊമ്പത്തെ സായിപ്പ് വന്നാലും. അല്ല, നേർക്ക് നേരെ തീർക്കണമെങ്കിൽ നീ വാടാ, വന്ന് ജോസിനോട് മുട്ട്. അല്ലാതെ കൊച്ചെറുക്കൻ്റെ കഴുത്തിന് കത്തി വെച്ച് നീ ജോസിനെ പേടിപ്പിക്കാൻ നോക്കാതെ. അത് കേട്ട മരയ്ക്കാർ അവൻ്റെ കഴുത്തിൽ വെച്ച് കത്തിയെടുത്തതും ജോൺസൺ മരയ്ക്കാർക്ക് നേരെ വീണ്ടും ചെന്നു. എടാ പുന്നാര മോനെ, മാറി നിൽക്കടാ. ജോസിൻ്റെ അപ്രതീക്ഷിതമായ ശബ്ദം കേട്ട് ജോൺസൺ തിരിഞ്ഞു നടന്നു. എടാ നാറി, എൻ്റെ അപ്പൻ്റെ രണ്ടാമത്തെ മോനെ, മുട്ടാൻ നിൽക്കുമ്പോൾ തനിക്ക് ചേർന്ന തണ്ടിയോട് മുട്ടണം, അല്ലേ ചോര വീഴും. അല്ല കട്ടച്ചോറ. മാറി നിൽക്കടാ അങ്ങോട്ട്. ജോസ് അവനെ തള്ളി മാറ്റി മരയ്ക്കാരുടെ മുന്നിൽ വന്ന് അയാൾക്ക് നേരെ വിരൽ ഞൊടിച്ചു. നീ എന്നെ തൊട്ടു, ഞാൻ സഹിക്കും. പക്ഷെ നീ എൻ്റെ ചെറുക്കൻ്റെ കഴുത്തിൽ കത്തിവെച്ചു. അത് ഈ ജോസ് ഒരിക്കലും ക്ഷമിക്കില്ല. പക്ഷേ തൽക്കാലം ഞാൻ നിന്റെ കേസങ്ങ് അവധിക്ക് വെക്കുക. കാരണം നിന്റെ വാലാട്ടിപ്പട്ടിയെ അടിച്ചിട്ട് പോയ ഒരുത്തനുണ്ടല്ലോ, രുദ്രൻ, അവൻ്റെ തലയ്ക്ക് ജോസിങ് വിലയിട്ടു. അത് തീർത്തിട്ട് ജോസിങ് വരും നിന്റെ തലയെടുക്കാൻ. തമ്പി മരയ്ക്കാറോ, ഞാൻ തലയില്ലടാ, തലയെടുക്കുന്നവൻ. ജോസ് മരയ്ക്കാർക്ക് നേരെ വിരൽ ഞൊടിച്ചു പറഞ്ഞിട്ട് ജോൺസണുമായി തിരിഞ്ഞു നടന്നു. അപ്പോഴും മരയ്ക്കാർ ജോസ് രുദ്രനെ കുറിച്ച് പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു. അവനെ ഇവൻ എന്തിനു കൊല്ലാൻ നടക്കണം? ആ പേര് പോലും ഇവനെങ്ങനെ അറിഞ്ഞു? ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും മരയ്ക്കാരുടെ ഉള്ളിൽ മുഴങ്ങിക്കേട്ടു. തോളിലേറ്റ തണുത്ത കരസ്പർശം തിരിച്ചറിഞ്ഞ മരയ്ക്കാർ പിന്നിലേക്ക് നോക്കി. ഹാർബറിലെ മാർക്കോസേട്ടനായിരുന്നു അത്. 80-അടുത്ത് പ്രായമുണ്ടെങ്കിലും ഇന്നും ഹാർബറിലെ ലേലം വിളിയുമെല്ലാം മാർക്കോസേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അലിയെ വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന്, സ്വന്തം മകനെ പോലെ. എന്താടാ മോനെ നിനക്ക് പറ്റിയത്? അവൻ പറഞ്ഞതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കേണ്ട വല്ല കാര്യവും നിനക്കുണ്ടോ? ഒരു വിരൽ ഞൊടിച്ചിരുന്നേ നിന്റെ പിള്ളേർ അവനെ തല്ലി ഓടിച്ചേനെ. മാർക്കോസേട്ടൻ പറഞ്ഞത് കേട്ട് സാഹിബ് ഒരു വിളറിയ ചിരി അയാൾക്ക് സമ്മാനിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ കുഞ്ഞിന്? അല്ലാണ്ട് നീ ഇങ്ങനെയൊന്നും നിൽക്കില്ലെന്ന് ഈ മാർക്കോസേട്ടനറിയാം. കൊല്ലം കുറയായില്ലേ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. എന്തായാലും നീ തുറന്നു പറയടാ, ആരോടെങ്കിലും പറയുമ്പോൾ ഒരു ആശ്വാസമാകും. അത് ശരിയാണെന്ന് മരയ്ക്കാർക്കും തോന്നി. ചിലപ്പോൾ മാർക്കോസേട്ടൻ എന്നെ സഹായിക്കാൻ കഴിഞ്ഞേ. അങ്ങനെ ചിന്തിച്ച മരയ്ക്കാർ മാർക്കോസേട്ടൻ്റെ ഒപ്പമിരുന്ന് രുദ്രൻ പറഞ്ഞ കഥയെക്കുറിച്ച് പറഞ്ഞു. അത് കേട്ട മാർക്കോസ് അവനെ അത്ഭുതത്തോടെ നോക്കി. ഈ സമയം
ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുന്നിലേക്ക് രുദ്രന്റെ ജീപ്പ് ഇരമ്പിയെത്തി. കറുത്ത ഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ധരിച്ച് രുദ്രൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. കെട്ടിടത്തിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ അരികിലെത്തിയതും സെക്യൂരിറ്റി അവനായി ചില്ലുവാതിൽ തുറന്നു നൽകി. ചുണ്ടിൽ പണ്ടങ്ങോ കേട്ട പാട്ടിന്റെ ഈണത്തിൽ ചൂളമടിച്ചുകൊണ്ട് രുദ്രൻ റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി. അവളുടെ ID കാർഡിലേക്കായിരുന്നു അവന്റെ ശ്രദ്ധ. അപ്പോഴേക്കും അപ്രതീക്ഷിതമായി ചൂളംവിളി കേട്ട പെൺകുട്ടി ഇവനെ ഏതെന്ന മട്ടിലും നോക്കി. അരേ ഡിഡാലി, ഇതർ ദേക്കോ, ക്യാ മേ ആപ്കോ ID ദിഖാ സക്താ ഹൂം? അവൾ തന്നെ നോക്കുന്നത് കണ്ട് രുദ്രൻ സൗമ്യതയോടെ പറഞ്ഞു. രുദ്രൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ മിഴിച്ചു നോക്കി. പിന്നെ പരിഭ്രമം മറച്ചുകൊണ്ട് പറഞ്ഞു, ക്യാ ആപ്കോ നിയോജിത് സമയ ദിയാ ഗയാ ഹോഗാ ആൻഡ് വൺ മോർ തിങ്, മീ ഡിഡാലി നെഹി ഹൂം. അവൾ പറഞ്ഞത് കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. പിന്നെ ഈ സുന്ദരിയെ ഞാൻ ചിത്രശലഭം എന്നല്ലാതെ എന്താ വിളിക്കണ്ടേ? ഓ, മലയാളിയായിരുന്നോ? താൻ എന്നെ ചിത്രശലഭം എന്നൊന്നും വിളിക്കണ്ട, ചിത്ര എന്ന് വിളിച്ചാൽ മതി, അതാണ് എൻ്റെ പേര്. അവൾ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ചിത്രയൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല കുഞ്ഞേ, ചിത്രശലഭം അതാണ് ചേരുന്നത്. സാർ, MD കാണാൻ വന്നതല്ലേ? സാറിന് അപ്പോയിൻമെൻ്റ് ഉണ്ടോ? അയ്യോ, അതൊന്നുമില്ല എൻ്റെ ചിത്രശലഭമേ, നേരിട്ട് കാണേണ്ട അത്യാവശ്യ കാര്യമാണ്, അതുകൊണ്ട് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോറി സാർ, മുൻകൂട്ടി അനുമതി വാങ്ങാതെ MD കാണാൻ പറ്റില്ല. സാറ് വിളിച്ചു പറഞ്ഞിട്ട് വരൂ. അവൾ അവന് മറുപടി നൽകി. എൻ്റെ ശലഭമേ, അങ്ങനെയൊന്നും പറയാതെ, ഇതെൻ്റെ തല പോകുന്ന കേസാ, ഞാൻ കാത്തിരിക്കാം എത്ര വേണേലും, കാണാതെ പോകാൻ പറ്റില്ല എനിക്ക്. രുദ്രൻ ശാഠ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു. സാർ, ഇപ്പോൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്, മീറ്റിംഗ് കഴിയാൻ ഒത്തിരി വൈകും, നിങ്ങൾ പോയിട്ട് പിന്നെ വരണം. ചിത്ര, അങ്ങനെ പറയരുത്, ഞാൻ എത്ര ദൂരേന്നാണ് വരുന്നതെന്ന് അറിയാമോ ചിത്രയ്ക്ക്? പ്ലീസ് ചിത്ര, എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക, പ്ലീസ് പ്ലീസ്. ഇത് വലിയ കുരിശായല്ലോ, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് രുദ്രനെ നോക്കി. ചിത്ര പ്ലീസ്. അവൻ ദയനീയതോടെ ചിത്രയെ നോക്കി നിന്നു. താനൊന്ന് നിൽക്ക്. അവൾക്ക് ആ സമയം അവനോട് തോന്നിയ സിമ്പതിയുടെ പുറത്ത് ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ ഗോപിച്ചേട്ടാ, ഒന്നിങ്ങ് വരുമോ? മറുതലക്കിൽ നിന്നുള്ള മറുപടി കേട്ടതും അവൾ ഫോൺ താഴെ വെച്ചു. ഇവിടെ ഇപ്പോൾ ഗോപിച്ചേട്ടൻ വരും, പുള്ളി വിസിറ്റിംഗ് റൂം കാട്ടിത്തരും, മീറ്റിംഗ് കഴിയുന്നത് വരെ അവിടെ ഇരിക്കാം, അത് കഴിഞ്ഞ് MDയുടെ അനുമതി വാങ്ങി കാണാം. താങ്ക് യു ചിത്ര, താങ്ക് യു സോ മച്ച്. അവൻ നന്ദിയോടെ അവളെ നോക്കി പറഞ്ഞു. അതിന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചതും പ്യൂൺ ഗോപിച്ചേട്ടൻ അവിടേക്ക് എത്തിയിരുന്നു. അവൾ അയാളോട് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. ഗോപിച്ചേട്ടൻ രുദ്രനെയും കൂട്ടി വിസിറ്റിംഗ് റൂമിലേക്ക് നടന്നു. മുന്നോട്ട് നടക്കുന്തോറും രുദ്രന്റെ ഹൃദയതാളത്തിന് വേഗത കൂടി തുടങ്ങിയിരുന്നു. ആ വേഗം പിന്നീട് അതിൻ്റെ രൗദ്രതാളത്തിൽ ഇടിച്ചു തുടങ്ങി. അവൻ തൻ്റെ നെഞ്ചിൽ കൈ ചേർത്ത് ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. പിന്നെ സ്വയം ശ്വസിച്ചുകൊണ്ട് ഗോപിച്ചേട്ടൻ കാണിച്ചു തന്ന സീറ്റിലേക്ക് ഇരുന്നു. താങ്ക്സ് ഗോപിച്ചേട്ടാ. അവൻ നന്ദിയോടെ അയാളെ നോക്കി. ഗോപിച്ചേട്ടൻ അവനൊരു ചിരി സമ്മാനിച്ചു. സാറ് ഇവിടെ ഇരുന്നാൽ മതി, മീറ്റിംഗ് കഴിയാൻ കുറച്ച് സമയമെടുക്കും. സാറിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട ഗോപിച്ചേട്ടാ, അവൻ പുഞ്ചിരിയോടെ ഗോപിയോട് പറഞ്ഞു. എന്നാൽ ശരി സാറേ, ഞാൻ പോവുകയാണ്, കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. അയാൾ അവനോട് യാത്ര ചോദിച്ചു. ഗോപിച്ചേട്ട ഒരു മിനിറ്റ്. പോകാന്നുണ്ടെങ്കിൽ അയാളെ രുദ്രൻ പിടിച്ചു നിർത്തി. എന്താ സാറേ? അയാൾ അവനെ നോക്കി. വേറൊന്നുമല്ല ചേട്ടാ, ഇപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് എന്താ? മുന്നേ MD സാറൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അറിയില്ല കുഞ്ഞെ, എന്തോ പ്രോജക്റ്റ് പെട്ടെന്ന് നടത്തണമെന്ന് പറയുന്നത് കേട്ടു, കൂടുതൽ എനിക്കറിയില്ല. എന്നാൽ ശരി ചേട്ടാ. അല്ല, ഈ കോൺഫറൻസ് ഹാൾ ഇവിടെയാണോ? അല്ല സാറേ, കോൺഫറൻസ് ഹാൾ 6ാമത്തെ ഫ്ലോറിലാണ്. ശരി ചേട്ടാ, ചേട്ടൻ പോയിക്കോ, ഒത്തിരി ജോലിയുള്ളതല്ലേ. അത് കേട്ട് അവനൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. അല്പം മുന്നോട്ട് പോയി പിന്നിലേക്ക് നോക്കിയതും രുദ്രനെ അവിടെ അയാൾ കണ്ടില്ല. സംശയത്തോടെ ഗോപിച്ചേട്ടൻ ചുറ്റും നോക്കി. ഇല്ല, അവനവിടെ ഇല്ല. എവിടെ പോയി കാണും? എങ്ങോട്ടേലും മാറാനുള്ള സമയം പോലും ആയിട്ടില്ല. ഗോപിച്ചേട്ടൻ ചുറ്റും നോക്കി നിന്നതും അല്പം വലിപ്പമുള്ള ടീപ്പോയുടെ ഭാഗത്ത് കുനിഞ്ഞു നിന്നിരുന്ന രുദ്രൻ എഴുന്നേറ്റു. അവനും തന്നെ നോക്കി ഗോപിച്ചേട്ടൻ നിൽക്കുന്നത് കണ്ടു ചോദിച്ചു. എന്താ ചേട്ടാ, എന്താ നോക്കുന്നേ? അല്ല സാറേ, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ സാറിനെ കണ്ടില്ല, അതാണ്. അയാൾ അവനൊരു ചമ്മിയ ചിരി നൽകി. ഞാൻ ഈ ഷൂവിൻ്റെ ലേസ് കെട്ടുവാന്ന് ചേട്ടാ. അവൻ പറഞ്ഞത് കേട്ട് അയാൾ വീണ്ടും ഒന്ന് ചിരിച്ചു. എന്നാൽ ഞാൻ പോകുക സാറേ, മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ വന്ന് പറയാം. അത്രയും പറഞ്ഞ് ഗോപിച്ചേട്ടൻ തിരിഞ്ഞു നടന്നു. അതൊരു ചിരിയോടെ നോക്കി നിന്ന് രുദ്രൻ മുന്നോട്ട് നടന്ന് ലിഫ്റ്റിൻ്റെ അരികിലെത്തി ബട്ടൺ അമർത്തി. ലിഫ്റ്റ് ഓപ്പൺ ആയതും അവൻ അകത്തേക്ക് കയറി 6ാമത്തെ ഫ്ലോറിൻ്റെ ബട്ടൺ അമർത്തി. കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗ് പുരോഗമിക്കുകയാണ്. നരേന്ദ്രൻ തൻ്റെ മുന്നിലിരിക്കുന്നവരെ നോക്കി. തൻ്റെ 5 സഹോദരങ്ങൾക്കൊപ്പം മകൻ അഖിലേഷും അച്ഛൻ്റെ പെങ്ങളുടെ മകൻ രഘുറാമും ഉണ്ടായിരുന്നു. ബാക്കി ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നവരാരും പങ്കെടുത്തിരുന്നില്ല. പിന്നെ എക്സിക്യൂട്ടീവ് സ്റ്റാഫ്സാണ് മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അയാൾ അവരെ നോക്കി. സോ, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ വില്ല പ്രോജക്റ്റ് അത് എത്രയും വേഗം തന്നെ ആരംഭിക്കണം. ഈ മീറ്റിംഗ് കഴിഞ്ഞാലുടൻ അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കണം. കൊട്ടാരം ഗ്രൂപ്പിൻ്റെ ഒരു പ്രോജക്റ്റ് പോലും വൈകി ആരംഭിച്ചിട്ടില്ല, ഇതൊഴിച്ച്. ഇനി ഇതിനു വേണ്ടി സമയം പാഴാക്കുന്നത് കമ്പനിക്ക് തന്നെയാണ് നാണക്കേട്. സോ, ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ മേൽനോട്ടം ഗൗരിയെ ഏൽപ്പിക്കുകയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഗൗരി നിങ്ങൾക്ക് നൽകും. നരേന്ദ്രൻ ഗൗരവത്തോടെ അവളെ നോക്കി പറഞ്ഞു. നരേന്ദ്രൻ ഒരു ചിരി സമ്മാനിച്ച് അവൾ എന്തോ പറയാൻ വന്നതും രഘു അവൾക്ക് മുന്നേ കയറി പറഞ്ഞു.
ഏട്ട എന്ത് പണിയാണ് ഈ കാട്ടുന്നത്? കൺസ്ട്രക്ഷൻ വിഭാഗം എൻ്റെ കീഴിലല്ലേ? എന്നോട് ചോദിക്കാതെ ഗൗരിയെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കണമായിരുന്നോ? അവൻ സ്വല്പം ഈർഷ്യയോടെ നരേന്ദ്രനോട് സംസാരിച്ചു. എന്താ രഘു, ഗൗരിക്ക് ഇത് കൈമാറുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നരേന്ദ്രൻ അവനെ തുറച്ചു നോക്കി. ഏട്ട അങ്ങനെയല്ല, ഗൗരിക്ക് കൈമാറുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇക്കാര്യം എന്നോടുകൂടെ കൺസൾട്ട് ചെയ്യാമായിരുന്നു. രഘു, ഇത് ഞങ്ങൾ 5 പേരും ചേർന്നെടുത്ത തീരുമാനമാണ്. അവിടെ നിന്റെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നിന്നെ 2 ദിവസമായി ഫോണിൽ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. നിന്റെ ചേട്ടൻ ആനന്ദറാം, അവനെ രാഷ്ട്രീയം കളിച്ച് നടന്നാൽ പോരെ? ഇതിലൊന്നും താല്പര്യമില്ല. യുവ MLA അല്ലേ? നരേന്ദ്രൻ അവനോട് ദേഷ്യപ്പെട്ടു. അത് നരേട്ട, 1-2 പേരെ കാണാനുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ തിരുവനന്തപുരത്താണ്. പിന്നെ ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഏട്ടാ. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഫയലുകളൊക്കെ എൻ്റെ പക്കലല്ലേ? മുന്നേ അറിയിച്ചിരുന്നെങ്കിൽ അതുകൂടി ഇന്ന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യാമായിരുന്നു. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. രഘു, കൊട്ടാരം ഗ്രൂപ്പിൻ്റെ MD സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നതേ ഉള്ളൂ. മേജർ ഷെയർ ഇവളുടെ പേരിലാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിൽ അവൾ കാണും. നിന്റെ ഓഫീസ് ചാർജ് അവൾക്ക് കൈമാറിയാൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. സ്റ്റാഫുകൾക്ക് മുന്നിൽ രഘു നരേന്ദ്രനെ ചോദ്യം ചെയ്തത് അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. അതയാൾ പ്രകടമാക്കിയ രീതി കണ്ട് രഘു പല്ല് കടിച്ച് ചിരിച്ചു കാട്ടി. എന്തൊക്കെയോ നരേന്ദ്രൻ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് അവൻ കണക്കുകൂട്ടി. ഇതെല്ലാം കേട്ടിരുന്ന ഗൗരി രഘുവിനെ നോക്കി പുഞ്ചിരിച്ചു. അതവൻ കണ്ടെങ്കിലും രഘുവിൻ്റെ കണ്ണുകൾ പോയത് അവളുടെ സൗന്ദര്യത്തിലായിരുന്നു. കറുപ്പിൽ ചുവന്ന ബോർഡറിലുള്ള സാരിയായിരുന്നു അവളുടെ വേഷം. ചമയങ്ങളൊന്നുമില്ലെങ്കിലും ആ വേഷത്തിൽ അവളെ അതിസുന്ദരിയായി അവന് തോന്നി. അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കി. എന്നാൽ ഗൗരി അവൻ്റെ നോട്ടം അവഗണിച്ച് തലവെട്ടിച്ചതും ആരോ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നതും കണ്ടു. ആരാണിപ്പോൾ ഇങ്ങോട്ട് കയറുന്നതെന്ന് ചിന്തിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കിയ ഗൗരിയുടെ ഉള്ളു വിറച്ചുപോയി. മുന്നിൽ നിൽക്കുന്നത് അവൻ്റെ പ്രാണൻ രുദ്രനാണെന്ന തിരിച്ചറിവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൽക്കാലം ഈ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇനി ഫൈനൽ പാർട്ട് വരാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 2 പാർട്ടും കാണാത്തവർ കണ്ടു തീർക്കുക. ലവ് യു ഓൾ. ബൈ. വീണ്ടും എത്രയും പെട്ടെന്ന് വരും.